ഒരുപാട് ബിസിനസ് ചെയ്തിട്ട് സ്റ്റാർട്ടിങ് നെറ്റ്വർക്ക് ബിസിനസ് ആൻഡ് സ്റ്റാർട്ടപ്പ് ബിസിനസ്സുകളൊക്കെ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് മിസ്റ്റർ പി ആർ ഗണേഷ്. ഇന്ന് മാർക്കറ്റ് അൽഫ കുസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റാർട്ടപ്പ് ഫാമിലി ഏറ്റവും വലിയ പൊസിഷൻ കീപ്പ് ചെയ്ത് വളരെ ചുരുങ്ങിയ കാലത്തിന്റെ ഷോർട്ട് സ്പാൻഡുള്ളിൽ വളരെ വലിയ പൊസിഷൻ കീപ്പ് ചെയ്തുകൊണ്ട് മുന്നേറുന്ന ഒരു വ്യക്തിയാണ് മിസ്റ്റർ പി ആർ ഗണേഷ്. അദ്ദേഹത്തിന് ഞാൻ നിങ്ങളുടെയൊക്കെ അനുവാദത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം മിസ്റ്റർ ഗണേഷ് സാർ, പ്ലീസ്. Okay, good evening all. Thank you so much. Thank you for the nice introduction. കേൾക്കാമോ? ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ്. അതുപോലെ തന്നെ സാറിന്റെ ഷെയർ കറക്റ്റ് ആണ്. Okay, great. 1 minute. Okay. Welcome all to this wonderful opportunity. ഇന്ന് പുതുതായിട്ട് വന്നിട്ടുള്ള എല്ലാ ആൾക്കാരെയും പ്രത്യേകിച്ച് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അല്ലാതെ നിലവിലെ എക്സിസ്റ്റിംഗ് ആൾക്കാരെയും അതുപോലെ തന്നെ. എന്തായാലും ഈ ഒരു പ്രോജക്റ്റിൽ എന്നെ മനോഹരമായിട്ട് പരിചയപ്പെടുത്തി. എങ്കിലും ഞാൻ എന്നെക്കുറിച്ച് ഒന്നുകൂടെ പറയാം. പേര് ഗണേഷ്, എറണാകുളത്താണ് താമസിക്കുന്നത്. ഒരു സോഷ്യൽ എന്റർപ്രണർ ആണെന്ന് ഇവിടെ പറഞ്ഞു. ഏകദേശം ഒരു 30-35 വർഷമായിട്ട് പല ബിസിനസ്സുകളിലുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമുക്ക് തോന്നുന്നു കുറച്ച് പൈസ ഉണ്ടാക്കണം, ബിസിനസ് ചെയ്താൽ പൈസ ഉണ്ടാക്കുള്ളൂ, നല്ല കാശ് ഉണ്ടാക്കണം, കാർ മേടിക്കണം, ഇങ്ങനത്തെ ചിന്തകളൊക്കെ ആയിരുന്നു ചെറുപ്രായത്തിൽ തോന്നിയിരുന്നത്. ഞാൻ എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്തിട്ടില്ല. പഠിത്തത്തിന് ശേഷം ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചത്. പഠിത്തത്തിന് ശേഷം നേരെ ബിസിനസ്സിലേക്ക് വരികയാണ് ചെയ്തത്. അന്ന് ഒരുപക്ഷെ ബിസിനസ്സിനെ കുറിച്ചൊക്കെ ഒരു കാഴ്ചപ്പാട്, പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ ജോലി കിട്ടാത്ത ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ് ബിസിനസ് എന്നുള്ളതായിരുന്നല്ലോ വെപ്പ്. ഇപ്പോഴാണ് കുറച്ചെങ്കിലുമൊക്കെ വ്യത്യാസം വന്നത്. ഇപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് കമ്പനികളും ഗവൺമെന്റ് സ്റ്റാർട്ടപ്പുകളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഒരു ബിസിനസ്സിനൊക്കെ ഒരു ഇമേജ് വന്നത്. മറ്റേ ജോലി കിട്ടാത്ത എൻ്റെ പേരൻസിൻ്റെ അടുത്തൊക്കെ ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, മൂത്തവന് ജോലിയൊന്നും ആയില്ലല്ലേ, ഇളയവന് ജോലിയൊക്കെ നല്ല ജോലിയൊക്കെ ഉണ്ട്, മൂത്തവന് ജോലിയൊന്നും ആയില്ല എന്നാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പം ബിസിനസ് ചെയ്യുന്നവർക്കൊരു കുറച്ച് ലോവർ പ്രൊഫൈൽ എന്തോ സംഭവമാണെന്നൊരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ചിലപ്പോൾ കേരളത്തിനായിരിക്കും അത് വളരെ കൂടുതലുള്ളത്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ നമുക്കൊരു നല്ല ഒരു ബിസിനസ് ചെയ്യുക, കാശുണ്ടാക്കുക, കാർ മേടിക്കുക, അങ്ങനത്തെ ചിന്തകളൊക്കെ ഏതൊരു ചെറുപ്പക്കാരനും ഉണ്ടാകുന്ന പോലെ തന്നെ ഉണ്ടായി. ഒരു വലിയ സ്വപ്നം ഉണ്ടായിരുന്നുകൊണ്ട് അത് ബിസിനസ്സിൽ കൂടെ നടക്കുള്ളൂ എന്ന് എങ്ങനെയോ ചെറുപ്പത്തിലെ മനസ്സിൽ കയറിയോണ്ടാണ് ബിസിനസ്സിലേക്ക് എടുത്ത് അങ്ങനെ ഒരു ഇത് വന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ കുറച്ചുകൂടെ മച്യൂർ ആയപ്പോഴത്തേനാണ് ഒരു സോഷ്യൽ എന്റർപ്രണർഷിപ്പിനെ കുറിച്ച് ഉള്ളൊരു ഇത് കുറച്ചുകൂടെ നമുക്കൊരു ക്ലാരിറ്റി ആയത്. സോഷ്യൽ എന്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റി നമുക്ക് മാത്രമല്ല സമൂഹത്തിൽ ധാരാളം ആൾക്കാരുടെ ലൈഫിലും പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റികളാണ് പൊതുവെ സോഷ്യൽ എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ഞാൻ ലാസ്റ്റ് 10 years ആയിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോയിസൺ ഫ്രീ ഫാമിങ്. നമുക്കെല്ലാം അറിയാം, കൃഷിയിൽ അമിതമായ വിഷപ്രയോഗം നടക്കുന്ന കൊണ്ടാണ് പല രോഗങ്ങളും, പ്രത്യേകിച്ച് കാർഷിക രംഗത്തൊക്കെ നിൽക്കുന്ന ധാരാളം ആൾക്കാർ ക്യാൻസർ രോഗമൊക്കെ വളരെ കൂടുതലാണ്. കാരണം അവർ ഈ വിഷമൊക്കെ എടുത്ത് കൈകാര്യം ചെയ്യുന്നു. അതുകൂടാതെ അത് മണ്ണിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, അത് സമൂഹത്തിൽ മൊത്തം വിഷം ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ മാർക്കറ്റിലേക്ക് വരുന്നു, അത് കഴിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ. അപ്പോൾ ഇതുപോലത്തെ അതൊക്കെ കുറയ്ക്കാൻ പറ്റുന്ന മോഡേൺ ടെക്നോളജി പുറത്തെ രാജ്യത്തൊക്കെയുള്ള ചൈനയിലും ഇസ്രായേലിലും ഓസ്ട്രേലിയയിലും ഇതുപോലത്തെ രാജ്യങ്ങളിലൊക്കെ മോഡേൺ ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ടാണ് കഴിഞ്ഞൊരു 10 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയൊക്കെ ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇന്ന് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തീർച്ചയായിട്ടും ഒരു സോഷ്യൽ എന്റർപ്രണർഷിപ്പ് ആയതുകൊണ്ടാണ് എനിക്ക് താല്പര്യം വന്നത്. കാരണം നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി നമുക്ക് പൈസ ഉണ്ടാക്കാൻ, കുറച്ച് പൈസ ഉണ്ടാക്കാൻ എന്നൊക്കെ ഉള്ളതാണ് നോർമൽ ഒരു ബിസിനസ്സിലുള്ളെങ്കിൽ ഇവിടെ ഒത്തിരി ആൾക്കാരുടെ ജീവിതത്തെ സ്പർശിക്കാൻ പറ്റും, ഒത്തിരി ആൾക്കാരുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും ഈ ഓപ്പർച്യൂണിറ്റിക്ക്. അപ്പോൾ അടുത്ത കുറച്ച് സമയം ഇതിനകത്ത് ഈ പ്രോജക്റ്റിന് നിങ്ങൾ സൂട്ടബിൾ ആണോ എന്ന് എനിക്കറിയില്ല, അതുപോലെ ഈ പ്രോജക്റ്റ് നിങ്ങൾക്ക് സൂട്ടബിൾ ആണോ എന്ന് എനിക്കറിയില്ല. അത് രണ്ട് കാര്യങ്ങളും വേണമല്ലോ, നിങ്ങൾ ഈ പ്രോജക്റ്റിന് സൂട്ടബിൾ ആണോ, ഈ പ്രോജക്റ്റ് നിങ്ങൾക്ക് സൂട്ടബിൾ ആണോ. അതുപോലെ തന്നെ ഇതിൽ 2-3 ഓപ്പർച്യൂണിറ്റികളുണ്ട്. ഇതിനകത്ത് ഏതാണ് നിങ്ങൾക്ക് എന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അവസാനം വരെ സ്റ്റേ ബാക്ക് ചെയ്യാന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്. കുറച്ച് എന്തെങ്കിലും കേട്ടതിന് ശേഷം മനസ്സിലായി എന്ന് പറഞ്ഞ് പോകാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമുക്ക് പോകാം. ആമുഖമായിട്ട് ഞാൻ പറയട്ടെ, ഒന്ന്, ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് സ്കീം അല്ല ആദ്യമേ. കാരണം പലപ്പോഴും നമുക്ക് ഇന്നത്തെ കാലത്ത് ആൾക്കാർ എന്തെങ്കിലും മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോഴത്തേന് എന്തായിരിക്കും എന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ആദ്യമേ ഞാൻ ഒരു കാര്യം പറയാം. ഒന്ന്, ഇത് നിങ്ങളെ ആരെ കൊണ്ടെങ്കിലും കുറച്ച് പൈസ മുടക്കിച്ച് ഉള്ള ഒരു പദ്ധതിയില്ല, ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീം അല്ല. രണ്ടാമത്തത് ക്ലിയർ അല്ലേ? ഓക്കെ. രണ്ടാമത്തത്, ഇത് പ്രൊഡക്റ്റ് സെയിൽസ് നടത്തുന്ന ഒരു പരിപാടിയല്ല, പ്രൊഡക്റ്റ് കച്ചവടം പോലത്തെ പരിപാടികളല്ല.
മൂന്നാമത് ക്യാച്ചിങ് പീപ്പിൾ, ആൾക്കാരെ പിടിക്കുന്ന പരിപാടിയല്ല. ഈ 3 കാര്യങ്ങളിൽ ക്ലിയർ ആയിരിക്കുക. ഇത് 3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവുക. ഓക്കെ. ഇനി നമ്മൾ ഇന്നത്തെ ഈ സമയം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിനെ കുറിച്ച് ഒന്ന് നോക്കിയതിന് ശേഷം നമുക്ക് കോർ സബ്ജക്റ്റിലേക്ക് വരാം. ഇന്ന് നമ്മൾ ടെക്നോളജി റെവല്യൂഷന്റെ കാലത്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ടെക്നോളജിയുടെ അതിപ്രസരമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. പണ്ടത്തെ കാലത്തുണ്ടായിരുന്നോളത്തെ ഒരു ചേഞ്ച് അല്ല ഇന്ന് മാർക്കറ്റിലുണ്ട്. പണ്ട് IT റെവല്യൂഷൻ വന്നു. ആ സമയത്തൊക്കെ നമ്മൾ എന്ത് പുതിയ കാര്യങ്ങളും നമുക്ക് അറിയാൻ മേലാത്ത കാര്യത്തിനെ പേടിയോടെ എപ്പോഴും കാണുള്ളൂ, അല്ലെ? അതിനകത്ത് അപകടം, നമുക്കൊരു ഗൂഗിൾ പേ പോലും നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പേടിയായിരുന്നു. കാരണം നമ്മുടെ അക്കൗണ്ടുമായിട്ട് ലിങ്ക്ഡ് ആണ്. പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെ അക്കൗണ്ടിലെ പൈസ മുഴുവൻ എടുത്തുകൊണ്ട് പോകും. ഇങ്ങനത്തെ ഭയം നമുക്ക് എപ്പോഴും ഉണ്ട്. എന്ത് പുതിയ കാര്യത്തിന് അപ്രോച്ച് ചെയ്യും, കാരണം തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒക്കെ ഒത്തിരി നടക്കുന്നതുകൊണ്ട് നമുക്ക് ഭയം നാച്ചുറലി ഉണ്ടാവും. കൂടുതൽ പ്രത്യേകിച്ച് നമ്മൾ ഈ മീഡിയ എല്ലാം തന്നെ എപ്പോഴും നമുക്ക് ഒരു നെഗറ്റീവ് പ്രൊപ്പഗൻഡയെ ഓൾവേസ്, കാരണം അവരെ സംബന്ധിച്ച് ന്യൂസ് വാല്യൂ നെഗറ്റീവിനാണ്, പോസിറ്റീവിന് ന്യൂസ് വാല്യൂ വളരെ കുറവാണ്. അപ്പൊ എപ്പോഴും സെൻസേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവർക്ക് ആവശ്യം. അപ്പൊ ഇതിലൊക്കെയുള്ള അവസരങ്ങൾ പല ആൾക്കാർക്കും കിട്ടാറില്ല. ഇതിനകത്തുള്ള ത്രെട്ട് നമ്മളെ കൃത്യമായിട്ട് നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പൊ ഇപ്പോഴത്തെ പണ്ടത്തെ ഒരു റെവല്യൂഷനെ പോലെയല്ല ഇപ്പോഴത്തെ റെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഭീകരമായ കുത്തൊഴുക്കാണ്. ഒരു 360 ഡിഗ്രി ഷിഫ്റ്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയാമല്ലോ, നല്ല ശതമാനം ബിസിനസ്സുകാർ സ്ട്രഗ്ലിംഗ് ആണ്. എംപ്ലോയീസ്, ഇപ്പൊ TCS ഇന്നലെ 12,000 പേരെ എംപ്ലോയീസിനെ വിട്ടു, നിങ്ങൾ റിമൂവ് ചെയ്തു. നിങ്ങൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും. TCS പോലത്തെ ടാറ്റയുടെ അവരൊക്കെ 12,000 പേരെയാണ് ഒറ്റയടി റിമൂവ് ചെയ്തത്. ഇൻഫോസിസ് ഒരു 10-15,000 പേരെ ഒഴിവാക്കിയിട്ട് 1 മാസം പോലും ആയില്ല. എംപ്ലോയ്മെന്റ് പ്രത്യേകിച്ച് പ്രൈവറ്റ് സെക്ടർ ഒട്ടും കംഫർട്ടബിൾ അല്ല. അപ്പൊ ഇപ്പോഴത്തെ ഒരു റെവല്യൂഷൻ ഒരു 90% ആൾക്കാർക്കും ത്രെട്ടാണ്, ഒരു 10% ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റിയാണ്. ഓപ്പർച്യൂണിറ്റി ആർക്കാണ്? ഇന്നത്തെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, കൊച്ചു കുട്ടികൾ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ, ലക്ഷങ്ങൾ വരുമാനം ഉള്ള കുട്ടികളും ഉണ്ട്. 50 വയസ്സിന്റെ മുകളിൽ പ്രായമുള്ള ആൾക്കാർ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനും നിവൃത്തിയില്ല നടക്കുന്നു. രണ്ടറ്റം കൂട്ടിമുട്ടുന്നില്ല. എത്ര ഓടിയിട്ട് നമ്മൾ ഈ സ്വപ്നത്തിലൊക്കെ ഓടുന്ന പോലെ, ആന കുത്താൻ വരുമ്പോൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓടുന്ന പോലെ ഓടിയിട്ട് എത്തുന്നില്ലാത്ത അവസ്ഥയിലാണ് 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ. അതേ സ്ഥാനത്ത് കൊച്ചു കുട്ടികൾ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു, വൈറലാകുന്നു, ലക്ഷക്കണക്കിന് രൂപ വരുമാനം മേടിക്കുന്നുണ്ട്. എവിടെയാണ് ഇതിനകത്തെ പ്രശ്നം? ഇത് വീടുകളിലും ഈ യന്ത്രം തന്നെയുണ്ട്. വീടുകളിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ ഉള്ളത് അവിടുത്തെ ഏറ്റവും കൊച്ചു പയ്യൻ്റെ അടുത്താണ്. അപ്പോൾ പ്രായമുള്ളവർക്ക് ഒരു വാല്യൂ ഇല്ലാതെ, എക്സ്പീരിയൻസിന് വാല്യൂ ഇല്ലാതെ വന്നു. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇൻഫർമേഷൻ ഇല്ല, ഇൻഫർമേഷൻ ഉള്ളവന് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും അവന്റെ വിരൽത്തുമ്പിലാണ് ഇൻഫർമേഷൻ, അവനാണ് അവിടുത്തെ രാജാവ്. ഇതാണ് പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആർക്കാണ് ഓപ്പർച്യൂണിറ്റി? ടെക്നോളജി അറിയാവുന്ന, ടെക്നോളജിയിലേക്ക് വന്നിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കരമായ ഓപ്പർച്യൂണിറ്റിയും, ടെക്നോളജിയിലേക്ക് വരാത്ത ആൾക്കാർ, വിമുഖത കാണിക്കുന്നവർക്ക് ഭീകരമായ ത്രെട്ടുമാണ്. ഇനി ഇവിടെ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഒരു 30 to 40% ജോലികൾ, സ്കില്ലുകൾ വിലയില്ലാതെ വരികയാണ്, അല്ലെ ആൾക്കാർക്ക് അതിന് പ്രയോജനം ഇല്ലാതെ വരിക എന്നാണ് പറയുന്നത്. 2030-35 സമയമൊക്കെ ആകുന്നതോടുകൂടി ഇവിടെ ഒരു 30 മുതൽ 40% തൊഴിലുകൾ, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലുകൾ ഇല്ലാതെ വരും. അതിൻ്റെ അർത്ഥം ഇവിടെ എല്ലാവരും പട്ടിണിയാവുന്നല്ല, പുതിയ അവസരങ്ങൾ ഉണ്ടാവും. പക്ഷെ ആ പുതിയ തൊഴിലവസരങ്ങൾക്ക് നമ്മൾ തയ്യാറാണോ? നമ്മൾ അതിനേക്ക് പുതിയ സ്കില്ലുകൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ? ഈ ഒരു സാഹചര്യത്തിൽ ഒരേ ഒരു സാധ്യത എന്ന് പറയുന്നത്, ഈ ഒരു പ്രതിസന്ധി അതിജീവിക്കാനുള്ള ഒരേ ഒരു സാധ്യത എന്ന് പറയുന്നത് പുതിയ സ്കില്ലുകൾ പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. പുതിയ സ്കില്ല്, കാലഘട്ടത്തിന് ഫ്യൂച്ചറിലേക്കുള്ള സ്കില്ലുകൾ, ഹൈ ഇൻകം സ്കില്ലുകൾ നമ്മൾ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു സാഹചര്യത്തിലെ ഒരേ ഒരു സൊല്യൂഷൻ. ഇപ്പൊ ഇന്നൊരു ഇൻകം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പോപ്പുലേഷന്റെ 60% ആൾക്കാരും 35 വയസ്സിൽ താഴെയാണ്. അതായത് 140 കോടി എന്നാണ് നേരത്തെ എടുത്തിട്ടുള്ള കണക്ക്. ഇപ്പോൾ ഒരു 150 കോടിയെങ്കിലും ആയിട്ടുണ്ടാവും. 150 കോടി ജനത്തിനകത്ത് 60% എന്ന് പറഞ്ഞാൽ എത്രയായി? 90 കോടി ആൾക്കാരും 35 വയസ്സിൽ താഴെയാണ്. 50% ആൾക്കാർ, അതായത് ഏകദേശം ഒരു 75 കോടി ആൾക്കാരും 25 വയസ്സിൽ താഴെയാണ്. ഇതാണ് ഇന്ത്യ സൂപ്പർ പവർ ആവുമെന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യ ഡെവലപ്ഡ് കൺട്രി ആവുന്നു, സൂപ്പർ പവർ ആവുന്നൊക്കെ പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ യങ് പോപ്പുലേഷനാണ്. ഈ യങ് പോപ്പുലേഷൻ വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇന്നത്തെ സീനിയർ എന്ന് പറയാവുന്ന ആൾക്കാരും ഇവരും തമ്മിൽ ഭീകരമായ ഒരു ഗ്യാപ്പാണ്. അതായത് വീടുകളിൽ പോലും നമ്മൾ ശ്രദ്ധിച്ചറിയാം, ചെറുപ്പക്കാരായിട്ടുള്ളവർ, പ്രായമുള്ളവരോട് സംസാരിക്കാൻ പോലും കൂട്ടും. അവരുടെ അടുത്ത് ഒരു പ്രായമുള്ളവരൊക്കെ വളരെ പേടിച്ച് അവർ ഫോണും കൊണ്ട് വന്നിടം, മോനെ ഇതൊന്നും നോക്കിക്കെന്ന് പറഞ്ഞു ദേഷ്യത്തില. ഞാൻ ഇത് എത്ര പ്രാവശ്യം പറഞ്ഞതെന്നാണ്. ആ പയ്യനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ നിസ്സാരം, ഇതെന്നാ മനസ്സിലാക്കാതെ, ഇവർക്ക് തന്നെ ഒരു ബുദ്ധിയില്ലെന്ന് ചിന്തിച്ചു പോകും. അപ്പൊ ഇതാണ് പല വീടുകളിലെ അവസ്ഥ. വീടുകളിൽ നമ്മളിന്ന് തൊഴിൽ മേഖലയിൽ നോക്കുകയാണെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു 40-45 വയസ്സ് കഴിഞ്ഞാൽ ഒരു 25 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക്, പണ്ടൊക്കെ ഒരു 25 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ഒരു കമ്പനിയിൽ ഇന്റർവ്യൂവിന് ചെന്നുകൊണ്ടിരുന്നത് കാലും കയറ്റിയിട്ട് എനിക്ക് I have 25 years of experience ഒക്കെ പറഞ്ഞാൽ ചെന്നുകൊണ്ടിരുന്നെങ്കിൽ, ഇപ്പൊ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ചോദിക്കുന്നത് എനിക്ക് 50 വയസ്സ് കഴിഞ്ഞു, ഞാൻ ബയോഡേറ്റ അയച്ചിട്ട് കാര്യമുണ്ടോ?
എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. കാരണം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയുന്നത് ഇന്ന് പോസിറ്റീവിനേക്കാൾ നെഗറ്റീവായിട്ട് മാറിക്കഴിഞ്ഞു. ഇന്ന് പല കമ്പനികൾക്കും യങ്സ്റ്റേഴ്സ് പുതിയ ആൾക്കാരെ മതി, അവരെ എടുത്ത് ഗ്രൂം ചെയ്യുന്ന ഇന്ന് പല തൊഴിലുകളും നമ്മുടെ കോളേജുകളിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പല സബ്ജക്റ്റും ഔട്ട്ഡേറ്റഡ് ആയി കഴിഞ്ഞു. കോളേജിലൊക്കെ ഇന്ന് ആൾക്കാർ പല പേരൻസും കുട്ടികളെ അഡ്വൈസ് ചെയ്യുന്നത് ഇത് പഠിക്കാൻ വിടാനായിട്ടാണ്. അവിടെ പോയി പഠിച്ചിറങ്ങുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർ പഠിച്ച സിലബസിൽ ഉണ്ടായിരുന്ന സബ്ജക്റ്റ് പഴയ കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇവിടെ മാർക്കറ്റ് അതിനേക്കാളൊക്കെ വളരെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു. ഇപ്പൊ പല വലിയ സിറ്റികളിലൊക്കെ HR കൺസൾട്ടൻസ് അവര് ഈ ബിടെക്കും എംടെക്കും MBA ഒക്കെ കഴിഞ്ഞ കുട്ടികളെ എടുത്തിട്ട് 6 മാസം ട്രെയിനിങ് കൊടുത്തിട്ട് ഇൻഡസ്ട്രി റെഡിയാക്കി കൊടുക്കുന്നവരുണ്ട്. എങ്കിൽ മാത്രമേ അവർക്ക് ജോലി കിട്ടുള്ളൂ. അത് നിലവിലെ കോഴ്സ് പഠിച്ചുകൊണ്ട് ആ സ്കില്ലിന് ഇവിടെ വിലയില്ലാതെ, ആ സ്കില്ല് ഇവിടെ ആവശ്യമില്ല, അത് കഴിഞ്ഞു. അതൊക്കെ പഴയ കാര്യങ്ങളാണ് കോളേജിലും സ്കൂളിലും പല സ്ഥലങ്ങളിലും പഠിക്കുന്നത്. അപ്പൊ ഈ ഒരു ലെവലിലേക്കാണ് ഇന്ന് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആ സമയത്ത് എംപ്ലോയ്മെന്റ് വാസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ഏജ്. എംപ്ലോയ്മെന്റിന് ജോലിക്ക് പോകാനായിരുന്നു പലപ്പോഴും നമ്മളോട് പേരൻസ് ഒക്കെ അഡ്വൈസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളോടൊക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, സ്റ്റാർട്ടപ്പ് കമ്പനികളൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് കുറച്ചെങ്കിലും ഇമേജ് വ്യത്യാസം വന്നത്. എന്റർപ്രണർഷിപ്പ് ഈസ് ദ ഓപ്പർച്യൂണിറ്റി ഫോർ ദ ഇൻഫർമേഷൻ ഏജ്. ഇൻഫർമേഷൻ ഏജിലെ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്റർപ്രണർഷിപ്പാണ്. എന്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ സംരംഭനാകുക എന്നുള്ളതാണ് ഈ ഒരു കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എംപ്ലോയ്മെന്റ് ജോലി കിട്ടുകയല്ലെന്നല്ല, ജോലി ഇനി ഒരു കംഫർട്ടബിൾ ആയിരിക്കില്ല. കംഫർട്ടബിൾ ആയിട്ടുള്ള അന്തരീക്ഷത്തിൽ ഇനി ജോലി ചെയ്യാൻ ഒരു പ്രൈവറ്റ് സെക്ടറിൽ ഒരിക്കലും സാധിക്കില്ല എന്നർത്ഥം. ഓക്കെ, ഹയർ ലെവലിലേക്ക് ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ തലയുടെ മുകളിൽ കൂടെ പുക പറക്കുന്ന ലെവലിലുള്ള ജോലികൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഭാവിയിൽ. ഒരിക്കലും അതുകൊണ്ട് ഒരു ലൈഫിന് ക്വാളിറ്റി ഉണ്ടാക്കാൻ പറ്റില്ല. ചിലപ്പോൾ പൈസ കാണുമായിരിക്കും, ലൈഫിന് ക്വാളിറ്റി കിട്ടും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇന്ന് ഇൻഫർമേഷൻ ഏജും കഴിഞ്ഞ് അടുത്തൊരു പടിയിലേക്ക് എത്തി എന്നാണ് പറയുന്നത്. അത് കൊഗ്നേറ്റീവ് ഏജ് എന്നാണ് അതിനെ പറയുന്നത്. കൊഗ്നേറ്റീവ് ഏജ് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ഓവർലോഡ്. അതായത് നമുക്ക് ആവശ്യത്തിലധികം ഇൻഫർമേഷൻ, അതായത് മൊബൈൽ തുറക്കാൻ മേല, അന്നേരം അവിടുന്ന് ഇതിനകത്ത് ഏതാണ് ജെന്യൂൻ ഏതാണ് അല്ലാത്തതെന്ന് നമുക്ക് അറിയാൻ മേല. നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വന്നതിന് ശേഷം ഇന്ന് നമ്മളൊരു ഫോൺ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ മേല. ചുമ്മാ ഫോൺ ഉപയോഗിക്കാതെ ടേബിളെ വെച്ചിട്ട് നിങ്ങൾ ആ റൂമിലിരുന്ന് സംസാരിച്ചതിന് ശേഷം ആ ഫോണൊന്ന് എടുത്ത് നോക്കൂ. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട പരസ്യം കാണാൻ പറ്റും ഫോണിൽ. ഇത് നമ്മൾ കാറിൽ പോകുന്ന സമയത്ത് പോക്കറ്റിലായിരിക്കും ഫോൺ കിടക്കുന്നത്. നമ്മൾ കാറിൽ ഇരിക്കുന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കുന്ന കുറച്ച് കഴിയുമ്പോഴത്തേന് ഈ ഫോൺ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഈ ഫോൺ എടുത്ത് നോക്കുകയാണെങ്കിൽ അതേ കാര്യം അഡ്വർടൈസ്മെന്റ് കാണാൻ പറ്റും. ഈ ലെവലിലേക്കുള്ളതാണ് AI. ഇപ്പൊ AI ഒക്കെ പുതിയ ഇത് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ റിസർച്ചിന് AI കൊണ്ട് തന്നെയാണ് അതിന്റെ റിസർച്ച് ചെയ്യിക്കുന്നതൊക്കെയാണ് പറയുന്നത്. അതായത് മരണം പോലും ഇനി ഓപ്ഷണലാണ്, അല്ലെ നമുക്ക് തീരുമാനിക്കാമെന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. നിങ്ങൾ എത്ര പേര് ചിലപ്പോൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അമേരിക്കയിൽ ഒരു ഫാമിലി, ഒരു ഹസ്ബൻഡും വൈഫും, അവർ ഡിക്ലെയർ ചെയ്തു ഞങ്ങൾ 150 വയസ്സ് വരെ ജീവിക്കാൻ പോവാന്ന്. 150 വയസ്സ് വരെ അവർ ജീവിക്കാൻ പോവാന്ന് അവർ ഡിക്ലെയർ ചെയ്തു. അതായത് ഇനിയുള്ള കാലത്ത് മരിക്കണോ വേണ്ടോ അല്ല എപ്പം മരിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാന്നുള്ള ലെവലിലേക്കും മറ്റുമാണ്. ഒരു ഭീകരതയാണ് AI ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ആർക്കും ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അവയവങ്ങൾ പോലും, ചിലപ്പോൾ മനുഷ്യന്റെ ഓർഗൻസ് പോലും AI വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ലെവലിലേക്കൊക്കെയാണ് ഇത് പോകുന്നതെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ഇപ്പൊ ഇതുവരെ മൊബൈലിൽ ഒരു കാര്യം അന്വേഷിക്കണേ നമ്മൾ സെർച്ച് ചെയ്യണമായിരുന്നു കാണണമെങ്കിൽ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു കാര്യം ചിന്തിച്ചാൽ അന്നേരം മൊബൈലിൽ കൂടെ കാണിക്കാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചാണ് അടുത്ത റിസർച്ച് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെയാണ് പറയുന്നത്. അപ്പൊ അത്രയും ഭീകരമായ മാറ്റം നടക്കുന്നതിനിടയിൽ നമ്മൾ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ ഈ ഒരു ഫേസിനകത്ത് നമ്മൾ കാണുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. അതായത് ഇന്ന് പണ്ടത്തെ ഉണ്ടായിരുന്ന റെവല്യൂഷൻ പോലെയല്ല, സമസ്ത മേഖലയിലും AI ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് സമസ്ത മേഖലയും കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ കോവിഡ് അതിന് കുറച്ചുകൂടെ ആക്സിലറേറ്റ് ചെയ്തു. അതായത് ഒരുപക്ഷെ 2035 2040 നടക്കേണ്ട ആ മാറ്റം ഇപ്പൊ തന്നെ 2025 തന്നെ വന്നു കഴിഞ്ഞു. എല്ലാ മേഖലയും സമസ്ത മേഖലയും കീഴ്പ്പെടുത്തി കഴിഞ്ഞു. റീറ്റെയിൽ സെഗ്മെന്റ്, ഹെൽത്ത് കെയർ, ലോജിസ്റ്റിക്സ്. ഹെൽത്ത് കെയറിലൊക്കെ ഇനി പുതിയ വരുന്ന കാര്യം, നിങ്ങൾക്ക് ഇനിയിപ്പോ അസുഖങ്ങളൊക്കെ വരാനായിട്ട് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രോഗം വന്നതിന് ശേഷമാണ് ഒരാൾ ആദ്യം ഒരു ഡോക്ടറുടെ മുമ്പിൽ ചെല്ലുന്നത്. ഹെൽത്ത് കെയറിലൊക്കെ ഇനി വരാൻ പോകുന്ന വലിയൊരു മാറ്റം സ്മാർട്ട് ടോയ്ലറ്റുകൾ ഓൾറെഡി പല സ്ഥലത്തും വന്നു കഴിഞ്ഞു. മെട്രോ സിറ്റികളിലൊക്കെ വന്നു കഴിഞ്ഞു. സ്മാർട്ട് ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാത്റൂമിൽ പോകുന്ന സമയത്ത് നമ്മളുടെ ബാത്റൂം പോയതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ യൂറിനും സ്റ്റൂളും ഒക്കെ ടെസ്റ്റ് ചെയ്യപ്പെടും. അവിടെ വെച്ച് തന്നെ ക്ലോസറ്റ് ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് അന്നേരം റിപ്പോർട്ട്, അതായത് നമുക്ക് ഡയബറ്റിക് എത്ര ഇതിലാണ് നിൽക്കുന്നത് എല്ലാം അന്നേരം അതിന് ഡീറ്റെയിൽ കിട്ടും. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെക്കപ്പ് നടത്തണം, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന റിസ്ക് ഉണ്ടെന്നും പറഞ്ഞ് ഇതുപോലത്തെ ലെവലിലേക്കുള്ള മാറ്റങ്ങളൊക്കെയാണ് വരുന്നത്. കംപ്ലീറ്റ് നമ്മൾ വേറൊരു ലോകത്തായിരിക്കും. അപ്പോൾ ഹെൽത്ത് കെയറിൽ ഈ നാനോ റോബോട്ടുകൾ, നമ്മുടെ ശരീരത്തിനകത്ത് കയറി റിപ്പയർ ചെയ്യുന്ന നാനോ റോബോട്ടുകൾ, ഇതുപോലത്തെ കാര്യങ്ങൾ എല്ലാ മേഖലയിലും കംപ്ലീറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ സമയത്താണ് ഹ്യൂമൻ ഇന്റർവെൻഷൻ വളരെ കുറച്ച് ഏരിയയിൽ മാത്രമേ ആവശ്യമുള്ളൂ. അതായത് മനുഷ്യന്റെ ഇൻവോൾവ്മെന്റ് വേണ്ടി വരുന്നു, കുറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള അർത്ഥം. ഇവിടെയാണ് ടോക്കണൈസേഷൻ, ലാൻഡിന്റെ ടോക്കണൈസേഷൻ അടുത്ത ഏറ്റവും വലിയ വിപ്ലവമാകാൻ പോകുന്നത്. ഇപ്പോൾ ഓൾറെഡി ഗുജറാത്തിലൊക്കെ
ഗിഫ്റ്റ് സിറ്റി എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തൊക്കെ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ഒരു പോർഷൻ നമുക്ക് വാങ്ങാം. പണ്ട് നമ്മൾ സ്ഥലം വാങ്ങണമെങ്കിൽ ഒരു 10 സെന്റ് അല്ലെ 1/2 ഏക്കർ അല്ലെ 1 ഏക്കറായിട്ടേ വാങ്ങാവുള്ളായിരുന്നെങ്കിൽ ഇന്ന് അതിൻ്റെ ഒരു ഡിജിറ്റൽ അസറ്റായിട്ട് അതിൻ്റെ ഒരു പോർഷൻ മാത്രം നമുക്ക് ഓൺ ചെയ്യാൻ പറ്റും. ആ ലാൻഡിന് വില കൂടുമ്പോൾ നമ്മുടെ ഈ അസറ്റിന് വില കൂടും, അത് മാത്രം നമുക്ക് വിൽക്കാൻ പറ്റും. ഈ ലെവലിലേക്കുള്ള കാര്യങ്ങളെല്ലാം ഇതിലേക്കും മാറുവാണ് കംപ്ലീറ്റ് ആയിട്ട്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും 3D പ്രിന്റിങ്ങിനെ കുറിച്ച്. 3D പ്രിന്റിങ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയെ ഉടച്ചു വാർക്കുമെന്നാണ് പറയുന്നത്. അതായത് പണ്ടെന്ന് ഞാൻ പറയുന്നതിന്റെ കാര്യം ഓൾറെഡി ഇവിടെ തുടങ്ങി കഴിഞ്ഞു. അതായത് ഒരു വീടൊക്കെ സാധാരണ പണിയാൻ ഒരു കോൺട്രാക്ടർ 1 വർഷം 1.5 വർഷം എടുക്കുമായിരുന്നു. എന്നാൽ 3D പ്രിന്റിങ്ങിലൂടെ ഒരു വീട് പണിയാനൊക്കെ ഒരാഴ്ച മതി. കേരളത്തിൽ ആദ്യത്തെ പോസ്റ്റ് ഓഫീസൊക്കെ പണിത് കഴിഞ്ഞു 7 ദിവസം കൊണ്ട്. അപ്പൊ ഇതുപോലത്തെ മാറ്റങ്ങളാണ് ഇന്ന് മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തൊക്കെ ഓപ്പർച്യൂണിറ്റി ത്രെട്ട് കൊണ്ട് നമ്മൾ ഓപ്പർച്യൂണിറ്റി സൈഡിലേക്ക് വരണമെങ്കിൽ ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള ഓപ്പർച്യൂണിറ്റികൾ വന്നാൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞ് പല ആൾക്കാരും നിങ്ങളെയൊക്കെ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട 6 പാരാമീറ്റേഴ്സ് ആണ് ഞാൻ പറയുന്നത്. ഈ 6 പാരാമീറ്റേഴ്സും ചെക്ക് ചെയ്യാതെ ആരെങ്കിലും പറയുന്ന പോലെ ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റിയുടെ കൂടെ നമ്മൾ പോയാൽ ഒരുപക്ഷെ നമ്മുടെ സമയം പോവും, പൈസ പോവും, നമ്മുടെ ക്രെഡിബിലിറ്റിയും പോവും, നമ്മുടെ ഫേസ് വാല്യൂ നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് ഈ 6 കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊരു എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, എന്ത് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചെക്ക് ചെയ്യേണ്ടത്. ഒന്ന് കമ്പനി ജെന്യൂൻ ആയിട്ടുള്ള കമ്പനിയാണോ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത് പ്രോഡക്റ്റ് ഒരു ഫ്യൂച്ചറുള്ള സാധനമാണോ, ഇന്നത്തെ കാലഘട്ടത്തിന് യോജിച്ച ഒരു പ്രോഡക്റ്റ് ആണോ. മൂന്നാമത്തെ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണോ, ലോങ് ടൈം പ്ലേയേഴ്സ് ആണോ, അതോ ഷോർട്ട് ടൈം പ്ലേയേഴ്സ് ആണോ. ഇഷ്ടംപോലെ സ്കീമുകളും സ്കാമുകളും മാർക്കറ്റിൽ ഇഷ്ടംപോലെ ഉണ്ട്. 3 മാസം കൊണ്ട് കോടീശ്വരനാകുന്ന തരത്തിലുള്ള സ്കാമുകളും സാധനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ആ സമയത്ത് ഇത് വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ലോങ് ടൈം പ്ലേയേഴ്സ് ആണോ ഇതിനകത്തുള്ളത്. നാലാമത്തെ ഇതിനകത്തുള്ള ഇൻഡസ്ട്രി, ഈ ഏതൊക്കെ ഇൻഡസ്ട്രിയാണ്, ഫ്യൂച്ചറുള്ള ഇൻഡസ്ട്രി ആണോ നമുക്ക് ഇതിനകത്ത് ഭാഗമാകാൻ പറ്റുന്നത്. അടുത്ത കോമ്പറ്റീഷനുള്ള ഏത് തരത്തിലുള്ള കോമ്പറ്റീഷൻ അതിനുണ്ട്. അടുത്തത് എക്സിറ്റ് പ്ലാൻ. പല വലിയ ബിസിനസ്സുകാരൊക്കെ ചിന്തിക്കുന്നത് ബിസിനസ് തുടങ്ങാനാണ് എളുപ്പം. പല വലിയ ബിസിനസ്സും തുടങ്ങാനാണ് എളുപ്പം, നിർത്താനാണ് ബുദ്ധിമുട്ട്. ഇന്നും തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ എനിക്ക് ധാരാളം ബിസിനസ്സുകാരെ അറിയാം. മുമ്പോട്ടും മേലെ പുറകോട്ടും പോലെ കിടക്കുന്ന ആൾക്കാർ. മുമ്പോട്ട് പോകണേ ഇനിയും ലക്ഷങ്ങളും കോടികളും വേണം. പുറകോട്ട് ഇറങ്ങണേ ഭയങ്കര ലോസ് വരും, ഭീകര ലോസ് വരും. ഒരുപക്ഷെ അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. മുമ്പോട്ട് പോകണമെങ്കിൽ വീണ്ടും ഇഷ്ടം പോലെ പൈസ വേണം. ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പൊ എക്സിറ്റ് നമുക്ക് നിർത്തണം എന്ന് വെച്ചാൽ പറ്റും. ഈ 6 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആയിട്ട് ചെക്ക് ചെയ്യേണ്ടത്. ഈ 6 പാരാമീറ്റേഴ്സും നോക്കിയിട്ട് ഈ 6 കാര്യങ്ങളിലും നമുക്ക് ഒരു ഡിസ്റ്റിങ്ഷൻ മാർക്ക് കൊടുക്കാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. അതുകൊണ്ടാണ് ഞാനിത് സീരിയസ് ആയിട്ട് ടേക്കപ്പ് ചെയ്യാനുള്ള പ്രധാന കാരണം. ഓക്കെ, ഇത് മാക്ലൻ എന്ന് പറഞ്ഞൊരു കമ്പനിയെ കുറിച്ച് പറയാം. മാക്ലൻ എന്ന് പറഞ്ഞ കമ്പനി 2023 തുടങ്ങിയ ഒരു സ്റ്റാർട്ടപ്പ് ഫേമാണ്. അതിന്റെ ബാക്ക് എൻഡ് ഓപ്പറേഷൻ 2023 UK ബേസ്ഡ് കമ്പനിയാണ്. അതിന്റെ ഒരു സോഫ്റ്റ് ലോഞ്ച് കഴിഞ്ഞ കഴിഞ്ഞ 2024 ഡിസംബറിലാണ് ഇതിന്റെ സോഫ്റ്റ് ലോഞ്ച് കഴിഞ്ഞത്. ഇതിന്റെ ഒഫീഷ്യൽ ലോഞ്ച് 2025 ഏപ്രിൽ കഴിഞ്ഞതേ ഉള്ളൂ. വളരെ യങ് ആയിട്ടുള്ള വളരെ വൈബ്രന്റ് ആയിട്ടൊരു കമ്പനിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പണ്ടത്തെ കാലത്ത് ഒരു പഴയ കമ്പനിയാണ്, ഒരു 40 വർഷം പഴക്കമുള്ള ഒരു കമ്പനിയാന്ന് പറഞ്ഞത് ഭയങ്കര ഒരു ഗമയായിരുന്നു, അല്ലെങ്കിൽ അതായിരുന്നു ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് അതൊക്കെ നെഗറ്റീവായി മാറി. എത്ര പെട്ടെന്ന് ആ സിറ്റുവേഷൻ മാറി എന്ന് ആലോചിച്ച് നോക്കി. പണ്ടൊക്കെ ഒരു കമ്പനിയുടെ CEO എന്ന് പറഞ്ഞാൽ ഒരു മുടി നരച്ച ഒരാളെ CEO ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വളർന്നിരിക്കുന്ന കഴിഞ്ഞ ഒരു 5 മുതൽ 10 വർഷത്തിൽ ഏറ്റവും കൂടുതൽ വളർന്നിരിക്കുന്ന കമ്പനികളെല്ലാം കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടാക്കിയ കമ്പനികളാണ്. അവരുടെ കമ്പനിയുടെ CEOമാരൊക്കെ 20 വയസ്സ് 21 വയസ്സൊക്കെ ഉള്ള ആൾക്കാരാണ്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും, സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടികൾ ഈ റീസെന്റ് ആയിട്ട് 50 കോടിയുടെ കമ്പനി ഉണ്ടാക്കി. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ 13 വയസ്സുള്ള പയ്യൻ 100 കോടിയുടെ കമ്പനി ഉണ്ടാക്കുന്നു. ഇതൊക്കെയാണ് ഇന്ന് കാണുന്ന കാഴ്ചകൾ. പഴയ സാധനങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും എളുപ്പമായിട്ട് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് പറയാം. നമ്മൾ പബ്ലിക് കൂടുതൽ ആൾക്കാരും ബന്ധപ്പെടുന്ന സ്ഥലങ്ങളാണ് ബാങ്കുകളൊക്കെ. നിങ്ങൾ ഇന്നൊരു ന്യൂ ജനറേഷൻ ബാങ്കിന്റെ സൈഡിൽ പോയി മഴ നനയാതെ കയറി നോക്ക്. അന്നേരം അകത്തുനിന്ന് ഒരാൾ വന്ന് ഫോൺ നമ്പർ എഴുതി മേടിക്കും. പിറ്റേ ദിവസം അവരെ ഫോൺ ചെയ്യും, സാർ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും, ഞങ്ങൾ വീട്ടിലേക്ക് വരാം, വീട്ടിൽ വന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പുറകെ നിൽക്കുമ്പോൾ, അല്ലെ അതുപോലെ എന്ത് സർവീസിനും ലോൺ ആണ് വീട്ടിൽ വന്നത്. മറ്റ് സാധാരണ പഴയ തരത്തിലുള്ള സ്ഥലങ്ങൾ എങ്ങനെയാണ്, നമ്മൾ അവരുടെ സ്റ്റാഫിന്റെ വീട്ടിൽ ചിലപ്പോൾ പോയാൽ പോലും ചിലപ്പോൾ നടക്കുകയില്ല. അപ്പൊ ഇങ്ങനെയുള്ള പഴയ സ്റ്റാഫിനെ വെച്ചും പഴയ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്കും ഇന്നത്തെ പുതിയ കമ്പനികൾ കോമ്പറ്റ് ചെയ്യാൻ പറ്റില്ല, ഈ സ്പീഡ് മാച്ച് ചെയ്യാൻ പറ്റില്ല. ഇതുകൊണ്ടാണ് പല വലിയ കമ്പനികൾ, ലോകോത്തര കമ്പനികൾ ഇതിനകത്ത് പൂട്ടി പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് മാറ്റം അതാണ്. അപ്പൊ ഒരു യങ് കമ്പനി, ഈ കമ്പനി ഡീൽ ചെയ്യുന്ന പ്രോഡക്റ്റ് ഏറ്റവും പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞു ഇന്നത്തെ മാറ്റത്തിനകത്ത് ഏറ്റവും വലിയൊരു മാറ്റം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കറൻസിയുടെ കാര്യത്തിലാണ്. അതായത് എക്കണോമി, ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു എക്കണോമി ഒരു സെൻട്രലൈസ്ഡ് എക്കണോമി ആയിരുന്നു. അതായത്
ഒരു IT ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ ഒരു RBIയിൽ ഇരിക്കുന്ന ഒരാൾ ഒരു ബട്ടൺ ഞെക്കിയിട്ടുണ്ടെങ്കിൽ ഒരാളുടെ അസറ്റ് എത്രയുണ്ട്, എവിടെയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാമായിരുന്നെങ്കിൽ ഇനി മാറുവാണ് കാര്യങ്ങൾ. ഇനി ഒരു ഡീസെൻട്രലൈസ്ഡ് എക്കണോമിയാണ് ഇനി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളോട് പോലും ഡിസ്ക്ലോസ് ചെയ്യാതെ ഒരാൾക്ക് എത്ര കോടി രൂപയുടെ അസറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആരോടും ഡിസ്ക്ലോസ് ചെയ്യാതെ ഒരാൾക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇതിനെയാണ് ഡീസെൻട്രലൈസ്ഡ് എക്കണോമി എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് പഠിക്കേണ്ടത്. ക്രിപ്റ്റോ കറൻസി എന്ന് പറയുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന എനിക്കറിയാം ഇന്നൊരുത്തൻ അവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള, അതാ ഞാൻ നേരത്തെ പറഞ്ഞു ധാരാളം സ്കാമുകൾ നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ഒരു 99% ആൾക്കാർക്ക് ഇതിനകത്ത് ക്ലാരിറ്റി ഇല്ല. എന്താണ് ക്രിപ്റ്റോ കറൻസി എന്ന് അതിന്റെ ഫ്യൂച്ചർ എന്താണെന്ന് പലർക്കും അറിയില്ല. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് 39 ലക്ഷത്തോളം ക്രിപ്റ്റോ കറൻസീസ് ഉണ്ട്. ഇതിനകത്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ടത് ആ കൂടി 2000 എണ്ണം മാത്രമാണ്. അതിനകത്ത് അപ്പൊ നമ്മൾ ആരെങ്കിലും എവിടെയെങ്കിലും പോയി ഏതെങ്കിലും ഒരു ക്രിപ്റ്റോ കറൻസിയിൽ എന്തെങ്കിലും ആരെങ്കിലും പറയുന്നതായിട്ട് ഇൻവെസ്റ്റ് ചെയ്തെന്ന് വെച്ചോ, അത് കാശ് കിട്ടിയില്ലെന്ന് വെച്ചോ, ഇതിനൊന്നും ക്രിപ്റ്റോ കറൻസി ആയിട്ട് ഒരു ബന്ധവുമില്ല. ആർക്ക് വേണമെങ്കിലും തുടങ്ങാം, നമുക്കും വേണേൽ ഇറക്കാം കോയിൻ. വാങ്ങാൻ ആൾ വേണമെന്ന് മാത്രം. അല്ലാത്തവരൊക്കെ ആരെങ്കിലും കൊണ്ട് പറയുവാണ് ഇതിപ്പം നമ്മൾ ബിറ്റ് കോയിൻ 2010 ഇപ്പൊ നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്ന പല ആൾക്കാരെ സംബന്ധിച്ച് നമ്മൾ വെറുതെ ചെലവാക്കിയ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 100 കണക്കിന് കോടി രൂപയുടെ അസറ്റ് ഉണ്ടാക്കാൻ പറ്റിയാണ്. നമ്മൾ 2010 കുറച്ച് ബിറ്റ് കോയിൻ വാങ്ങാൻ സാധിച്ചിരുന്നെങ്കിൽ, ചെറിയ എമൗണ്ടിന് വാങ്ങാൻ സാധിച്ചിരുന്നെങ്കിൽ. അതിനെക്കുറിച്ചൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇതിന് ശേഷം കേൾക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെയാണ് ഞങ്ങളെന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊന്നും ക്രിപ്റ്റോ എന്ന് ഒരിക്കലും തെറ്റിദ്ധരിച്ചു പോകരുത്. അല്ലെ 3 മാസം ഞങ്ങളുടെ പൈസ തന്നാൽ ഇരട്ടിപ്പിച്ച് തരാമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഈ നോട്ട് ഇരട്ടിപ്പ് പരിപാടിയാണ് ക്രിപ്റ്റോ എന്ന് വിചാരിച്ചിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. ഇതൊന്നും അല്ല, ഒരു വലിയ സബ്ജക്റ്റ് ആണ്. ഇന്ന് കോളേജുകളിലൊക്കെ ഇന്ന് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അനന്ത സാധ്യത, വലിയ ഫ്യൂച്ചറുള്ള കാര്യങ്ങളാണ്. ഇന്ന് ലോകത്തെ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് അമേരിക്ക പോലത്തെ രാജ്യത്ത് ഒക്കെ ഇതിന്റെ എലോൺ മസ്കും ഒക്കെ ഇവർക്ക് ക്രിപ്റ്റോ അല്ല, കാരണം അവരൊക്കെ ഫ്യൂച്ചറുള്ള ബിസിനസ്സിലാണല്ലോ സ്വാഭാവികമായിട്ട് നിൽക്കുക. ഈ ട്രംപിന്റെ ഒക്കെ തന്നെ മോൻ തന്നെ ഈ അടുത്ത കാലത്ത് വാറിന്റെ സമയത്ത് തന്നെ 40 മില്യൺ ആണ് ക്രിപ്റ്റോയിലൂടെ ഉണ്ടാക്കിയ ഇൻകം. അപ്പൊ ഇതൊക്കെ ലോകത്തെ വലിയ വമ്പന്മാരൊക്കെ പല ആൾക്കാരും ഇതിലേക്ക് വരുന്നു. അതിന്റെ അർത്ഥം ഇതാണ് ട്രെൻഡ് എന്നുള്ളതാണ്. മാത്രമല്ല ഇനിയിപ്പോ ഇവിടുത്തെ ട്രെൻഡ് നോക്കുവാണെങ്കിൽ വയർ ഫ്രീ ഇന്റർനെറ്റ് ഇപ്പം എലോൺ മസ്കിന്റെ കമ്പനിയൊക്കെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ റിലയൻസ് അത് തന്നെ കൊടുക്കാൻ പോവാണ്. അതായത് കറണ്ട് കണക്ഷൻ പോലും ഇല്ലെങ്കിൽ പോലും ഇന്റർനെറ്റ് എല്ലാവർക്കും ഉണ്ടാവും. ഇതാണ് ഭാവിയുടെ ബിസിനസ് എന്നൊക്കെ എല്ലാവർക്കും തന്നെ ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഈ മാക്ലാൻ എന്ന് പറഞ്ഞ കമ്പനി ചെയ്യുന്നത് ക്രിപ്റ്റോ കറൻസിയെ കുറിച്ചും ഫോറക്സിനെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. കൃത്യമായി ഒരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ആണെന്ന് പറയാം. 49 മൊഡ്യൂൾ ക്രിപ്റ്റോയുടെ 49 മൊഡ്യൂൾ ഫോറക്സിന്റെ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് നമ്മൾ വാങ്ങിയാൽ നമുക്ക് ഇതിനകത്ത് ഒരു ഗെയിമിഫിക്കേഷനിലൂടെ ഇത് പഠിപ്പിച്ചു കൊടുക്കുക. ഒരു മൊബൈൽ ഗെയിം കളിക്കുന്നതുകൊണ്ട് നമുക്കിത് പഠിക്കാൻ പറ്റും. ഓരോ മൊഡ്യൂളും കഴിഞ്ഞ് എക്സാം ഉണ്ടാകും. എക്സാം പാസ്സായി കഴിഞ്ഞാൽ അടുത്ത മൊഡ്യൂളിലേക്ക് പോകാം. ആ എക്സാം ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ 1000 കോയിൻ ഇവർ ഇതിനോടൊപ്പം തന്നെ തരും. നമ്മൾ ഇതിന്റെ ഭാഗമാകുമ്പോൾ ഈ കോഴ്സിനകത്ത് നമ്മൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു 1000 കോയിൻ തരും. നമുക്ക് ട്രേഡ് ചെയ്ത് പഠിക്കാൻ പറ്റും പൈസ നഷ്ടപ്പെടാതെ. ഒരു മൊഡ്യൂൾ കഴിഞ്ഞ് അടുത്ത മൊഡ്യൂളിലേക്ക് പോകാൻ നേരത്തെ എക്സാം ഉണ്ട്. എക്സാം പാസ്സായാൽ നമുക്ക് 10 കോയിനോട് കിട്ടും. എക്സാം ഫെയിലായി 10 കോയിൻ നമുക്ക് നഷ്ടപ്പെടും. അങ്ങനെ നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിക്കാൻ പറ്റും. ഇതാണ് പ്രോഡക്റ്റ്. നല്ല ഇൻഡെപ്ത് നോളജ് നമുക്ക് ഉണ്ടാക്കാൻ ഏത് ലെവലിലും ഉള്ള അറിവ് നമുക്ക് അതിൽ കൂടെ ഉണ്ടാക്കാൻ പറ്റും. മാക്ലാൻഡിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ലേൺ എനി ടൈം എനിവെയർ, ഏത് സമയത്ത് എവിടെ വെച്ചും പഠിക്കാം. ലൈഫ് ടൈം ആക്സസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് എറണാകുളത്തും ഒക്കെ ക്രിപ്റ്റോയും ഫോറക്സും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. 50,000 രൂപ മുതൽ മുകളിലേക്കാണ് 75,000 രൂപ 1 ലക്ഷം രൂപയ്ക്കാണ് ഫീസ്. ഇവിടെ അതും 2 മാസത്തെ കോഴ്സാണ്, അല്ലെങ്കിൽ 3 മാസത്തെ കോഴ്സാണ്. അത് കഴിഞ്ഞ് അവർക്ക് സപ്പോർട്ട് തരാൻ പറ്റില്ല, അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതേ സ്ഥാനത്ത് ഇവിടെ നമുക്ക് ലൈഫ് ടൈം നമുക്ക് പഠിക്കാം. നമ്മൾ പഠിച്ച് നമ്മൾ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനും വരെ നമുക്ക് സപ്പോർട്ട് തരും എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഏൺ വാല്യൂ, അതായത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഏൺ ചെയ്യാം. സാധാരണ ഇവിടുത്തെ ഞാൻ പറഞ്ഞു പല എഞ്ചിനീയറിംഗ് കോളേജിൽ പോലും ഇപ്പൊ പോയി പഠിച്ചിട്ട് ഇറങ്ങിയിട്ട് ഒരു 10 ചെറിയൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കാത്തപ്പോൾ ഇവിടെ പഠിത്തത്തിനോടൊപ്പം തന്നെ ഇൻകം ഏൺ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വേറൊരു ഗുണം. ഫസ്റ്റ് ഡേ പോലെ നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഡേ ഒരാൾക്ക് ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ മോക്ക് ട്രേഡിങ്, നമുക്ക് ട്രേഡ് ചെയ്ത് പഠിക്കാനുള്ള സൗകര്യങ്ങൾ. ഒരുപക്ഷെ ഞാനിപ്പോൾ പറഞ്ഞ മാക്ലാനെ കുറിച്ച് ഞാൻ പറയുമ്പോഴായിരിക്കും കേൾക്കുന്നത്. പക്ഷേ ഈ പ്ലാറ്റ്ഫോം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഞാനിനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പബ്ലിക് ഡൊമൈനിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് അറിയാവുന്ന കാര്യങ്ങളാണ്. ബിറ്റ്കെറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ലോകത്തെ തന്നെ 6ാമത്തെ പൊസിഷൻ ആണ് ബിറ്റ്കെറ്റിനുള്ളത്. അതായത് ക്രിപ്റ്റോയുടെ എക്സ്ചേഞ്ച് ആണ്. ലോകത്തെ തന്നെ 6ാമത്തെ പൊസിഷൻ നിൽക്കുന്ന ക്രിപ്റ്റോയുടെ എക്സ്ചേഞ്ച് ആണ് ബിറ്റ്കെറ്റ്. ബിറ്റ്കെറ്റിന്റെ ബ്രാൻഡ് അംബാസഡർ മെസ്സിയാണ്. ഈ മാക്ലാൻ എന്ന് പറഞ്ഞ കമ്പനി ബിറ്റ്കെറ്റിന്റെ ഒഫീഷ്യൽ പാർട്ണറാണ്. മാക്ലാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാൻ മേലായിരിക്കും. പക്ഷെ ബിറ്റ്കെറ്റ് എന്ന് പറഞ്ഞ ലോകത്തെ തന്നെ ഇത്രയും ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ചിന്റെ ഒഫീഷ്യൽ പാർട്ണറാണ് നമ്മൾ ഈ പറഞ്ഞ കമ്പനി. അപ്പൊ ഇത്രയും ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്നോട് പ്രസന്റ് ചെയ്യുന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഈ ബിറ്റ്കെറ്റിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ഇതിന് ശേഷം നമ്മൾ സംസാരിക്കുന്നുണ്ടാവും. ഇവിടെ നമ്മൾ എല്ലാ ദിവസവും ലൈവ് ട്രെയിനിങ് സെഷൻ, അതായത് ട്രേഡിങ് ചെയ്ത്
സേഫ് ആയിട്ട് വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്ക് പ്രാക്ടിക്കൽ സെഷൻ ഉണ്ട്. ഫസ്റ്റ് ഡേ നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുത്ത് തരാൻ ഇവിടെ സാധിക്കുന്നുണ്ട്. ഫസ്റ്റ് ഡേ തന്നെ. എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് നാളെ രാവിലത്തെ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്താൽ പോലും സബ്ജക്ട് പഠിക്കുന്നതിന് മുമ്പ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ളവർ നമുക്ക് കൃത്യമായിട്ട് ഇന്ന് രാവിലെ ആണെങ്കിൽ 24 മണിക്കൂർ നേരത്തേക്ക് മാർക്കറ്റ് എവിടം വരെ പോകാനുള്ള സാധ്യതയുണ്ടെന്നും എവിടം വരെ താഴാനുള്ള സാധ്യതയുണ്ടെന്നും കൃത്യമായിട്ട് നമുക്ക് സപ്പോർട്ട് ലെവലോ റെസിസ്റ്റൻസ് ലെവലോ ഒക്കെ എടുത്തു തരും. ഒരു മൊബൈൽ ഫോൺ നമ്മുടെ ശരീരത്തിന്റെ അവയവം പോലെ ആയ ഒരു സാധനമാണ്. വെറും ഒരു മൊബൈൽ ഫോൺ വെച്ചുകൊണ്ട് പ്രായമുള്ളവർക്കും വയ്യാത്തവർക്കും ലേഡീസിനും ആർക്ക് വേണമെങ്കിലും ഏതൊരു സാധാരണക്കാരനും വീട്ടിലിരുന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ വരുമാനം ഉണ്ടാക്കി തുടങ്ങാന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ അട്രാക്ഷൻ. അപ്പൊ ഇത് നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ഓഡിയോ ഓഫ് ചെയ്യണേ പ്ലീസ്. ഓക്കെ ഇത് ലാസ്റ്റ് ഒരു 10-20 ദിവസം പല ആൾക്കാരായിട്ട് ട്രേഡ് ചെയ്തതിന്റെ ഒരു പ്രോഫിറ്റ് ആണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. പല ആൾക്കാരും ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് 20 ദിവസത്തെയാണ്. ഇത് കൂടുതലൊക്കെ ഉണ്ട്. ഇത് കുറച്ച് പഴയ സ്ലൈഡ് ആയതുകൊണ്ടാണ്. റീസെന്റ് ആയിട്ട് പല ആൾക്കാർ ഒരു ദിവസം തന്നെ 10% ഒക്കെ അതിൽ കൂടുതലൊക്കെ എടുത്തവരുണ്ട്. ഓക്കെ, ഇതൊരു 10-20 ദിവസം പല ആൾക്കാരായിട്ട് വാങ്ങിയിട്ടുള്ള പെർസെൻറ്റേജ് ആണ്. എത്ര കൂടുതൽ സമയം നമ്മൾ ഡെഡിക്കേറ്റ് ആയിട്ട് അതിനകത്ത് ഫോക്കസ് ചെയ്യുന്നു അതിനനുസരിച്ച് പ്രോഫിറ്റ് കൂടി വന്നുകൊണ്ടിരിക്കും. നമ്മൾ ആവറേജ് നമ്മുടെ കൂടെ വരുന്ന മിക്കവാറും എല്ലാവരും തന്നെ ഒരു 2 to 5% പ്രോഫിറ്റ് പെർ ഡേ, അല്ലെങ്കിൽ ഒരു മാസം 50% അതിന്റെ മുകളിലും പ്രോഫിറ്റ് പല ആൾക്കാരും എടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് വരാനായിട്ട് വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ മുതൽ നമുക്ക് ഇൻകം ഏൺ ചെയ്ത് തുടങ്ങുന്നു. രണ്ടാമത് ഈ 49 മൊഡ്യൂൾ ക്രിപ്റ്റോയുടെയും ഫോറക്സിന്റെയും നമുക്ക് പഠിക്കാം. അതോടൊപ്പം നമുക്ക് രാവിലത്തെ സെഷൻ തന്നെ പ്രാക്ടിക്കൽ സെഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരാൻ വേണ്ടി വരുന്ന ഇത്രയൊക്കെ സൗകര്യങ്ങളുള്ള ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് വരാൻ വേണ്ടി വരുന്ന സാധാരണഗതിയിൽ ഇപ്പോൾ പുറത്തെ റേറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 ലക്ഷം രൂപ നമുക്ക് കൊടുക്കേണ്ടതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരാൻ. അതേ സ്ഥാനത്ത് ഇവിടെ വെറും $100 അല്ലെങ്കിൽ 9,000 rupees മാത്രമാണ് നമ്മൾ ഈ ഒരു എഡ്യൂക്കേഷൻ നോളജ് ഉണ്ടാക്കുക, അതോടൊപ്പം ട്രേഡ് ചെയ്ത് വരുമാനം ഉണ്ടാക്കുക. ഇതിന് കൂടി നമ്മൾ ചെലവാക്കേണ്ടി വരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ $100 അല്ലെങ്കിൽ 9,000 രൂപ, വെറും 9,000 രൂപ മാത്രമാണ്. ഈ 9,000 രൂപ കൊടുത്ത് നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ വരാം. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇൻകം ഏൺ ചെയ്ത് തുടങ്ങാം. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ ആരുടെയും പൈസ ആരെ ഏൽപ്പിക്കേണ്ട, അവരവരുടെ പൈസ അവരവരുടെ കയ്യിൽ. ബിറ്റ്ഗെറ്റ് എന്ന് പറഞ്ഞാൽ ലോകത്തെ 6ാമത്തെ എക്സ്ചേഞ്ച് ആണ്. അത് നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാം. അതിൽ നമ്മുടെ KYC കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് നമ്മുടെ ഫോട്ടോ വെരിഫിക്കേഷൻ, ഫോട്ടോയും മെയിലും ആധാർ വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞ് KYC ഒക്കെ ചെയ്തതിന് ശേഷം അവനവന്റെ അക്കൗണ്ടിൽ വെച്ചിട്ട് അവനവന് ഇഷ്ടമുള്ള എമൗണ്ട് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒരു തേർഡ് പാർട്ടിയുടെയോ ഞങ്ങളുടെയിലോ ആരുടെയും പൈസ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല. അതാണ് ഇതിന്റെ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ പഠിപ്പിക്കുന്ന എഡ്യൂക്കേഷൻ മാത്രമാണ് നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ നമ്മൾ കൂടി ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ട്രേഡ് ചെയ്ത് നല്ലൊരു ഇൻകം ഉണ്ടാക്കാം എന്നുള്ളത് ഫസ്റ്റ്. അതാണ് ആദ്യത്തെ ഓപ്പർച്യൂണിറ്റി. രണ്ടാമത്, നല്ലതാണെന്ന് നമുക്ക് തോന്നിയാൽ ഈ ഒരു പ്രോജക്റ്റ് കൊള്ളാം, നല്ലതാണ്, ഇവർ പറയുന്ന ഗൈഡൻസിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ മറ്റാൾക്കാർക്ക് റെഫർ ചെയ്യാം. അങ്ങനെ റെഫർ ചെയ്ത് ഇൻകം ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയുടെ ഉണ്ട്. നിങ്ങൾ ഒരാളെ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ തിരിച്ച് $30 കിട്ടും. $100 ആ കൂടി നമ്മൾ മുടക്കിയിരിക്കുന്നത്. വെറും 9,000 rupees നമ്മൾ മുടക്കിയതിനകത്തുനിന്ന് ഏകദേശം 2,600 രൂപയോളം ഒരാളെ റെഫർ ചെയ്താൽ തന്നെ നമുക്ക് തിരിച്ചു വരും നടത്തും. അപ്പൊ ഇവിടെ നമുക്ക് ഇത് കൂടാതെ ട്രേഡിംഗ് പല സ്കില്ലുകൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ട്രേഡിംഗ് ഒരു സ്കില്ലാണ്. ഇത് കൂടാതെ നമ്മൾ ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്യാനുള്ള സ്കില്ലുകൾ, പീപ്പിൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള സ്കില്ലുകൾ, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള ട്രെയിനിങ്ങുകൾ, അതുപോലെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് സ്കില്ലുകൾ, ഇങ്ങനത്തെ പല ഒരു സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ്ങുകൾ നമ്മൾ ഇതിനോടൊപ്പം തന്നെ കിട്ടുന്നുണ്ട്. പക്ഷെ അത് നമ്മളുടെ ഒരു സ്പെഷ്യൽ ക്ലബ്ബാണ്, പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ക്ലബ്ബാണ്, സ്റ്റാർ ക്ലബ്ബ് എന്ന് പറയും. ആ സ്റ്റാർ ക്ലബ്ബിൽ വന്നിട്ടുള്ള ആൾക്കാർക്കാണ് അങ്ങനത്തെ അതർ ട്രെയിനിങ്ങുകളെല്ലാം കിട്ടുക. സ്റ്റാർ ക്ലബ്ബിൽ വരാൻ വേണ്ടി 2 പേരെ നമ്മൾ റെഫർ ചെയ്തിട്ടുള്ള ഒരാളായിരിക്കണം. ഏതൊരു ബിസിനസ്സിനും ഏതൊരു കമ്പനിക്കും കസ്റ്റമർ ബേസ് വേണം. ഇവിടെ ഇത്രയും ചെറിയൊരു ഇതിൽ തന്നിരിക്കുന്നു, നമ്മൾ തന്നെ എൻഡോസ് ചെയ്യുക. ഇനി ഭാവിയുടെ ബിസിനസ്സാണ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം ആണ് ഈ കമ്പനി ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഭാവിയുടെ ബിസിനസ്സാണ് ഇത് ചെയ്യുന്നത്. അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനുള്ള സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നിങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കാൻ പോകുന്ന വാക്കായിരിക്കും അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഇപ്പൊ ഫ്ലൈറ്റ് കമ്പനികൾ ചെയ്യുന്നുണ്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. നമ്മളൊരു ഫ്ലൈറ്റിൽ പോയി നമുക്ക് നല്ലൊരു അനുഭവമാണെന്ന് തോന്നിയാൽ നമുക്ക് മറ്റാൾക്കാർക്ക് റെഫർ ചെയ്യാം, അവർ കമ്മീഷൻ തരും. ഇതുപോലെ തന്നെ നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് നമുക്ക് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒക്കെ ആണെങ്കിൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യാം, ഇന്ന പ്രോഡക്റ്റ് കൊള്ളാന്ന് പറഞ്ഞാൽ ആൾക്കാരെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ കിട്ടും. ഇനിയുള്ള കാലത്ത് നമ്മൾ ഈ അഡ്വർടൈസ്മെന്റിന്റെ അതിപ്രസരവും അഡ്വർടൈസ്മെന്റിന്റെ ക്രെഡിബിലിറ്റി കുറഞ്ഞു, അഡ്വർടൈസ്മെന്റ് കണ്ടാൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാലമൊക്കെ മാറി. ഇത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ഇത് പെയ്ഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ആണ്. നമുക്ക് ഇതൊന്നും കണ്ടാൽ നമ്മൾ പലതും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ലെവലിലേക്ക് ആയി മാറിക്കഴിഞ്ഞു. അവിടെയാണ് ഈ നമ്മൾ ഓരോ ബ്രാൻഡിനെയും നമുക്കറിയാവുന്ന ഒരാൾ പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ വിശ്വാസമാണ്. ഇങ്ങനെയാണ് BNI എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. അവരൊക്കെ എന്താണ്, പരിചയക്കാർ തന്നെ
വേറൊരു ബിസിനസ്സിനെ റെക്കമെൻഡ് ചെയ്യുന്നത്. ആ നേരെ റെഫറലിൽ കൂടെ ഉള്ള ബിസിനസ് വളർത്തുക എന്നുള്ളതാണ് ഇനി ഭാവിയുടെ. മാത്രമല്ല ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നതിന് ഭീകരമായ പൈസ വേണം. അതായത് ഗൂഗിൾ ആഡ്സ്, മെറ്റാ ആഡ്സിനൊക്കെ ഭയങ്കരമായ എമൗണ്ട് വരും. അപ്പം ഇന്ന് അതിൻ്റെയൊക്കെ, അതായത് ഇന്ന് പല ആൾക്കാരും ഈ സ്റ്റാർട്ടപ്പ് കമ്പനികളൊക്കെ പല ആൾക്കാരും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അഡ്വർടൈസ്മെന്റ് കാര്യത്തിലാണ്. 10,000 രൂപ മുടക്കി അഡ്വർടൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചാക്കൂടി റവന്യൂ വരുന്ന മൊത്തം 10,000 രൂപ ഉള്ളതെന്നാണ് പല ആൾക്കാരും പറയുന്നത്. അതായത് അതിന്റെ 3 ഇരട്ടിയോ 4 ഇരട്ടിയൊക്കെ വന്നാൽ മാത്രമേ അത് പ്രോഫിറ്റബിൾ ആയിട്ട് റൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ഇവിടെയുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്ക് നല്ലതാണെന്ന് തോന്നിയാൽ നമുക്ക് വേറെ ആർക്കൂടെ റെഫർ ചെയ്ത് നമുക്ക് ഇൻകം ഉണ്ടാക്കാം. അതിനാണ് ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം ഉള്ളതുകൊണ്ട് നമുക്ക് ലോകത്തിന്റെ ഏത് മൂലയിലിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഉണ്ടെങ്കിൽ അവർക്ക് റെഫർ ചെയ്താൽ അവർ കമ്പനി നമുക്ക് ഇൻകം തരാൻ റെഡിയാണ്. അതായത് കസ്റ്റമർ അക്വിസിഷൻ, അതായത് ഒരു കസ്റ്റമറെ കിട്ടുകയാണ് ആണെന്നാണ് ഏതൊരു കമ്പനിയുടെ ആവശ്യം. ഇപ്പൊ നമ്മൾ റോഡ് സൈഡിലൊക്കെ ഇഷ്ടംപോലെ ഹോട്ടലുകളാണ്, അതിന്റെ മുമ്പിൽ ഒരു ബൈ മീൽസ് റെഡി എന്ന് പറഞ്ഞ ബോർഡ്, കസ്റ്റമറെ പിടിക്കാൻ വേണ്ടിയാണ്, സ്വാഭാവികമാണ്. ഏതൊരു കമ്പനിക്കും ആവശ്യം കസ്റ്റമറാണ്. ഇവിടെ ഈ കമ്പനി പരസ്യം ചെയ്യുന്നതിന് പകരം പരസ്യം ചെയ്ത് ഈ ക്രിപ്റ്റോയെ കുറിച്ചും ഫോറക്സിനെ കുറിച്ചും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ അവർ കസ്റ്റമറെ കണ്ടെത്തുന്നതിന് പകരം നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നിരിക്കുകയാണ്. ഇവരുടെ പ്രൊഡക്റ്റ് നല്ലതാണെന്ന് തോന്നിയാൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ റെഫർ ചെയ്യൂ, ഞങ്ങൾ അതിന് പരസ്യം കൊടുക്കുന്ന പൈസ നിങ്ങൾക്ക് തന്നേക്കാം. നല്ലതല്ലേ? തീർച്ചയായിട്ടും നല്ലതാണ്. കാരണം എത്രയോ ലക്ഷക്കണക്കിന് രൂപ അവർ പരസ്യം പല ആൾക്കാരും കൊടുക്കേണ്ടതിന് വരെ നമുക്കറിയാവുന്ന നമ്മുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും വീട്ടിൽ തന്നെ വരുമാനം ഉണ്ടാക്കാം. നമ്മൾ ഏത് പ്രായമായാലും അസുഖമാണെങ്കിൽ പോലും നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഇൻകം ഉണ്ടാക്കാമെന്ന് ഒരാളോട് പറഞ്ഞു കൊടുത്താൽ നമുക്ക് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ എത്ര നല്ലതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇതിനകത്ത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ ഒരു ഓഡിറ്റ് ചെയ്യാൻ പറയാം എന്താണെന്നുള്ള കാര്യം. നമ്മൾ 5 പേരെ വരെ റെഫർ ചെയ്യുന്നതിന് $30 വെച്ചിട്ട് നമുക്ക് ഇൻകം കിട്ടും. 5 പേരെ വരെ $30 വെച്ച് നമുക്ക് കിട്ടും. 6ാമത്തെ ആൾ മൂലം നമുക്ക് $40 ഇൻകം കിട്ടും. 6ാമത്തെ ആൾ മൂലം $40 ഇൻകം കിട്ടും. നമ്മൾ നേരത്തെ റെഫർ ചെയ്തതിന്റെ ഡിഫറൻഷ്യൽ കമ്മീഷൻ കിട്ടും. അടുത്ത അംബാസഡർ റാങ്ക് ഉണ്ട്. ഈ റാങ്ക് മൂലം നമുക്ക് കമ്പനിയുടെ ഒരു ഈ നമ്മളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ കമ്മ്യൂണിറ്റിക്കകത്തുള്ള ഒരു ട്രേഡ് ചെയ്യുമ്പോൾ വരുന്ന ബ്രോക്കറേജിന്റെ സർട്ടൻ പെർസെൻറ്റേജ് കൂടെ കിട്ടുന്ന ഒരു ലെവലാണ് അംബാസഡർ എന്ന് പറഞ്ഞ്. ഒരു കമ്മ്യൂണിറ്റി നല്ലൊരു ഫാമിലി, നമ്മുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളെയൊക്കെ താല്പര്യമുള്ളവർക്ക് വരുമാനം വേണമെന്നും ഭാവിയുടെ കാര്യങ്ങളും മാറ്റങ്ങളെ കുറിച്ച് അറിയണം. നമ്മളൊരു ക്ലബ്ബിൽ തന്നെ സാധാരണ ഒരു ക്ലബ്ബ് ജോയിൻ ചെയ്യാൻ എത്ര പൈസ കൊടുക്കുന്നുണ്ട്? ഇവിടെ നല്ല അറിവുള്ള ആൾക്കാരുടെ സെഷൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഭാവിയെക്കുറിച്ചും ഒക്കെ ഇനിയുള്ള കാലത്ത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്തത് മില്യനെയർ എന്ന് പറഞ്ഞ ഒരു നെക്സ്റ്റ് ലെവലുണ്ട്. കുറച്ചുകൂടെ കമ്മ്യൂണിറ്റി വലുതാക്കുന്ന ഒരാളെ സംബന്ധിച്ച് കൂടുതൽ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാവുന്ന ആൾക്കാർ, കൂടുതൽ ആൾക്കാരോട് ഇത് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാവുന്ന ആൾക്കാർക്ക് നമ്മൾ ഒരാളെ റെഫർ ചെയ്താൽ ആ ലെവലിൽ $50 വരെ നമുക്ക് ഇൻകം കിട്ടും. അതുകൂടാതെ മറ്റുള്ളവരുടെ ഡിഫറൻഷ്യൽ കമ്മീഷനും കിട്ടും. അടുത്ത ബില്യനെയർ എന്ന് പറഞ്ഞാൽ $55 വരെ, നമ്മൾ ഡയറക്റ്റ് റെഫറിന് $55 വരെ കിട്ടുന്നതാണ് മില്യനെയർ. ട്രില്യനെയർ കുറച്ചുകൂടെ വലിയ ഇൻകം ലെവലാണ് ട്രില്യനെയർ എന്നൊക്കെ പറഞ്ഞാൽ. നമ്മൾ ഡയറക്റ്റ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ $60 വരെ നമുക്ക് കിട്ടും. ഒരു നല്ലൊരു ടീം സൈസ് ഉണ്ടായി കഴിയുമ്പോഴാണ് ഒരു ട്രില്യനെയർ ഒക്കെ ആവുന്നത്. ഓക്കെ, ഇതിന്റെ ലോജിക്ക് മാത്രം മനസ്സിലാക്കുക. അസോസിയേറ്റ് ലെവലിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരാളെ റെഫർ ചെയ്താൽ $30 കിട്ടും. അഫിലിയേറ്റ് ആയി കഴിഞ്ഞാൽ 40, അംബാസഡർ ആയ 45, 50, 55, 60% വരെ ഡയറക്റ്റ് റെഫറലിനും ബാക്കി നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ വരുന്നവർ ചെയ്യുന്നതിന്റെ ഡിഫറൻഷ്യൽ കമ്മീഷനാണ് ബാക്കി കാണിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ഇത് കഴിഞ്ഞ ഒരു എലൈറ്റ് പാർട്ണർ എന്ന് പറഞ്ഞ ലെവലുണ്ട്. നമുക്ക് വളരെ സീരിയസ് ആയിട്ട് കമ്പനിയുടെ ആവശ്യമാണ് കമ്പനിക്ക് കസ്റ്റമർ ബേസ് ഉണ്ടാവുക എന്നുള്ളത്. അവരുടെ ആവശ്യത്തിന് വേണ്ടി അതിനുവേണ്ടി നമ്മൾ കസ്റ്റമറെ കൂടുതൽ ആൾക്കാരെ അവരുടെ പ്ലാറ്റ്ഫോമിൽ എത്തിക്കാൻ ഹെൽപ്പ് ചെയ്താൽ കമ്പനി അതിന്റെ സീനിയർ ലെവലിലേക്ക് വരുന്നവർക്ക് കമ്പനിയുടെ ഗ്ലോബൽ ടേൺ ഓവറിന്റെ ഒരു 5% പൂളിലേക്ക് നമുക്ക് കിട്ടും. ഇതാണ് എലൈറ്റ് പാർട്ണർ എന്ന് പറയുന്നത്. ഈ എലൈറ്റ് പാർട്ണർ ലെവലിലേക്ക് വളരെ സോളിഡ് ആയിട്ടുള്ള ഇൻകം ആണ്. ഇനി ഈക്വൽ റാങ്ക് ബെനിഫിറ്റ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. നമ്മൾ ഒരാളെ കൊണ്ടുവന്നു, അംബീഷ്യസ് ആയ ഒരാളെ കൊണ്ടുവന്നു, അദ്ദേഹം നന്നായിട്ട് തന്നെ അദ്ദേഹം കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് പോകാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഇൻകത്തിന്റെ 10% നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പാർട്ണർഷിപ്പ് ബെനിഫിറ്റ് എന്ന് പറയും. അതായത് നമ്മൾ ഒരു അംബാസഡർ റാങ്ക് മൂലം മുകളിലേക്ക് എത്തുന്ന ആൾക്കാർക്ക് എക്സ്ചേഞ്ചിന് കിട്ടുന്ന ഒരു ബ്രോക്കറേജിന്റെ സർട്ടൻ പെർസെൻറ്റേജ് നമുക്ക് തന്നെ തിരിച്ചു കിട്ടുന്ന ഒരു ലെവലാണ്. ഇനി റീസൈക്ലിംഗ് ബെനിഫിറ്റ് ഇങ്ങനെ പലതരത്തിലുണ്ട്. ഇതൊക്കെ കുറച്ചുകൂടെ നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഒന്ന്, ലോ ഇൻവെസ്റ്റ്മെന്റ് ആണ്. വളരെ ഫസ്റ്റ് ഡേ മുതൽ നമ്മൾ ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. രണ്ടാമത്, ഫസ്റ്റ് ഡേ മുതൽ ഇൻകം കിട്ടും. നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്ന വരെ നമുക്ക് ഈ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യാം. നമുക്ക് പല അഡീഷണൽ സ്കില്ലുകൾ നമുക്കുണ്ട്. പിന്നെ ഇഷ്ടംപോലെ സുഹൃത്തുക്കൾ, ലോകം മുഴുവൻ കണക്ഷൻസ്, റിവാർഡ്, റെക്കഗ്നീഷൻ, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇനി ഞാൻ ഇതിന്റെ ഈ ഒരു പ്ലാറ്റ്ഫോം ഏതാണെന്നുള്ളത് ഞാൻ കാണിക്കാം. ഒരു ബിറ്റ്കെറ്റ് എന്ന് പറഞ്ഞ ലോകത്തെ തന്നെ 6ാമത്തെ എക്സ്ചേഞ്ച് ആണ് നമ്മുടെ ഇവരുമായിട്ട് പാർട്ണർഷിപ്പ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു. അതെന്താണെന്ന് ജസ്റ്റ് ഞാൻ ഓടിച്ചെന്ന് പറയാം. അതിനുശേഷം അതിന്റെ എക്സ്പെർട്ട് ഇവിടെ ഉണ്ട്, അദ്ദേഹം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് ബിറ്റ്കെറ്റ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം. ബിറ്റ്കെറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ബിറ്റ്കെറ്റ് എന്ന് പറഞ്ഞാൽ ലോകത്തെ 6ാമത്തെ ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആണ് ബിറ്റ്കെറ്റ്. ഇതാണ് നമ്മൾ മാക്ലൈൻ എന്ന് പറഞ്ഞ കമ്പനിക്ക് പാർട്ണർഷിപ്പ് ഉള്ള ഇത്.
വളരെ ക്രെഡിബിൾ ആയിട്ടുള്ളതാണ്. കോടിക്കണക്കിനായിട്ടുള്ള ഡോളർ ടേൺ ഓവർ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതാണ് ഇതിന്റെ ഒരു ഇന്റർഫേസ്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതാണ് മാർക്കറ്റ്. നമുക്ക് എത്രയൊക്കെ ഇപ്പം BTCയുടെ വില കാണിക്കുന്നു 1,15,000. ഇപ്പം റണ്ണിങ് റേറ്റ് ആണ്. ബിറ്റ്കോയിന്റെ റേറ്റ്, ഇന്നത്തെ റേറ്റ് ഇതാണ്. പിന്നെ അതിന്റെ താഴെ എത്തീറിയം ഉണ്ട്, XRP ഉണ്ട്, സൊളാന ഉണ്ട്. ഈ വക കോയിനൊക്കെ എന്താണെന്നും ലോകത്തെ ടോപ്പ് 10 വരുന്ന കോയിൻ ആണ് ഏറ്റവും ട്രേഡ് ചെയ്യാൻ ഏറ്റവും നല്ലത്, അത് സേഫ് ആയിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ കോയിൻ വെച്ച് എങ്ങനെ ട്രേഡ് ചെയ്യാമെന്നും എങ്ങനെയൊക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്നും എല്ലാ ദിവസവും രാവിലെ നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട സബ്ജക്റ്റുകളാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫ് കാണാൻ പറ്റും. ഇതിനകത്ത് ബ്ലൂ കളറിലുള്ള കാണുന്നത് ഇതിന്റെ കൂടുതൽ സെല്ല് നടന്നുണ്ട്. ലോകം മുഴുവനുള്ള ഇതാണ് കേട്ടോ കാണിക്കുന്നത്. കൂടുതൽ സെല്ല് നടക്കുന്നതാണ് ഇതിനകത്ത്. ആ ബ്ലൂ കളറിലുള്ള ഇത് റെഡ് കളറിലുള്ള ക്യാൻഡിൽ കാണിക്കുന്നു. അല്ല, റെഡ് കളറിലുള്ളത് കൂടുതൽ സെല്ല് നടക്കുന്നു, ബ്ലൂ കളറിലുള്ള ബൈ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ്. നമുക്ക് 1 hour ചാർട്ട് കാണാം, 4 hour ചാർട്ട് കാണാം, 15 minutes ചാർട്ട് കാണാം. ഇതൊക്കെ നമുക്ക് രാവിലെ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. നമ്മുടെ സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുള്ള അവസരം രാവിലത്തെ സെഷനകത്ത് ഉണ്ടാവും. ഇനി ഇതിന്റെ ഡേറ്റ ഇപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് സെല്ലാണോ ബൈ ആണോ ഒക്കെ കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. ഇപ്പൊ ഈ ചാർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഹ്യൂജ് ക്വാണ്ടിറ്റി ബൈ ആണ്. അതാണ് ബ്ലൂ കളർ കാണുന്നത്. അതായത് റേറ്റ് ഇപ്പൊ മുകളിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇത് നോക്കിയാൽ ഇപ്പൊ മനസ്സിലാകുന്നത്. അപ്പൊ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് ഇതൊക്കെ നോക്കിയിട്ട് എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്, എങ്ങനെയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ രാവിലത്തെ സമയത്ത് എല്ലാ ദിവസവും നമുക്ക് പഠിപ്പിച്ചു തരും. ഇതാണ് ഇതിന്റെ ബൈ നടത്തേണ്ട ആൾക്കാർക്ക് ബൈ ചെയ്യാനുള്ള സ്ഥലമാണ്. വെറും $10 മുതൽ വേണമെങ്കിൽ ഒരാൾക്ക് വാങ്ങി തുടങ്ങാൻ പറ്റും. അത് കഴിഞ്ഞ് നമുക്ക് സമയമില്ലാത്ത ഒരാളാണെങ്കിൽ നമുക്ക് സെൽ ഓർഡർ ഇടാം. വില കൂടുമ്പോൾ വിൽക്കാനായിട്ട് സെൽ ഓർഡർ ഇട്ടാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ വില വരുമ്പോൾ തന്നെ സെല്ലായി പോകും. നമുക്ക് ബൈ ഓർഡർ ഇട്ട് വെക്കാം, സെൽ ഓർഡർ ഇട്ട് വെക്കാം. വളരെ ഫ്ലെക്സിബിൾ ആണ്. 24 hours മാർക്കറ്റാണ്. 24 മണിക്കൂർ കൊണ്ട് രാത്രി ഉറങ്ങുന്ന സമയത്ത് പോലും നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഇതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ രാത്രി ഉറങ്ങുന്ന സമയത്ത് നമ്മളൊരു ഒരു കോയിൻ കുറച്ച് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ഒരു സെൽ ഓർഡർ ഇട്ടിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ, രാത്രി റേറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ അത് പ്രോഫിറ്റോട് കൂടി രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ രാത്രി ഉറങ്ങി കിടക്കുന്ന സമയത്ത് പോലും ഇൻകം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് കൂടാതെ നമുക്ക് ലോകം മുഴുവനുള്ള ആൾക്കാരോട് ഇത് നല്ല കാര്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ പറഞ്ഞു കൊടുക്കാനും പറ്റും. അപ്പൊ ഇതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ഇന്നത്തെ കാലത്ത് അറിഞ്ഞിരിക്കേണ്ടത് തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഭാവിയിൽ ഒരുപക്ഷെ നമ്മൾ ഇതൊന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ യങ് ജനറേഷൻ ഉള്ളവരൊന്നും നമ്മളോട് സംസാരിക്കാൻ പോലും ചിലപ്പം വരികയില്ല. കാരണം ഒരു ഓൾഡ് ജനറേഷൻ കാറ്റഗറിയിലേക്ക് നമ്മൾ തള്ളപ്പെടും. അത് വരാതിരിക്കണമെങ്കിലോട് കൂടി പുതിയ കാര്യങ്ങൾ എന്താണ്, ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്നൊക്കെ എങ്കിലും മനസ്സിലാക്കാനെങ്കിലും ഈ പ്ലാറ്റ്ഫോമിൽ വന്നാൽ തീർച്ചയായിട്ടും ഭാവിയിലേക്ക് ഗുണം ചെയ്യും. കുട്ടികളോടൊക്കെ ഇനി നമ്മൾ അഡ്വൈസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എവിടെ പോകണം, എന്താണ് ഇനിയുള്ള ഭാവിയിലേക്കുള്ള, കാരണം വലിയ വലിയ ബിസിനസ്സുകാരെയൊക്കെ നോക്കൂ, അവരെ എന്ത് മാറ്റങ്ങൾ വരുമ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമാകും. അതായത് അവരാരും ഞാനിതേ ചെയ്യുള്ളൂന്നൊന്നും ആർക്കും എഴുതി കൊടുത്തിട്ടല്ലിരിക്കുന്നത്. അവരെന്ത് മാറ്റങ്ങൾ വരുമ്പോഴും ആ ബിസിനസ്സിലൊക്കെ അവർ ഭാഗമാകും. അതുകൊണ്ടാണ് അവർ ഗ്രോ ചെയ്യുന്നത്. എല്ലാ വലിയ ഗ്രൂപ്പുകളും എല്ലാ വർഷവും ഗ്രോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവർ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു എപ്പോഴും അവർ ചെയ്തുകൊണ്ടേയിരിക്കും. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും അപ്ഡേറ്റഡ് ആയിരിക്കുകയും പുതിയ പുതിയ അവസരങ്ങൾ അവർ പ്രയോജനപ്പെടുത്തുകയും ചെയ്യും. നമ്മളും അത് തന്നെയാണ് ചെയ്യേണ്ടത്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിലും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാവും. ഇനി നമ്മൾ ഇവിടെ ഏതാനും കുറച്ച് ആൾക്കാരെ മാത്രം, ധാരാളം ആൾക്കാരുണ്ട്, നമുക്ക് എല്ലാ ആൾക്കാരെയും പരിചയപ്പെടുത്താനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് വളരെ കുറച്ച് ആൾക്കാരെ ഈ ഓപ്പർച്യൂണിറ്റിയിലൂടെ വരുമാനം അല്ലെ ട്രേഡ് ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്ന കുറച്ച് ആൾക്കാരെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. അവര് ഇതിനകത്ത് വന്നതിന് ശേഷം എന്ത് മാറ്റമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് മാത്രമായിരിക്കും അവർ പറയുന്നത്. എന്താണ് അവർക്ക് ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായതെന്നുള്ള കാര്യം അവർ സംസാരിക്കുന്നുണ്ടാവും. ആദ്യം ഞാൻ കൃഷ്ണകുമാരി മാഡത്തിനെ ഒന്ന് വിളിക്കുകയാണ്. ഒരു ഹെഡ് മിസ്ട്രസ് ആണ് കൃഷ്ണകുമാരി മാഡം. ട്രിവാൻഡ്രമാണ് മാഡത്തിന്റെ വീട്. കൃഷ്ണകുമാരി മാഡം ഒന്ന് സംസാരിക്കാവോ? ഗുഡ് ഈവനിങ് ടു ആൾ. ഞാൻ കൃഷ്ണകുമാരി. കേൾക്കുന്നുണ്ടോ സാർ? കേൾക്കുന്നുണ്ട്. ചെറിയൊരു പരവറപ്പുണ്ട്. പറഞ്ഞോളൂ, സംസാരിച്ചോളൂ. ഞാനൊരു ടീച്ചറായിരുന്നു. ടീച്ചറായിട്ട് മെയില് റിട്ടയർ ആയതാണ്. ഇപ്പം ഞാനൊരു പ്രൈവറ്റ് സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ട് തുടരുന്നു. ഏകദേശം 1 മാസത്തോളമായി ഞാൻ ഈ ഒരു മാഗ്ലേണുമായിട്ട് ചേർന്ന് ട്രേഡ് നടത്തുന്നു. ഇതേക്കുറിച്ചൊന്നും വലിയ ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ ട്രേഡിങ്ങിനെ കുറിച്ചൊന്നും വലിയ ഒരു അറിവൊന്നും ഇല്ലായിരുന്നു. ഇതിനകത്ത് വന്ന് ഓരോ ദിവസത്തെയും രാവിലത്തെ ഇന്ദ്രകുമാർ സാറിൻ്റെ ക്ലാസ്സിലൂടെയാണ് അതെല്ലാം ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, സാറ് പറയുന്ന കാര്യങ്ങൾ അതേപടി മനസ്സിലാക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 രൂപ പോലും നഷ്ടമാകാതെ നമുക്ക് ഓരോ ദിവസവും ഏൺ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. താങ്ക് യു ആൾ. ഗുഡ് നൈറ്റ്. ഓക്കെ വെരി ഗുഡ്. ഇതുപോലെ ധാരാളം ആൾക്കാരുണ്ട്. നമുക്ക് എല്ലാ ആൾക്കാരെയും പരിചയപ്പെടുത്താനുള്ളൊരു സാഹചര്യം ഇല്ല. നമ്മൾ ഇനി കുറച്ച് ആൾക്കാരെ
നമുക്ക് ഇതിന്റെ ഇതിന്റെ മറ്റുള്ള ആൾക്കാരിലേക്ക് ഈ അവസരം എത്തിച്ച് അങ്ങനെ ഡിഫറൻസ് ഒത്തിരി ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ മനസ്സുള്ള ആൾക്കാർക്ക് ഏറ്റവും പറ്റിയൊരു കാര്യമാണ്. നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് ഈ അവസരം എത്തിക്കാനായിട്ട് താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് മറ്റുള്ള ആൾക്കാരുടെ ഒത്തിരി ആൾക്കാരുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റം ഉണ്ടാക്കാനായിട്ട് പറ്റും. ഞാൻ അതിന് വളരെ പെട്ടെന്ന് നമുക്ക് സ്റ്റാർ ക്ലബ്ബ് എന്ന് ഞാൻ പറഞ്ഞു, ആ സ്റ്റാർ ക്ലബ്ബിലുള്ള 2-3 പേരെ പെട്ടെന്നൊന്ന് പരിചയപ്പെടുത്താം. അതിനുശേഷം അതിനേക്കാളും വലിയ അച്ചീവ്മെന്റ് നടത്തിയ ആൾക്കാർ ഇതിനകത്തുണ്ട്, അവരെ പരിചയപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ആദ്യം ഞാൻ സ്റ്റാർ ക്ലബ്ബിൽ വന്നിട്ടുള്ള ആൾക്കാരെ ഒന്ന് പരിചയപ്പെടുത്താം. ഒന്ന് മിസ്റ്റർ സുനിൽ രാജ്, അദ്ദേഹം ഒന്ന് പരിചയപ്പെടുത്തുക. സ്റ്റാർ ക്ലബ്ബിൽ ഇന്ന് സ്റ്റാർ ക്ലബ്ബിൽ വന്നയാളാണ്. പെട്ടെന്ന് അദ്ദേഹം ഒന്ന് പരിചയപ്പെടുത്തുക. എന്താണ് മാക്ലേണിൽ വന്നിട്ട് ഉണ്ടായ ഡിഫറൻസ് എന്താണ്, അതാണ് പറയേണ്ടത്. ഓക്കെ. ഗുഡ് ഈവനിങ് ആൾ. ഗുഡ് ഈവനിങ്. എന്റെ പേര് പറഞ്ഞു സുനിൽ. ഓടിപടല്ലേ അല്ലേ? ആ, കേൾക്കാം. സുനിൽ, ഞാൻ കണ്ണൂരാണ് സ്ഥലം. അപ്പോൾ ഞാൻ മുമ്പ് IT ബിസിനസ്സിലൊക്കെ ഉണ്ടായതാണ്. സ്വന്തമായിട്ട് ചെയ്താണ്. കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പോയി നല്ല ഏർണിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്കത് ക്ലോസ് ചെയ്യേണ്ടി വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ പിന്നെ പല ഫീൽഡ് നോക്കി. അപ്പോൾ ട്രേഡിങ്ങിലേക്ക് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ ട്രേഡിങ്ങിൽ ഇറങ്ങി ഞാൻ യൂട്യൂബൊക്കെ നോക്കി ഓൺലൈനിലും കുറച്ച് ക്ലാസ് ഒക്കെ എടുത്തിട്ടാണ് പഠിച്ചത്. പക്ഷെ അത് പലപ്പോഴും പ്രോഫിറ്റ് കിട്ടും, അതുപോലെ തന്നെ ലോസും ഉണ്ടാവും. അങ്ങനെ 2 രീതിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു വലിയൊരു മാച്ച് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ ഇതിടക്കാണ് ലീഡർ ശ്രീജിത്തുമായിട്ട് എനിക്ക് ഒരു കോണ്ടാക്ട് കിട്ടിയത്. അപ്പോൾ പുള്ളിയായിട്ട് സംസാരിച്ച് ഞാൻ ഇതിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ആക്ച്വലി ഇതിൽ വന്ന ശേഷം ആ ട്രേഡിങ്ങിൽ നല്ല മാറ്റം വന്നു. ഇവിടുന്ന് ഇന്ദ്രകുമാർ സാറൊക്കെ തരുന്ന സിഗ്നൽസ് ഒക്കെ ഞാൻ ഇപ്പോൾ 95% ആണെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ അത് 99% കറക്റ്റാണ് ആ സിഗ്നൽസ്. അത്രയും ഒരു നല്ലൊരു ബെനിഫിറ്റ് തന്നെ ഈ ട്രേഡിങ്ങിലൂടെ എനിക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ ആക്ച്വലി. പിന്നെ ഇതിലുള്ളത് എനിക്ക് റഫറൽ ഇത് ഉണ്ടെന്ന് മനസ്സിലായി. ഇതിൽ ഇപ്പോൾ റഫറൽ ഉണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ലാത്തൊരു കാര്യമാണ് ഈ നെറ്റ്വർക്ക്, ഇങ്ങനെ വേറെ ആൾ ചേർക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ ഇതിലൂടെ ഇതിൻ്റെ പ്ലാനും മറ്റു കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ആക്ച്വലി എനിക്കത് നല്ലൊരു ബെനിഫിറ്റ് ആയിട്ട് തോന്നി. അങ്ങനെയാണ് ഞാൻ പിന്നെ റെഫറലിനും ഇറങ്ങിയത്. അപ്പോൾ അതിലും പിന്നെ നല്ല ബാക്ക് സപ്പോർട്ട് ലീഡർ സനോജ് ആയാലും മറ്റേ ശ്രീജിത്ത് സാറായാലും വളരെ എന്താ പറയുക, നമുക്ക് ഏത് സമയത്തും വിളിക്കാം, എന്ത് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും കിട്ടി. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എന്തായാലും നമുക്കൊരു സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫീൽഡ് തന്നെയാണ് ഇതെന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ ഇതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ മേഖലകളിൽ എന്ത് കഴിഞ്ഞാലും ഞാൻ ഉണ്ടാവും. അതുപോലെ അപ്പോൾ നിങ്ങൾക്ക് ആരൊക്കെ ഇതിപ്പം ജോയിൻ ആൾക്കാരൊക്കെ എല്ലാവരും ജോയിൻ ചെയ്യുക, ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കുക എന്നുള്ള ഒരു ഇതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ. താങ്ക് യു. അടുത്തൊരാളെ പരിചയപ്പെടുത്താം. അദ്ദേഹത്തിന്റെ പേര് ഷിനോബി എന്നാണ്. അദ്ദേഹം മൂവാറ്റുപുഴയാണ് അദ്ദേഹത്തിന്റെ വീട്. അദ്ദേഹം വളരെ പെട്ടെന്ന് ഒന്ന് പരിചയപ്പെടുന്നുണ്ടാവും. മിസ്റ്റർ ഷിനോബി ഒന്ന് പരിചയപ്പെടുത്തുമോ? ആളില്ലേ ഗ്രൂപ്പില്? ഓക്കെ, പറയൂ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷിനോബി ശ്രീധരൻ. ഞാൻ മൂവാറ്റുപുഴ സ്വദേശിയാണ്. എൻ്റെ ലീഡർ പ്രിയപ്പെട്ട സുരേഷ് സാറാണ്. സാറിന് ആദ്യമായിട്ട് ഇത് എന്നെ പരിചയപ്പെടുത്തിയിട്ട് നന്ദി അറിയിക്കുന്നു. ഈ ബിസിനസ്സിലേക്ക് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ച് ട്രേഡിങ്ങും കാര്യങ്ങളും ഒക്കെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതിനു മുമ്പ് കുറച്ച് പ്രോഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികളിലൊക്കെ ചെറിയ വർക്കുകളൊക്കെ ചെയ്തിരുന്നു. അതൊക്കെ ഫാൾട്ടായിരുന്നു. ഏതായാലും കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ കൂടെ 2 പേരെ ഞാൻ ജോയിൻ ചെയ്യിച്ചിട്ടുണ്ട്. ഇന്നലെ സ്റ്റാർ ആവാൻ കഴിഞ്ഞു. ഏതായാലും വളരെ സന്തോഷമുണ്ട്. എല്ലാവരും ഞാനിപ്പോൾ ഒരു 5-8 ദിവസങ്ങളായിട്ട് ഈ മീറ്റിങ്ങിൽ രാവിലെ എല്ലാ ദിവസവും 6:30-ക്കുള്ള മീറ്റിങ്ങിൽ സജീവമായിട്ട് കയറുന്നുണ്ട്. എല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ ട്രേഡിങ് ആരംഭിച്ചിട്ടില്ല. നാളെ മുതലെങ്കിലും ആരംഭിക്കണമെന്ന് വിചാരിക്കുന്നു. എല്ലാം നല്ലതായിട്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കെ. താങ്ക് യു വെരി മച്ച്.
അടുത്തൊരാളെ പരിചയപ്പെടുത്താം. അദ്ദേഹത്തിന്റെ പേര് മിസ്റ്റർ അജിത്ത് എന്നാണ്. കോട്ടയം, ഫ്രം കോട്ടയം. അദ്ദേഹം ഒരു പ്രൈവറ്റ് ഒരു ഓർഗനൈസേഷനിൽ ഒരു ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അജിത് സാർ പ്ലീസ്. അജിത് ജി നായർ. ഓക്കെ, ഗുഡ് ഈവനിങ്. നമസ്കാരം. നമസ്കാരം, പറയൂ. ഉണ്ടോ? കേൾക്കണം. ഓക്കെ, കേൾക്കാം. ഓക്കെ. ഞാൻ ഇതിലേക്ക് ഇപ്പം പ്രധാനമായിട്ടും ഈ ഒരു ബിസിനസ്സിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. എനിക്ക് ഈ ബിസിനസ് അല്ലെങ്കിൽ ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത് എനിക്ക് നേരത്തെ പരിചയമുള്ള ഫീൽഡൊന്നും അല്ല. ഗണേഷ് സാറ് പറഞ്ഞു, അപ്പം സാറ് പറഞ്ഞപ്പോൾ അത് എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് തോന്നി. അപ്പം അതിലേക്ക് ഞാൻ എൻട്രി ചെയ്തപ്പോൾ ഒരു ലാസ്റ്റ് 15 days ആയിട്ടാണ് ഇപ്പം ഈ ഇതിലേക്ക് വന്നിട്ടായിട്ടുള്ളൂ. തുടങ്ങിയപ്പം തന്നെ എനിക്ക് അതിനകത്ത് ട്രേഡിങ്ങിലുള്ള ട്രേഡിങ്ങിൽ കിട്ടുന്ന ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അത് എത്രമാത്രം അത് നമുക്ക് വളരെ ഒരു എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. സോ അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ രണ്ടുപേരെ എനിക്ക് നല്ല പരിചയമുള്ളതും അല്ലെങ്കിൽ എനിക്ക് അവർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആവശ്യമുണ്ടാവും തോന്നുന്ന രണ്ടുപേരിലേക്ക് ഞാനത് എത്തിച്ചു. അവർ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണിപ്പം ഇപ്പോഴത്തെ ഒരു ഇത്. സോ എനിക്കൊന്ന് എല്ലാവർക്കും ഇത് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ ഒരു മനസ്സുണ്ടെങ്കിൽ, നമുക്കും ഇത് നല്ലതാണെന്ന് തോന്നുകയും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഗ്രേറ്റ് മെസ്സേജ്. ഓക്കെ, തീർച്ചയായിട്ടും വലിയൊരു ഇതാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതിലൂടെ മാത്രമാണ് ഇതിനകത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത്. മറ്റുള്ള ആൾക്കാർക്ക് അവസരം, കാരണം ഇത് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മറ്റുള്ള ആൾക്കാർക്ക് ഒരു ജീവിതകാലം മുഴുവനും അവർക്ക് ഒരു തൊഴിൽ ചെയ്യാനായിട്ട് പഠിപ്പിച്ചു കൊടുക്കൽ മാത്രമാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്നേഹമുള്ളവരോടാണ് എല്ലാവരും ആദ്യം തന്നെ പറയേണ്ടത്. അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, അടുത്തത് ഞാൻ ഇതിന് കുറച്ചുകൂടെ വലിയ അച്ചീവ്മെന്റ് നടത്തിയ ആൾക്കാരാണ് അവർ. കൂടുതൽ ഫാമിലീസിനോട് ഈ ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും കൂടുതൽ ആൾക്കാരോട് ഇത് ഈ ഒരു സന്ദേശം, അതായത് നമ്മൾ ഇന്നത്തെ ഇത്രയും കോമ്പറ്റീഷൻ ഉള്ളൊരു കാലത്ത് ജീവിച്ചിരിക്കുമ്പോൾ വളരെ ലളിതമായിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ കൊണ്ട് നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളൊരു ആശയം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ തയ്യാറായിട്ടുള്ള രണ്ടുപേരെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഒരാളുടെ പേര് മിസ്റ്റർ അനൂപ് KR. അദ്ദേഹം തന്നെ ഇതിനെക്കുറിച്ച് എന്താണ്, ഇതിൽ അദ്ദേഹത്തിന് തോന്നിയ അട്രാക്ഷൻ എന്താണ് എന്ന് അദ്ദേഹം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും. സർ പ്ലീസ്. അഫിലിയേറ്റ് എന്ന് പറഞ്ഞൊരു വലിയ ലെവലാണ്. അഫിലിയേറ്റ് എന്ന് പറഞ്ഞ ലെവൽ ക്വാളിഫൈ ചെയ്ത ആളാണ്. വളരെ വളരെ സോളിഡ് ആയിട്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയാൻ പറ്റും, ഒന്ന് ബിൽഡ് ചെയ്ത ആളാണ്. കൂടുതൽ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തയ്യാറായതുകൊണ്ട് മാത്രമാണ് അത് സാധിച്ചത്. ഓക്കെ, പ്ലീസ്. താങ്ക് യു സർ. ഡിയർ ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനൂപ്. ഞാൻ ഒറ്റപ്പാലം സ്വദേശിയാണ്. ഞാൻ ഈ ഒരു ബിസിനസ് പരിചയപ്പെടുന്നത് അപ്പോ ഞാൻ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇത് ബട്ട് ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞ 2 ദിവസം മാത്രമായിരുന്നു. അത് വളരെ നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ പറ്റിക്കപ്പെടുന്ന ഒരുപാട് ട്രേഡിംഗ് എന്ന് പറഞ്ഞ് പറ്റിക്കപ്പെടുന്ന കുറെ കമ്പനീസ് ഉണ്ട്. അതിന്റെ ഇടയിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയാൻ പറ്റിയ ഒരു മേഖല. ഇതിലൂടെ നമുക്ക് ട്രേഡിങ്ങിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ഓഡിയോയ്ക്ക് എന്തോ പ്രോബ്ലം പറ്റിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. കേൾക്കുന്നുണ്ടോ? ഓഡിയോ ഇച്ചിരി സോറി സർ, അത് ഓക്കെ, ഓഡിയോ എന്തോ പ്രോബ്ലം ആയി സർ. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. ഓക്കെ, താങ്ക് യു. ഇടയ്ക്കൊന്ന് ബ്രേക്ക് ആയി, പൂർണ്ണമായിട്ടും കേൾക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് ഇവർക്ക് ഒത്തിരി എക്സ്പീരിയൻസ് പറയാനുള്ള ആൾക്കാരായിരിക്കും, പക്ഷെ ഒന്ന് ഓഡിയോ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്തത് വേറൊരാള് ഉള്ളത്, അദ്ദേഹത്തിന്റെ പേര് MN സുരേഷ് എന്നാണ്. അദ്ദേഹം മൂവാറ്റുപുഴയാണ് വീട്. അദ്ദേഹം ഈ പറഞ്ഞ അഫിലിയേറ്റ് എന്ന് പറഞ്ഞ ആ ലെവൽ ക്വാളിഫൈ ചെയ്ത ആളാണ്. കൂടുതൽ ഫാമിലീസിലെ സിൻസിയറായിട്ട് കൂടുതൽ ഫാമിലീസിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തയ്യാറായ കൊണ്ട് മാത്രമാണ് ഇത് ക്വാളിഫൈ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. മിസ്റ്റർ MN സുരേഷ് സാർ പ്ലീസ്. താങ്ക് യു സാർ. എന്നെ പരിചയപ്പെടുത്തി, എൻ്റെ പേര് സുരേഷ്, സ്വദേശം എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയാണ്.
ഞാൻ ട്രഡീഷണൽ ബിസിനസ്സിലായിരുന്നു. കോവിഡ് സമയത്താണ് ഞാൻ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും അതിന്റെ ഭാവി എന്താണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കി. അതിന് പല പ്രോജക്റ്റുകളിലും, മൈനിങ് പ്രോജക്റ്റുകളിലും അതുപോലെ ROI പ്രോജക്റ്റുകളിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ട്രേഡിംഗ് അറിയില്ലായിരുന്നു. ഇപ്പൊ ഗണേഷ് സാറാണ് എനിക്ക് ട്രേഡിങ്ങിന് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത്. അപ്പൊ അദ്ദേഹത്തിലുള്ള വിശ്വാസം കൊണ്ട് ഞാനൊരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാതെ അദ്ദേഹം പറഞ്ഞപ്പോൾ തന്നെ ഞാനത് രജിസ്റ്റർ ചെയ്തു. ഇന്ദ്രകുമാർ സാറും ഗണേഷ് സാറും ഒക്കെ ഹെൽപ്പ് ചെയ്തു രജിസ്റ്റർ ചെയ്ത് ഇതെല്ലാം ആക്ടിവേഷനൊക്കെ അവരുടെ സഹായം കൊണ്ടാണ് ഈ ലെവൽ അച്ചീവ് ചെയ്യാൻ സാധിച്ചത്. പിന്നെ രാവിലെ 6:30 ഉള്ള ക്ലാസ് ആണ് ശരിക്കും നമുക്ക് ഇതിനകത്ത് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളത്. അത് ഒരു ദിവസം പോലും മുടങ്ങാതെ അറ്റൻഡ് ചെയ്തത് കൊണ്ടാണ് ഈ ബിസിനസിന്റെ ഭാവി എന്താണെന്നും ഇതിന്റെ പൊട്ടൻഷ്യൽ എന്താണെന്നും ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയതും. അതുവഴി നമുക്ക് ഡെയിലി ട്രേഡിംഗ് ആരംഭിച്ചു. ഒരുവിധം നല്ല രീതിയിൽ ഇപ്പൊ ഇൻകം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് കൂടുതൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് പുതിയതായിട്ട് വന്നിരിക്കുന്ന എല്ലാവർക്കും ഇതിനകത്തൊരു സംശയവും കൂടാതെ ധൈര്യമായിട്ട് ഇതിനകത്ത് വന്ന് രാവിലത്തെ ക്ലാസ്സുകളൊക്കെ രജിസ്റ്റർ ചെയ്ത് രാവിലത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഇന്ദ്രകുമാർ സാറും ഗണേഷ് സാറും സനോജ് സാറും ഒക്കെ പറയുന്നത് കേട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ഭാവി ഇതുവഴി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അത്രയും ഞാനൊരു 40 കൊല്ലമായിട്ട് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ഇപ്പോഴും ആ ഫീൽഡിൽ തന്നെ ഉണ്ട്, ചെറുതായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ശാരീരികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലാണ് ഞാൻ ഈ ബിസിനസ് ബിൽഡ് ചെയ്ത് ഈ ഒരു പൊസിഷൻ അച്ചീവ് ചെയ്തത്. അപ്പൊ എന്നെ കൊണ്ട് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏവർക്കും സാധിക്കും. എല്ലാവർക്കും നന്മ വരെ ആശംസിക്കുന്നു. എൻ്റെ ഈ അച്ചീവ്മെന്റിൽ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ ആശംസകൾ അർപ്പിക്കുകയും ചെയ്ത എല്ലാ സഹോദരങ്ങൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഗണേഷ് സാറ്, അതുപോലെ ഇന്ദ്രകുമാർ സാറ്, സനോജ് സാറ്, അതുപോലുള്ള ലീഡേഴ്സിന് എല്ലാവിധ എൻ്റെ സ്നേഹ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. അപ്പൊ നമുക്ക് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് ആൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്ദു സച്ചിൻ, ഒരു അഫിലിയേറ്റ് ആണ്. മാഡം തൃശ്ശൂരാണ് വീട്, ഇവിടെ ടീച്ചറായിരുന്നു. ആൾക്ക് ഇവിടെ ഇന്ന് ജോയിൻ ചെയ്യാൻ ഒരു അസൗകര്യമുള്ളതുകൊണ്ടിന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇവരൊക്കെ വലിയ വളരെ വിശദമായിട്ട് അവരിൽ നിന്നൊക്കെ എക്സ്പീരിയൻസ് കേൾക്കേണ്ടതാണ്. നമുക്ക് സമയക്കുറവ് കാരണം നമ്മളത് ഇന്ന് നടത്തുന്നില്ല. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം വളരെ ഈ ക്രിപ്റ്റോ ആയിട്ട് ബന്ധപ്പെട്ട് രാവിലെ മോർണിംഗ് സെഷൻ ഹാൻഡിൽ ചെയ്യുന്ന അദ്ദേഹമാണ് മെയിനായിട്ടും. അദ്ദേഹം ഇതിനെ വളരെ സിമ്പിളായിട്ട്, കാരണം ഒരു വിഷയത്തെ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ലളിതമായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ബുദ്ധിമുട്ടുള്ള കാര്യം. നമ്മൾ സാധാരണ എന്ത് വിഷയം നമ്മൾ ചുമ്മാതെ വീട്ടിൽ തന്നെ സംസാരിക്കും, കോംപ്ലിക്കേറ്റ് ചെയ്യാനാണ് നമ്മൾ കൂടുതൽ ആൾക്കാരും ചെയ്യുന്നത്. അപ്പം ലളിതമായിട്ട് ആ വിഷയം ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞു തരികയും ബേസിക്സ് അറിയാൻ മേലാത്ത ആൾക്കാർ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു സൈക്കിൾ ബാലൻസ് ഇല്ലാത്ത ഒരാളെ ഫസ്റ്റ് ഡേ ഒരു ഹെവി വണ്ടിയുടെ സ്റ്റിയറിങ് കൊടുക്കുക എന്ന് പറയുന്ന പോലെ ട്രേഡിങ്ങിൽ ഫസ്റ്റ് ഡേ പ്രോഫിറ്റ് എടുത്ത് തരാം എന്നും പറയാൻ ധൈര്യമുള്ള എത്ര ആൾക്കാരുണ്ട്. അതായത് ഒന്നും അറിയാൻ മേല, അതായത് സ്മാർട്ട് ഫോൺ പോലും നമുക്ക് ഉപയോഗിക്കാൻ അറിയാൻ മേലാത്ത ഒരാൾ ഫസ്റ്റ് ഡേ തന്നെ പ്രോഫിറ്റബിൾ ആയിട്ട് പോകാനായിട്ട് കയ്യെ പിടിപ്പിച്ച് ചെയ്യിക്കുന്ന ആളാണ് ഇന്ദ്രകുമാർ സാറ്. അദ്ദേഹത്തിന്റെ വീട് എറണാകുളത്ത് കാക്കനാടാണ്. ഇൻഡെപ്ത് നോളജ് ഉള്ള ഒരാളാണ്. രാവിലത്തെ സെഷനകത്തൊക്കെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. ഈവനിങ് സെഷൻ ഇപ്പം നമുക്ക് അതിനുള്ള ഇന്ററാക്ട് ചെയ്യാനുള്ള സമയം ഇല്ല എങ്കിൽ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് എന്താണ്, ഈ ക്രിപ്റ്റോ കറൻസി എന്താണ്, ഈ എക്സ്ചേഞ്ചിന്റെ പ്രത്യേകത എന്താണ്, ബിക്കറ്റ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ എന്ത് ഓളിയും നടക്കുന്നുണ്ട്, മാർക്കറ്റിൽ ഈ തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടക്കുന്നത് എന്തുകൊണ്ടാണ്, അത് എന്ത് മനുഷ്യന്റെ അറിവില്ലായ്മ എന്താണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞുതരും. അപ്പം ഇന്ദ്രകുമാർ സാറിനെ ഞാൻ നിങ്ങൾക്ക് എല്ലാവരുടെയും വേണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു. ഓവർ ടു ഇന്ദ്രകുമാർ സാർ, പ്ലീസ്. ഓക്കെ, താങ്ക് യു ഗണേഷ് സർ, താങ്ക് യു. നമ്മളുടെ സമയപരിമിതികളുണ്ട്. എന്തായാലും കുറച്ച് ലേറ്റ് ആയി. നമ്മളുടെ കുറച്ച് അച്ചീവേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ നമ്മളൊരു 10 മിനിറ്റ് സമയം നഷ്ടപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല. അവരുടെ ഒരു റെക്കഗ്നേഷൻ ആണ്. ആക്ച്വലി അത് അവർ എലിജിബിൾ ആണ്, അവർ അർഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് കൊടുത്തേ പറ്റൂ. എന്തായാലും നമുക്ക് അറിയാം നമ്മളുടെ കാര്യങ്ങളല്ലേ. ഇപ്പൊ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഗണേഷ് സാർ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. നമ്മളെ സംബന്ധിച്ച് എന്താണ് ക്രിപ്റ്റോ കറൻസി, എന്താണ് നമ്മുടെ മാർക്കറ്റ് അൽഫ കോസ്റ്റ്, മാക്ലേൺ എന്തൊക്കെയാണ് നമുക്ക് തരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. മെയിനായിട്ടൊന്ന് നമുക്ക് മാക്ലേണിനെ കുറിച്ച്, മാക്ലേൺ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ട്രേഡർ ആയിട്ട് മാറാം. ഒപ്പം തന്നെ അത് മാർക്കറ്റ് ചെയ്തുകൊണ്ട് അതിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കാം. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ പറ്റാവുന്ന 2 കാര്യങ്ങൾ. അത് ഗണേഷ് സാർ കുറച്ചുകൂടെ ഡെപ്തിലേക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ.
ഓക്കെ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അങ്ങനെ വരുന്ന ആൾക്കാർ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കേണ്ട കാര്യമുണ്ട്. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് സാർ പറഞ്ഞു തന്നെയാണ്, നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ്. ടെക്നോളജിയിൽ പഠിച്ചില്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഔട്ടായി പോകും. അത് വളരെ സിമ്പിളായിട്ട് ഒരു കോമൺ സെൻസ് ഉള്ള ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ ഔട്ടായി പോകാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ക്രിപ്റ്റോ കറൻസി. നമുക്കത് പല ആൾക്കാരും ആദ്യമേ തന്നെ നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നമ്മൾ ചോദിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഇത് നിയമവിധേയമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണോ? ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഇന്ത്യയിലേക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിപ്റ്റോ കറൻസി പല ആൾക്കാരുടെയും ഇത് എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. എന്തിനുപയോഗിക്കുന്നു, അത് എന്തുകൊണ്ടിട്ട് മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻ വരുന്നു, അങ്ങനത്തെ നിരവധിയായിട്ടുള്ള സംശയങ്ങളും ഉള്ളിലേക്ക് ഉണ്ടാവും. ഓക്കെ. നമ്മൾ ഇതിന് 2 കാര്യങ്ങൾ സിമ്പിളായിട്ട് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഇന്ന് വേൾഡ് വൈഡ് ആയിട്ട് വൺ വേൾഡ് വൺ കറൻസി എന്നൊരു ആശയത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു സംഭവമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ഓരോ രാജ്യങ്ങളും അതാത് രാജ്യങ്ങളുടെ കറൻസികൾ ഉപയോഗിച്ചുകൊണ്ട്, ഇന്ത്യ ആണെങ്കിൽ നമ്മുടെ റുപ്പി ഉപയോഗിക്കുന്നു, അമേരിക്ക ആണെങ്കിൽ ഡോളർ ഉപയോഗിക്കുന്നു, ജപ്പാൻ ആണെങ്കിൽ എൻ ഉപയോഗിക്കുന്നു. ഇങ്ങനെ നിരവധി ഓരോ രാജ്യങ്ങളും അവരവരുടെ കറൻസികൾ ഉപയോഗിക്കുന്നു. മറിച്ച് നമ്മളെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് നമ്മൾ പല രാജ്യങ്ങളിലൊക്കെ പോകേണ്ട ആവശ്യമുള്ള ആൾക്കാരാണ്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ ന്യൂജൻ ആയിട്ടുള്ള ആളുകളെല്ലാം അല്ലെ, പുതിയ കുട്ടികൾ അവരുടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ മാതാപിതാക്കളൊക്കെ ഇപ്പൊ UK-യിലും ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, കാനഡ, ഇങ്ങനെ US, ഇങ്ങനെ പല രാജ്യങ്ങളിലൊക്കെ ആയിട്ടാണ് ഇപ്പൊ കൂടുതൽ ആൾക്കാരും. ഇവിടുത്തെ ന്യൂ ജനറേഷൻ ആൾക്കാരൊന്നും ഇപ്പൊ ഇന്ത്യയിലില്ല, പ്രത്യേകിച്ച് മലയാളീസ്. എല്ലാ ആൾക്കാരും വിദേശ രാജ്യങ്ങളിലാണ്. അപ്പൊ ഇവർക്കൊക്കെ കറൻസി കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെ, ഇപ്പൊ അവിടെ നിന്ന് കുറെ ഡോളർ കിട്ടിയാൽ ഇന്ത്യയിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം, നമ്മൾ ബാങ്കിലിട്ടു, ബാങ്കിന്റെ ട്രാൻസാക്ഷൻ, ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ടാക്സ്, ഇങ്ങനെ നിരവധിയായിട്ടുള്ള ടാക്സുകളൊക്കെ കൊടുത്ത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു 50% നമ്മുടെ പോകും. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, വളരെ ഫാസ്റ്റ് ആയിട്ട് ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ആക്ച്വൽ ക്രിപ്റ്റോ കറൻസി കൊണ്ടിട്ട് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അപ്പൊ അതാണ് അതിന്റെ ഒരു ഫസ്റ്റ് കാര്യം, ക്രിപ്റ്റോ കറൻസി. അതിന്റെ യൂട്ടിലിറ്റി, പല ക്രിപ്റ്റോ കറൻസികളുടെയും യൂട്ടിലിറ്റി ഉണ്ട്. അതൊക്കെ എന്താണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു പോവാം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇതിന്റെ മാർക്കറ്റിൽ വരുന്ന വേരിയേഷൻസ് ഒക്കെ വരുന്നത്. അതിന്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഒരു കോമൺ ഫാക്ടറാണ്. അതനുസരിച്ച് കൊണ്ടിട്ടാണ് നമുക്ക് ഇതിൽ മാർക്കറ്റിൽ വരുന്ന വ്യത്യാസങ്ങൾ നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പൊ നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞാണ്, ഇത് ഇന്ത്യയിൽ നമുക്ക് നിയമവിധമായിട്ട് ചെയ്യാൻ പറ്റുമോ? ഒരുപാട് സംശയങ്ങൾ, നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുകയും, ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും പല സോഷ്യൽ മീഡിയക്കാർക്ക് പോലും അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴും സോഷ്യൽ മീഡിയക്കാർ പറയും ഇതിപ്പോഴും ഇന്ത്യയിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് അവർ വീണ്ടും ചോദിക്കുന്നുണ്ട്. പല ആൾക്കാരും അതിൽ വീണ്ടും കൺഫ്യൂസ്ഡ് ആവും. നമ്മൾ ഈ ഫോൺ നമ്മൾ ഉപയോഗിക്കുമ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് നമുക്ക് നല്ലതിന് വേണ്ടി ഉപയോഗിക്കാം, ഒന്ന് നമ്മുടെ അറിവ് കേടുകളെ കുറിച്ച്. രണ്ടും ഉണ്ട്. ചില അറിവില്ലാത്ത ആൾക്കാർ പറയുന്നത് ചില ആൾക്കാരെ വിശ്വസിക്കും. മുറിവേറ്റുന്ന ആളെ കൊല്ലുന്ന പറയുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ അറിയും, കുറെ കാര്യങ്ങൾ അറിയില്ല എന്ന് വെച്ചുകൊണ്ടിട്ട് അവരും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കും പല കാര്യങ്ങളും. നമ്മൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ പബ്ലിക് ഡൊമൈനിൽ കിട്ടുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ സെർച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും അഡ്വാൻറ്റേജ്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാരെ ഫോളോ ചെയ്യാണ്ടിരിക്കുക. ഈ കാര്യങ്ങളിൽ, മറ്റു കാര്യങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, എന്തെങ്കിലും നിങ്ങൾക്കൊക്കെ ചെയ്യാം. നമ്മളെ സംബന്ധിച്ച് ഇത് 2022 അല്ലെ, 2021 മാസം, 2021 വർഷത്തിൽ നിർമ്മല സീതാരാമൻ എന്ന് പറഞ്ഞ നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി കേന്ദ്രത്തിലെ നമ്മുടെ ഈ ക്രിപ്റ്റോ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചർച്ചയ്ക്ക് എടുക്കുകയും, അതിനുശേഷം 2022 അത് ഒരു റെഗുലേഷൻ ആയിട്ട് കൊണ്ടുവരികയും, നമ്മുടെ ഇന്ത്യയിലെ ക്രിപ്റ്റോ കറൻസി അസറ്റ് ആണെന്ന് കൺസിഡർ ചെയ്യുകയും ചെയ്തുകൊണ്ടിട്ട്, അല്ലെങ്കിൽ അസറ്റ് ആയിട്ട് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാം, കറൻസി ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല, പകരം ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിക്കേണ്ട, നിങ്ങൾ ഒരു അസറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തോരം വേണമെങ്കിലും സൂക്ഷിക്കാം, നിങ്ങൾക്കത് വിൽക്കേണ്ട സമയത്ത് വിൽക്കാം, നിങ്ങൾക്ക് ലാഭത്തിലോ നഷ്ടത്തിലോ എങ്ങനെ വേണമെങ്കിലും വിൽക്കാം, ഇതിനെ അസറ്റ് ആയിട്ട് കണ്ടുകൊണ്ടിട്ട് ചെയ്യാമെന്നുള്ള ഒരു റെഗുലേഷൻ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. 2022 വന്നാണ്, ഇപ്പൊ 3 വർഷമാവുന്നു. ഓക്കെ, 3 വർഷം കഴിഞ്ഞു. അപ്പൊ ഇത് നിലവിലുണ്ട്. അപ്പൊ അതിന് ഓരോ വർഷങ്ങളും അതിന്റെ മോഡിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ടാവും. കാര്യം വെച്ചാൽ ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, വൺ വേൾഡ് വൺ കറൻസി എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ട്രാൻസാക്ഷൻ്റെ കാര്യങ്ങളും ഒക്കെ വിദേശത്തുള്ള എക്സ്ചേഞ്ചുകളിൽ അല്ലെങ്കിൽ വാലറ്റുകളിൽ, പേഴ്സണൽ വാലറ്റുകളിലൊക്കെ ഒരാൾക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ട്രാൻസാക്ഷൻ ഒക്കെയാണ് നടക്കുന്നത്. അതിന്റെ ബ്ലോക്ക് ചെയിനിലേക്കൊക്കെ ആഡ് ചെയ്ത് വരുന്ന നമ്മുടെ എക്സ്ചേഞ്ചുകൾ വഴിയൊക്കെ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴത്തേക്കും ബ്ലോക്ക് ചെയിനിലൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് കണ്ടുപിടിക്കാനും എളുപ്പമുണ്ട്, അതിന് ഫോളോ ചെയ്യാനും ഒക്കെ സൗകര്യങ്ങളുണ്ട്.
അപ്പൊ അതുകൊണ്ടിട്ട് തന്നെ അത് നിയമവിധേയമാക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുകയും അത് അങ്ങനെയാണ് ഇപ്പൊ നമുക്ക് കറൻസികൾ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് പല രാജ്യങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇന്ത്യയിലും ഇപ്പൊ അത് ഉപയോഗിച്ച് തുടങ്ങി. അതിന് പുതിയ റെഗുലേഷൻ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. നമുക്ക് കറൻസി ആയിട്ട് എങ്ങനെ അല്ലെങ്കിൽ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് വിനിമയത്തിന് വേണ്ടിയിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചും കൂടെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് 2026-27 ആകുമ്പോഴത്തേക്കും നമുക്കതൊരു കറൻസി ആയിട്ട് തന്നെ പരിഗണിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് 100% നമുക്ക് ഇന്ത്യയിൽ ലീഗലായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് ക്രിപ്റ്റോ കറൻസി ഹോൾഡ് ചെയ്യുക എന്നുള്ളത്, ട്രേഡ് ചെയ്യുക എന്നുള്ളത്. ഇതാണ് ഇതിന്റെ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം. അപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ പോലും എന്താണ് ക്രിപ്റ്റോ കറൻസി എന്ന് അറിയണ്ടേ? ക്രിപ്റ്റോ കറൻസി എന്താണെന്ന് അറിയണം. അത് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ഇതിന്റെ ഏറ്റവും ബിഗിനിങ് ആയിട്ട് തുടക്കത്തിൽ വന്നിരിക്കുന്ന ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ആക്ച്വൽ BTC ആണ്. അത് ലെങ്തി പ്രോഗ്രാം ആണ്, നമുക്കൊരു 2-3 ദിവസമൊക്കെ എടുത്ത് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ് അതൊക്കെ. എന്നാലും ഒന്ന് ഓടിച്ചു പോവാം നമുക്ക്. 2008 സന്തോഷി നക്കമോറ്റോ എന്ന് പറയുന്ന ഒരു ജപ്പാൻകാരനാണ് ഇതിന്റെ ഉപജ്ഞാതാവെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ കൃത്യമായിട്ട് ഇപ്പോഴും അത് നിർണയിച്ചിട്ടില്ല ആരാണെന്നുള്ളത്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്ക ജപ്പാൻ ഇതിനെ ഉപയോഗിച്ച സാമ്പത്തിക ഉപരോധത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് അവരുടെ നമുക്കറിയാം ഇലക്ട്രോണിക്സ് ഐറ്റംസിലൊക്കെ നമ്പർ 1 ആയിട്ട് നിരുന്ന ജപ്പാനാണ്. അപ്പൊ ഇപ്പോഴാണ് ചൈനയിലേക്കൊക്കെ അത് സ്പ്രെഡ് ആയിരിക്കുന്നത്. ആ കാലഘട്ടങ്ങളിൽ ഏറ്റവും ഇവരുടെ സാധനങ്ങൾ മാർക്കറ്റ് ചെയ്യാനും അവർക്ക് പണം ആയിട്ട് തിരിച്ചു കിട്ടാനും ഒക്കെ ഉള്ള ഒരു സാധ്യതകൾ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിട്ട് അവർ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് സംവിധാനം കണ്ടെത്തിയതാണ് ആക്ച്വൽ നമ്മുടെ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. ക്രിപ്റ്റോ കറൻസിയുടെ പുതിയ വെർഷനാണ് ക്രിപ്റ്റോ കറൻസി. പഴയതെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതൊരു നമ്മളൊരു കുറച്ച് അല്ലെ ഒരു മെയിലില് ആ സമയത്ത് മെയിൽ എന്ന് പറയാൻ പോലും പറ്റൂല, നമ്മുടെ അല്ലാത്ത രീതികളിലുള്ള അല്ലെ നമ്മുടെ ഇൻലൻഡ് ഈ പോസ്റ്റൽ തപാൽ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിട്ട് അല്ലെങ്കിൽ മെസ്സേജുകളിലൂടെ SMS-കളിലൂടെ കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടിട്ട് ഒരു കുറെ വേർഡ്സുകളും അൽഗരിതം ആയിട്ടുള്ള കുറെ വേർഡ്സും ലെറ്റേഴ്സും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംവിധാനം, അത് ട്രാൻസ്ഫർ ചെയ്തെടുത്തുകൊണ്ടിട്ട് വന്നിരുന്ന ഒരു സംവിധാനത്തെയാണ് നമ്മൾ ബ്ലോക്ക് ചെയിനിലേക്ക് ആഡ് ചെയ്യുകയും ക്രിപ്റ്റോ കറൻസി ആയിട്ട് കൺവേർട്ട് ആവുകയൊക്കെ ചെയ്തത്. അങ്ങനെ 2010 ക്രിപ്റ്റോ കറൻസി ആയിട്ട് വരികയും നമ്മുടെ ബിറ്റ്കോയിൻ BTC ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ഒരു സംവിധാനം നിലവിൽ വരികയും അന്നത്തെ അതിന്റെ വില എന്ന് പറയുന്നത് വളരെ തുച്ഛമായിട്ടുള്ള, ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യൻ മണി എന്ന് പറയുന്നത് വെറുതെ ഒരു 5 രൂപ താഴെ 4 രൂപ ആ ഒരു അടുത്ത പ്രൈസിൽ വരുന്ന ഒരു തുകയ്ക്ക് നമുക്ക് ഒരു ബിറ്റ്കോയിൻ കിട്ടുമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഇന്നത്തെ വില നിങ്ങൾ പത്രങ്ങളിലും അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന വിലയാണ്. ഇന്ന് 1 കോടി രൂപയിലും മേലെ അതിന്റെ വിലയായിട്ടുണ്ട്. അത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ യൂട്ടിലിറ്റിയാണ്. പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ട് അത് മാത്രമല്ല ഇതിന്റെ ബ്ലോക്ക് ചെയിനിലേക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ബ്ലോക്ക് ചെയിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസോ അല്ലെങ്കിൽ ഒരു സിസ്റ്റമോ എന്തെങ്കിലും ഒരു വൺസ് അതിന്റെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എത്ര വേണം അതിന്റെ ലിമിറ്റ് എന്നുള്ളത് അഡ്വാൻസ് ആയിട്ട് ഫിക്സ് ചെയ്യുകയും അതിൽ കൂടുതൽ കൂട്ടിച്ചേർക്കാനോ കുറയ്ക്കാനോ ഒരിക്കലും പിന്നെ പറ്റില്ല. അതാണ് ബ്ലോക്ക് ചെയിൻ്റെ ഒരു ആദ്യത്തെ അഡ്വാൻറ്റേജ്. ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് ഒരു വലിയ സബ്ജക്റ്റ് ആണ്. നമുക്കത് കേരള ഗവൺമെന്റ് പോലും അതൊരു കോഴ്സായിട്ട് തന്നെ നമുക്ക് ഇവിടെ ചെയ്യുന്നുണ്ട്. പല ആൾക്കാർക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ പഠിക്കേണ്ട കാര്യമുണ്ട്. ഒന്നുമില്ല, നമ്മൾ വളരെ സേഫ് ആയിട്ടും ട്രാൻസ്പെറന്റ് ആയിട്ടും ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വികേന്ദ്രീകൃതമായിട്ടുള്ള കുറെ ഡാറ്റകൾ സംഭരിക്കുന്ന ഒരു സംവിധാനമാണ് ആക്ച്വൽ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. അത് ഓരോ കാര്യങ്ങളും പൂർണ്ണമാകുമ്പോഴത്തേക്കും അതൊരു ബ്ലോക്കിലേക്ക് ആഡ് ചെയ്യുകയും അതൊരു ചെയിനിൽ ലോക്ക് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ആക്ച്വൽ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കിപ്പോ നോർമൽ ബാങ്കിങ് മേഖലകളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ മേഖലകളിലേക്കൊക്കെ അതൊരു 100% അത് ആഡ് ചെയ്ത് കഴിഞ്ഞു അടുത്ത കാലഘട്ടങ്ങളിൽ. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ഇത് ഫോളോ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ല. ഒരു 100 വർഷം കഴിഞ്ഞാലും ഈ കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് അതിന്റെ ആ പാസ്വേഡും സെറ്റിംഗ്സും ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം. ഡീസെൻട്രലൈസ്ഡ് ആയതുകൊണ്ട് ആരൊക്കെയാണോ അതിന്റെ കൺട്രോൾ ഉള്ളത് പല ആൾക്കാരുടെ കയ്യിലായിരിക്കും, ഒറ്റയ്ക്ക് ഉള്ള ഒരു കൺട്രോൾ ആയിരിക്കില്ല അതൊരിക്കലും. അപ്പൊ അതുകൊണ്ടിട്ട് തന്നെ ഏതെങ്കിലും ഒരാൾക്ക് അതിന്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനായിട്ടുള്ളൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതാണ് ആക്ച്വൽ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ അറിവുകളൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതൊക്കെ പഠിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടും? ഇതിന് നമുക്കൊരു എന്താ പറയുന്ന ഒരു തുടക്കം, ബിഗിനിങ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് കിട്ടാവുന്ന കുറെ സാധ്യതകളുണ്ട്.
നമുക്കറിയാം നമ്മുടെ പബ്ലിക് ഡൊമൈനിൽ ഇപ്പം നേരത്തെ ഗണേഷ് സാർ സൂചിപ്പിച്ചത് തന്നെയാണ്, പബ്ലിക് ഡൊമൈനിൽ കിട്ടുന്നുണ്ട്. ഫ്രീ ആയിട്ട് കിട്ടുന്ന കുറെ സംഭവങ്ങളുണ്ട്. കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ കോയിൻ ബേസ് ലേൺ എന്ന് പറയുന്ന സാധനം, ബിനാൻസ് അക്കാഡമി, ഇൻവെസ്റ്റോപീഡിയ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് പബ്ലിക് ഡൊമൈനിൽ നിന്ന് എടുക്കാം. അതിനുശേഷം അതിന്റെ അഡ്വാൻസ് ലെവലിലേക്ക് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസരി എന്ന് പറയുന്നത്, ഡെഫിയന്റ് എന്ന് പറയുന്നത്, ക്രിപ്റ്റോ കമ്പയർ എന്ന് പറയുന്നത്, അങ്ങനെ നിരവധിയായിട്ടുള്ള പൈസ കൊടുത്ത് കിട്ടാൻ പറ്റുന്ന സാധനങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് ഓൺലൈനിലൂടെ വാങ്ങിക്കാം. അത് കോഴ്സ് ഒന്നുമല്ല, ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ മാത്രം. ഇനി ഇത് കോഴ്സായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ കുറെ സാധ്യതകളുണ്ട്. കോഴ്സായിട്ട് കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, ബ്ലോക്ക് ചെയിൻ എന്താണെന്ന് പഠിക്കണം, ക്രിപ്റ്റോഗ്രാഫി എന്താണെന്ന് പഠിക്കണം, ഈ അൽഗരിതം എന്താണ്, ഇതിന്റെ പസിൽ സോൾവിങ് എങ്ങനെയാണ്, ഇതിന്റെ നിർമ്മിത ബുദ്ധി എങ്ങനെ ഉപയോഗിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പറ്റാവുന്ന കുറെ സിസ്റ്റംസ് ഉണ്ട്. ഒന്നാണ് നമുക്ക് മാക്ലേൺ എന്ന് പറയുന്നത്. ഏറ്റവും വില കുറഞ്ഞ് കിട്ടാൻ പറ്റാവുന്ന ഒരു സാധനമാണ് മാക്ലേൺ എന്ന് പറയുന്നത്. അതിൽ ഇപ്പൊ മാർക്കറ്റിൽ വില കൂടിയെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ മാർക്കറ്റ് അൽഫ കോസ്റ്റിന്റെ മാക്ലേണിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സംവിധാനത്തിന്റെ വില എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഏകദേശം നമ്മുടെ ഇന്ത്യൻ മണി 3 ലക്ഷം രൂപ വരും. 3000 പരം ഡോളറാണ് അതിന്റെ ചാർജ് വരുന്നത്. നമ്മൾ ടാക്സ് ഒക്കെ അടച്ചു വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു 3 ലക്ഷം രൂപയിൽ മേലെ നമുക്ക് ചിലവ് വരുന്നതാണ്. കോഴ്സറ എന്ന് പറയുന്ന ഒരു അക്കാഡമിയുടെയാണത്. അവരുടെ കോഴ്സറ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ തന്നെ പൈസ കൊടുക്കണം. $3000 കൊടുത്തെങ്കിലാണ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അതിന്റെ അഡീഷണൽ ഫീസും കൂടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ EDX എന്ന് പറയുന്ന വേറെ സംവിധാനമുണ്ട്. അതും ഏകദേശം $2800 അതിന്റെ വില വരുന്നത്. ഇന്റർനാഷണൽ ആണ് ഇതെല്ലാം. യുഡെമി എന്ന് പറയുന്ന വേറൊരു സംവിധാനമുണ്ട്. ഇതിനെക്കുറിച്ചുള്ള അൾട്ടിമേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെയാണ് മാക്ലേൺ. അപ്പൊ കമ്പാരിറ്റീവ്ലി നമ്മളെ സംബന്ധിച്ച് മാക്ലേണിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് US ബേസ്ഡ് ആണ്, നേരത്തെ UK ബേസ്ഡ് ആണ് ഗണേഷ് സാർ നേരത്തെ പറഞ്ഞാണ് അതിനെ കുറിച്ചൊക്കെ. വെറുതെ $100 മാത്രമേ ഇതിന്റെ വിലയുള്ളൂ. 9000 രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ വില. അപ്പൊ ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ്, നമുക്ക് ഇത് മാർക്കറ്റ് ചെയ്യാം, നമുക്കിത് വേണ്ട ആൾക്കാർക്ക് കൊടുക്കാം, അതിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കാം. ഒപ്പം തന്നെ അത് കോഴ്സായിട്ട് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യാനും പറ്റും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രിപ്റ്റോഗ്രാഫിയിലൂടെ മൈനിങ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ അത് ഉപയോഗിച്ച് ചെയ്യാം. സ്വാഭാവികമായിട്ട് നിങ്ങൾ 9000 മുടക്കുന്ന അല്ലെങ്കിൽ $100 മുടക്കി വരുന്ന ഒരാൾക്ക് അത് സിമ്പിളായിട്ട് പഠിച്ചെടുക്കുക. ഒരു കാര്യം പഠിക്കുക എന്നുള്ളത് പണ്ട് തൊട്ടേ നമ്മൾ പ്രത്യേകിച്ച് മലയാളീസിനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അവർ കുറച്ച് കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്യും, പക്ഷെ അത് പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. പല ആൾക്കാർക്കും അത് ചെയ്യാനും പറ്റാറില്ല. നമ്മളെ സംബന്ധിച്ച് അത് പ്രാക്ടിക്കലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളൊരു സപ്പോർട്ടിംഗ് സിസ്റ്റം കൂടെ ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് നേരത്തെ ഇവിടെ പല ആൾക്കാരും പറഞ്ഞിരുന്നത്. കാലത്തെ നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏത് സമയത്ത് ക്രിപ്റ്റോ വാങ്ങിക്കണം, എങ്ങനെയാണ് ഇത് ക്രിപ്റ്റോ വാങ്ങിക്കേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിന്റെ ബേസ് കറൻസികൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ രാവിലെ നമുക്ക് അതിന്റെ ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് അത് പഠിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് ഈ കാര്യങ്ങൾ കേട്ടു നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 9000 കൊടുത്ത് നിങ്ങൾ മാക്ലേൺ മേടിച്ചു കഴിഞ്ഞാൽ, മാക്ലേൺ പഠിക്കാനും തുടങ്ങണ്ട. പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് പിറ്റേ ദിവസം രാവിലെ തൊട്ട് തന്നെ അതിലേക്ക് ട്രേഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് പൈസയും കൂടെ അഡീഷണൽ ഉണ്ടെങ്കിൽ ആ തുകയ്ക്ക് അനുസൃതമായിട്ടുള്ള ട്രേഡിംഗ് നടത്തിക്കൊണ്ടിട്ട് നിങ്ങൾക്കൊരു ദിവസം 1% മുതൽ ഒരു 10% വരെ ട്രേഡിംഗ് പ്രോഫിറ്റ് ഡെയിലി നിങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ടുകൊണ്ടിട്ട് വേറെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ, ഒരാളെ സപ്പോർട്ടും ഇല്ലാതെ നിങ്ങൾക്ക് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാനും വിഡ്രോ ചെയ്യാനും, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഓരോ ദിവസത്തെ ഫണ്ടുകൾ മാറ്റാനും ആവശ്യമുണ്ടെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനും ഒക്കെ പഠിപ്പിച്ചു തരുന്ന ഒരു സംവിധാനം നമ്മളിവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്ന് ട്രേഡ് ചെയ്ത ആൾക്കാരുടെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ കുറച്ച് മുമ്പ് കേട്ടത്, കുറച്ച് ആൾക്കാരെ. അതുപോലെ തന്നെ ഇതിന്റെ മാക്ലേണിന്റെ മാർക്കറ്റിംഗ്, അതിനെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതും ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങൾ കേട്ടു. ഇതൊക്കെ നമുക്ക് നല്ല റിട്ടേൺ, ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇന്ന് നിങ്ങളൊരു 9000 മുടക്കി ഇതിലേക്ക് അസോസിയേറ്റ് ചെയ്ത ഒരാൾക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. നമ്മൾ പഠിക്കാൻ നിർബന്ധിതമാവുന്നതും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പണം ശേഖരിക്കാനും വേണ്ടി, അല്ലെങ്കിൽ സമ്പാദിക്കാനോ, അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി നീഡ്സിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് പണം കൈവശം ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും മിനിമം പൈസ കൊടുത്തുകൊണ്ട് ഈ നമ്മുടെ മാർക്കറ്റ് അൽഫ കോസ്റ്റ് വാങ്ങിക്കുകയും നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെയും ഇതിനോ പൈസ ആവശ്യമുണ്ടെന്ന്, അല്ലെങ്കിൽ അവർക്ക് ഒരു തൊഴിലായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു ബിസിനസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടോ ഒക്കെ ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് ആൾക്കാരെ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ അവരിലൂടെ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിലൂടെ അവർക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കാമെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, നിങ്ങൾക്ക് ആ ഓരോ ആൾക്കാരെ ഇതിലേക്ക് അഫിലിയേറ്റ് ചെയ്യുമ്പോഴും, അല്ലെ, നേരത്തെ ഗണേഷ് സാറ് പറഞ്ഞു നമ്മളെ ആമസോൺ പോലെ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പോലെയോ എയർ ഇന്ത്യ പോലെയുള്ള ഫ്ലൈറ്റ് സർവീസിനൊക്കെയോ നമ്മൾ നല്ലതാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് ഒരാളെ
ഒരാൾക്ക് റെഫർ ചെയ്യുക എന്നുള്ളതിനാണ് നമ്മൾ അഫിലിയേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ അഫിലിയേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന വരുമാനം അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്താൽ നിങ്ങൾക്ക് ഡെയിലി ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ, നിങ്ങളുടെ ഡെയിലി നീഡ്സിന് ആവശ്യമായ പണം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതൊരു വലിയ ഒരു സാഹചര്യമാണ്, നമുക്കൊരു ഒരു വലിയ അവസരമാണ് ഈ മാർക്കറ്റിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ കിട്ടുകയും ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെ, ഞാൻ നേരത്തെ പറഞ്ഞു ഇത് വന്നു കഴിഞ്ഞാൽ എന്താണ് ക്രിപ്റ്റോ കറൻസി എന്നുള്ളതും അതിലേക്ക് ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പോകാൻ, ഞാൻ സ്ക്രീൻ ഷെയർ ഒന്ന് ചെയ്യണേണ്. നമുക്കറിയാം ഇത് എവിടുന്ന് കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടാനുള്ള ഒരു സംവിധാനം ഇതാണ്. നമുക്ക് കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. നിരവധി ഞാൻ നേരത്തെ പറഞ്ഞാണ് കോയിൻ ബേസ് ലൈൻ എന്ന് പറയുന്ന ഇതിന്റെ ഒരു ബെറ്റർ സംവിധാനമാണ് നമ്മൾക്ക് കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു പേജാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ വരാൻ, നിങ്ങൾക്ക് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, ഇതാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ആപ്പ്. അത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ഐ ഡിയെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പെർമനന്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ കിടന്നോളും. നിങ്ങൾക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും ഏതൊക്കെയാണ് നമ്പർ 1 കോയിനുകൾ, ഏതൊക്കെയാണ്, എത്ര മാർക്കറ്റ് ക്യാപ്പ് നടക്കുന്നുണ്ട്, എത്ര വോളിയം ബിസിനസ് നടക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള എക്സ്ചേഞ്ചുകൾ എന്തൊക്കെയാണ് ക്രിപ്റ്റോ കറൻസികൾ. ഇപ്പൊ നമുക്ക് നേരത്തെ സാർ തുടങ്ങിയ സമയത്ത് സൂചിപ്പിച്ചതാണ്, ഏകദേശം 37 ലക്ഷം ക്രിപ്റ്റോ കറൻസികൾ മാർക്കറ്റിലുണ്ട്. ഒപ്പം തന്നെ 2 ലക്ഷത്തോളം NFT ഉണ്ട്. നിരവധിയായിട്ടുള്ള സാധനങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ ചെയിൻ, അല്ലെ, ബ്ലോക്ക് ചെയിൻ എന്തൊക്കെയുണ്ട്. ഇപ്പൊ നമുക്കറിയാം ഏറ്റവും ലീഡിംഗ് ആയിട്ട് നിൽക്കുന്ന ബ്ലോക്ക് ചെയിൻ ഒന്ന് എത്തേറിയത്തിന്റെ ബ്ലോക്ക് ചെയിൻ ആണ്. 639 പ്രോജക്റ്റുകൾ അവർക്കുണ്ട്. അപ്പൊ എത്തേറിയത്തിന്റെ നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട് വരുന്ന ക്രിപ്റ്റോ കറൻസികൾ ഏതൊക്കെയാണ്, അത് നിങ്ങൾക്ക് ആ നെറ്റ്വർക്കിൽ ആ ബ്ലോക്ക് ചെയിനിൽ വർക്ക് ചെയ്യുന്ന കോയിൻസ് ഏതൊക്കെയാണ്, അതിന്റെ ടോക്കൺസ് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അതിൽ എടുക്കാം. അതുപോലെ ട്രോൺ 15 പ്രോജക്റ്റുകൾ അവരുടെ നിലവിലുണ്ട്. സൊളാനോക്ക് 76 പ്രോജക്റ്റുകളുണ്ട്. BSCക്ക് 435 പ്രോജക്റ്റുകളുണ്ട്. BNB എന്ന് പറയുന്നത് നമ്മുടെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നെറ്റ്വർക്കാണത്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള പോളിഗൺ ഉണ്ട്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള നെറ്റ്വർക്കുകളുണ്ട്. NFT-കളുണ്ട്, നിരവധിയായിട്ടുള്ള NFT-കളുണ്ട്. നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലിസ്റ്റ് ചെയ്തിരിക്കുന്ന NFT-കൾ എന്ന് പറയുന്നത് ഒരു 1000 താഴെ ഉണ്ടാവുള്ളൂ. അല്ലാത്ത ഒരു 2 ലക്ഷത്തോളം NFT-കൾ മാർക്കറ്റിൽ ഉണ്ട്. പല പേരുകളൊക്കെ അറിയപ്പെടുന്നുണ്ടാവും. നിങ്ങൾ പല ആൾക്കാരും നിങ്ങളുടെ അടുത്തൊരു NFT ഉണ്ട്, നിങ്ങൾ മേടിച്ചു വെച്ചോ, നാളെ അതിന്റെ വില വളരെ കൂടുമെന്നൊക്കെ പറഞ്ഞൊക്കെ വരുന്ന കാണുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ എപ്പോഴും നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മളുടെ ഈ മാർക്കറ്റ് ക്യാപ്പിൽ, കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ പോയതിന് ശേഷം ഇത് എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് പഠിക്കണം. ഇതൊക്കെ ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ, ഇതിൽ വരാൻ സാധ്യതയുണ്ടോ, ടോക്കൺ ആണോ ഇത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അതൊക്കെ മേടിച്ചാൽ സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ പൈസ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പൈസ കൊണ്ടുപോയി ആരെങ്കിലും കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതൊക്കെ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ നിരവധി കാര്യങ്ങൾ തരുന്ന ഒരു സംഭവം മാക്ലൈൻ എന്ന് പറയുന്നത്. അതിന്റെ കോഴ്സുകൾ നിങ്ങൾ പഠിക്കുക സ്വന്തമായിട്ട്. ഒപ്പം തന്നെ നമ്മുടെ കോയിൻസിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ ഇതൊക്കെയാണ് നമ്മുടെ നമ്പർ 1. നമുക്ക് ഏകദേശം 37 ലക്ഷം ക്രിപ്റ്റോ കറൻസികളുണ്ട്. അതിൽ തന്നെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന 2500-നും 2000-നും ഇടയ്ക്കുള്ള കോയിനുകളാണ് എക്സ്ചേഞ്ചിൽ ലൈവായിട്ട് ഉണ്ടാവുള്ളൂ. ഒരുപാട് ക്രിപ്റ്റോ കറൻസികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ചിലപ്പോൾ 1 മാസം കഴിയുമ്പോഴോ 3 മാസം കഴിയുമ്പോഴോ 6 മാസം കഴിയുമ്പോഴോ പിന്നെ അത് കാണുന്നുണ്ടാവില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ക്രിപ്റ്റോ കറൻസികളും എക്സ്ചേഞ്ചുകളിൽ, ലീഡിംഗ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ അവരുടെ കുറെ ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ചെയ്യണം. അങ്ങനെ ഫുൾഫിൽ ചെയ്യാത്ത ക്രിപ്റ്റോസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടോക്കൺസ് ഉണ്ടെങ്കിൽ, അവര് 3 മാസം അവരുടെ പ്രോജക്റ്റ് ഓൺഗോയിങ് ആയിട്ട് നല്ല രീതിയിൽ ഓൺഗോയിങ് ആണെന്ന് അവർ അന്വേഷിക്കും, നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ടാവും. അങ്ങനെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത്, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് കൊണ്ടുപോകാത്ത ക്രിപ്റ്റോകളോ അല്ലെങ്കിൽ ടോക്കൺസോ ഒക്കെ എന്ത് ചെയ്യും, ഡിലിസ്റ്റ് ചെയ്യപ്പെടും. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും പല ആൾക്കാരുടെയും, ചില ആൾക്കാർ മാർക്കറ്റിൽ ഇപ്പൊ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഇപ്പൊ തന്നെ മേടിച്ചോ എന്നൊക്കെ പറഞ്ഞ് മേടിക്കുന്ന സാധനങ്ങൾ ചിലപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞിട്ട് നമ്മളത് വിൽക്കാൻ പോകുമ്പോഴത്തേക്കും അത് ഡീലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ആയിരിക്കും നമുക്ക് കാണുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് അർത്ഥം. അപ്പൊ ചെറിയൊരു സബ്ജക്റ്റ് അല്ല ആക്ച്വലി. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിന്റെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ നിരന്തരമായിട്ടുള്ള റിസർച്ചിന്റെയും മറ്റു കാര്യങ്ങൾ പഠിച്ചതിനെ കുറിച്ച് ഡെപ്തിലേക്കുള്ള പഠിത്തങ്ങളും വന്നതിന് ശേഷം വന്നിരിക്കുന്ന കുറെ ആൾക്കാരുടെ നിർദ്ദേശങ്ങളും ഒക്കെ വെച്ചുകൊണ്ടിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. മാർക്കറ്റിൽ ഇപ്പൊ എക്സ്ചേഞ്ചിൽ 2000 കോയിൻ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഒരു 10 കോയിനിൽ, അല്ലെങ്കിൽ ഒരു 20 കോയിന്, അല്ലെങ്കിൽ ഏറ്റവും 100-ൽ താഴെയുള്ള കോയിനുകൾ എടുത്തുകൊണ്ട് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഏത് എക്സ്ചേഞ്ചുകൾ എടുക്കണം, അതെല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഏത് എക്സ്ചേഞ്ച് എടുക്കണമെന്ന് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഇതിൽ നമുക്ക് അറിയാം നമ്മുടെ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന എക്സ്ചേഞ്ചുകളുടെ ലിസ്റ്റ് ഉണ്ടാവും. നേരത്തെ ഗണേശ് സാർ പറഞ്ഞു, ബിറ്റ്ഗെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ 6th പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് കാണുന്നത്. ഇതാണ് ഇതിന്റെ വോളിയം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അതിന്റെ ഏറ്റവും മുകളിൽ കാണാൻ പറ്റും സ്പോട്ട് ട്രേഡിംഗ്.
നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്ന സ്പോട്ടാണ്. അതിന്റെ വോളിയം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. 8, 10, 100, 1000, 10,000 ലക്ഷം, 10 ലക്ഷം കോടി, 10 കോടി, 100 കോടി, 629 കോടി 26,67,946 ഇൻറ്റു 90 കൂട്ടിയാൽ മതി നിങ്ങൾ. അതാണ് ഒരു 24 hours നടക്കുന്ന ട്രേഡിംഗ് വോളിയം, സ്പോട്ട് മാർക്കറ്റിൽ മാത്രം. ഫ്യൂച്ചറിലൊക്കെ വേറെയാണ്. അപ്പൊ അത്രയും വോളിയം നടക്കുന്നത് എന്തിന്? അത് USDT ബേസ് ചെയ്തുകൊണ്ട് മാത്രം. BTCക്ക് വേറെ, എത്തേറിയത്തിന്റെ വേറെ, ഇങ്ങനെ നിരവധി ഓരോ കോയിനുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ നിങ്ങൾ ഓരോന്നും ഇതിന്റെ എവറിത്തിങ് നിങ്ങൾക്ക് ഇതിൽ കിട്ടും. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് കിട്ടും. പിന്നെ അഡ്വാൻസ് ലെവൽ മാത്രമേ ഉള്ളൂ വേറെ ലെവലിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മൾ ബിറ്റ്ഗെറ്റിൽ വന്ന കാര്യങ്ങളാണ് ഇപ്പൊ കണ്ടത് നിങ്ങൾക്ക്. അപ്പൊ ബിറ്റ്ഗെറ്റിൽ അത്രയും ടേൺ ഓവർ നടക്കുന്നുണ്ട് എവറി ഡേ എന്ന് പറയുന്ന രീതിയിൽ. അതുപോലെ തന്നെ അതിന്റെ ടോപ്പിലേക്കുള്ളതും താഴത്തേക്കുള്ളതും എക്സ്ചേഞ്ചുകളൊക്കെ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി ടോപ്പ് 20 സെലക്ട് ചെയ്യുക. ഏറ്റവും ബെറ്റർ ഓപ്ഷൻസ് അതായിരിക്കും. ടോപ്പ് 20 നമ്മുടെ റാങ്കിങ്ങുകളിൽ ടോപ്പ് 20 നിൽക്കുന്ന എക്സ്ചേഞ്ചുകൾ എടുക്കുക. അതുപോലെ തന്നെ ടോപ്പ് 20 ക്രിപ്റ്റോകൾ എടുക്കുക. അത് ട്രേഡ് ചെയ്യുക. നിലവിലുള്ളതാണ്. നമുക്ക് അതിനെക്കുറിച്ച് കൺഫ്യൂഷൻ വേണ്ട. അടുത്ത ഡീലിസ്റ്റ് ചെയ്യപ്പെടുന്ന പേടി വേണ്ട. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്യുക, ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്. അങ്ങനെ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം, നിങ്ങൾ ബിറ്റ്ഗെറ്റിലേക്ക് ട്രേഡ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോയിനുകൾ സെലക്ട് ചെയ്യുന്നു. ഏത് കോയിൻ വേണം എന്നുള്ളത് നിങ്ങൾക്ക് ഏത് കോയിൻ വേണമെന്ന് സെലക്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ BTC ആണെന്നുണ്ടെങ്കിൽ അല്ലെ, ഗണേശ് സാർ നേരത്തെ ഇതിൽ പറഞ്ഞതാണ്, 2010 BTC എന്ന് പറയുന്ന ഒരു കോയിൻ നിങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അന്നത്തെ അതിന്റെ വില വെറുതെ നമുക്ക് ഇന്ത്യൻ മണി 4 രൂപയിൽ താഴെ ഉണ്ടായിരുന്ന ഒരു സാധനമാണ് അല്ലെ. നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഈ ഒരു സെൻട്രൽ ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതിന്റെ പ്രൈസ് അല്ലെ. 2010 ജൂലൈ 15-ാം തീയതി $0.0484 ആയിരുന്നു പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മണി ഒരു 4 രൂപയെ താഴെയായിരുന്നു എന്നർത്ഥം. ഇന്നത്തെ വില എന്ന് പറയുന്നത്, ഇന്നത്തെ വിലന്റെ ഏറ്റവും ടോപ്പ് ഹയസ്റ്റ് വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് $1,15,595.19 ആണ്. ഏറ്റവും ടോപ്പ് വന്നിരിക്കുന്നത് $1,23,091.61 വില ഏറ്റവും ടോപ്പ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 1,10,00,000 രൂപയോളം, 1,10,05,000 രൂപയായിരുന്നു അതിന്റെ ഇന്ത്യൻ മണിയായിട്ട് കൺവെർട്ട് ചെയ്താൽ കിട്ടുന്ന പ്രൈസ്. അപ്പൊ ഇത് 4 രൂപയിൽ നിന്ന് 1,10,00,000 രൂപയിലേക്ക് വന്ന വളർച്ച എന്ന് പറയുന്നത് 15 വർഷം കൊണ്ടിട്ടാണ്. ജൂലൈ 15, 2010 തൊട്ട് ജൂലൈ 14, 2025 വരെയുള്ള ഒരു 15 വർഷത്തെ കാലയളവിൽ വന്ന വളർച്ചയാണ്. ഈ വളർച്ച നമ്മൾക്ക് ഉപയോഗിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. 2010 ഒരു കോമൺ മാൻ അല്ലെ ചിന്തിക്കുന്നത് എന്താ? അവർക്കൊരു കംഫർട്ടായിട്ട് യാത്രകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 വീലർ സംഘടിപ്പിക്കണം. അതായിരുന്നു 2010 ചിന്ത. ഇപ്പൊ അത് കാറിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. 2010 നമ്മളൊരു ബൈക്ക് മേടിക്കാനായിട്ട് ഒരു 40,000 രൂപ മുടക്കിയാൽ ഒരു ഹീറോ ഹോണ്ടയുടെ സ്പെൻഡറോ അങ്ങനത്തെ ബൈക്കുകളൊക്കെ CD100 ഒക്കെ കിട്ടുമായിരുന്നു. അങ്ങനെ നമ്മളൊരു ബൈക്ക് മേടിക്കാനുള്ള ഒരു പൈസ വെച്ചുകൊണ്ടിട്ട് അന്ന് ഒരു 40,000 രൂപ ചെലവാക്കിയാലാണ് നമുക്കൊരു ബൈക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ സെയിം പ്രൈസ് നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ അതേ കാലഘട്ടങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു? ഒരു 10,000 ക്രിപ്റ്റോ കറൻസി BTC വാങ്ങിച്ചു വെക്കാൻ. 10,000 BTC നിങ്ങളുടെ കൈവശം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ പ്രൈസ് വെച്ച് നിങ്ങളൊന്ന് കണക്കാക്കി നോക്കിയാൽ നിങ്ങൾക്കറിയാം അല്ലെ, ഏകദേശം 11,000 കോടി രൂപ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. 11,000 കോടി രൂപ. ഒരു ബൈക്കിന്റെ വിലയോ അന്ന് മേടിച്ച ബൈക്കിന്റെ വിലയാണെങ്കിൽ ഇന്ന് അത് 4,000 രൂപയായിട്ട് കുറയും. അതാണ് വ്യത്യാസം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് റൈറ്റ് ടൈമിൽ റൈറ്റ് ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും. ഒരു സാമ്പത്തികമായിട്ട് നമ്മൾ ഉന്നമനം ചിന്തിക്കുന്ന ഒരാൾക്കാരാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ സ്വാഭാവികമായിട്ട് A+B ഹോൾ സ്ക്വയർ, A²+2AB+B² എന്ന് പഠിച്ചിട്ടുണ്ടാവും നമ്മളൊക്കെ. പക്ഷെ അത് എന്തിനാണെന്നുള്ളതോ എന്താണ് അതിന്റെ കാര്യമൊന്നും നമുക്കറിയാൻ പാടില്ല. പക്ഷെ നമ്മൾ സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അത് യൂസ്ഫുൾ ആണ്. അതിന്റെ ഡെപ്തിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അത് വിനിയോഗിക്കാൻ പറ്റും. അങ്ങനെ വിനിയോഗിക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ 10,000 രൂപ അല്ലെങ്കിൽ 40,000 രൂപ ഉണ്ടായിരുന്നത് 10,000 കോടി രൂപയാക്കി മാറ്റാൻ പറ്റും. അല്ലാതെ അതെന്തിനാ ഞാൻ പഠിച്ചിരുന്നതെന്ന് ചിന്തിച്ചിരുന്ന ഒരാൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് വെറുതെ വേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബൈക്ക് മേടിക്കും, നമ്മളുടെ അവസ്ഥ ഇതിലേക്ക് മാറും, 4,000 രൂപയിലേക്ക് കുറയുമെന്ന് അർത്ഥം. അപ്പൊ ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. വളരെ സിമ്പിൾ ആണ്. നമ്മൾ കാര്യങ്ങളൊന്നും ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ചത് ബിറ്റ്ഗെറ്റിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അതാണ്. ഇതാണ് നമ്മുടെ ബിറ്റ്ഗെറ്റിന്റെ എക്സ്ചേഞ്ച്. നമ്മുടെ മാർക്കറ്റ് അൽഫ കോസ്റ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നമ്മുടെ ഒഫീഷ്യൽ പാർട്ണറാണ്. ഗണേശ് സാർ പറഞ്ഞു കഴിഞ്ഞതാണത്. ഒഫീഷ്യൽ പാർട്ണർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ബിറ്റ്ഗെറ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ
ഓരോ റാങ്കുകൾ ഇപ്പൊ നമ്മൾ കുറെ അച്ചീവേഴ്സിന്റെ ഒരു ലിസ്റ്റ് ഒക്കെ പറഞ്ഞിരുന്നു. അത് അടുത്ത റാങ്കിലേക്ക് ഇപ്പൊ അഫിലിയേറ്റ് ആയിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അംബാസഡർ എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് അതിലൂടെ ഓരോ ആൾക്കാരും ഈ സിസ്റ്റത്തിൽ നമ്മുടെ മാക്ലൈൻ വഴി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഓരോ ആൾക്കാരും ട്രേഡ് ചെയ്യുമ്പോൾ എക്സ്ചേഞ്ചിന് കിട്ടുന്ന ഫ്യൂൽ ഫീയിൽ നിന്നും ഈ അംബാസഡർ റാങ്കിൽ എത്തുന്ന ആളുകൾക്ക് ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അത് നമ്മുടെ ട്രേഡിങ്ങിന്റെ വോളിയം കൂടുന്നതനുസരിച്ചുകൊണ്ട് നമുക്കറിയാം നമ്മൾ ഓരോ ട്രേഡ് നടക്കുമ്പോഴും എക്സ്ചേഞ്ചിന് നമ്മൾ 0.1% ഫ്യൂൽ ഫീ ആയിട്ട് കൊടുക്കണം. അത് ഫ്യൂൽ ഫീയുടെ 50%-50%ഉം നമ്മുടെ കമ്പനിക്ക് തരികയും അത് നമ്മുടെ ടീമിൽ അംബാസഡർ ആവുന്ന ആൾക്കാർക്ക് അതിന്റെ 40% ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. അടുത്ത ഓരോ റാങ്കുകൾക്കും ഉണ്ട്. ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുന്നത് അങ്ങനെ ഒരു നമ്മുടെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ മാക്ലൈൻ വഴി ബിറ്റ്ഗെറ്റിലേക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു 10 ലക്ഷം പേര് വന്നു എന്നായിരിക്കും ഏതെങ്കിലും ഒരു സമയത്ത്. നമ്മൾ ആ കൂട്ടത്തിൽ അംബാസഡർ ആയിട്ടുണ്ടെങ്കിൽ 10 ലക്ഷം പേര് ഒരു ദിവസം 1 ലക്ഷം രൂപ ട്രേഡ് നടന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 10 കോടി രൂപയുടെ കമ്മീഷനായിട്ട് ഫ്യൂൽ ഫീ ആയിട്ട് എന്ത് കിട്ടും? നമ്മുടെ എക്സ്ചേഞ്ചിന് കിട്ടും. അതിൽ നിന്ന് 50 കോടി രൂപ 10 കോടി രൂപയിൽ നിന്ന് 5 കോടി രൂപ ആർക്ക് കിട്ടും? മാക്ലൈന് കിട്ടും. ആ മാക്ലൈനിൽ കിട്ടുന്നത് 90% പൈസയും നമ്മുടെ അംബാസഡർ റാങ്കുകൾ പല റാങ്കുകളുണ്ട് നമ്മുടെ ആ റാങ്കുകളിലുള്ള ആൾക്കാർക്കൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ആക്ച്വൽ. അപ്പൊ നമുക്ക് ഒരു റിയൽ ക്യാഷ് ഫ്ലോ നമ്മൾ ഒരു പാസീവ് ഇൻകം ആയിട്ട് ഫ്യൂച്ചറിലേക്ക് കിട്ടാനായിട്ട് നമ്മളൊരു ബിസിനസ് ബിൽഡ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം നമ്മളൊരു യൂസഫലിയൊക്കെ കുറെ കാലങ്ങളായിട്ടാണ് അവരുടെ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്തത്. ദുബായിലും കൊച്ചിയിലും തിരുവനന്തപുരത്തും കോഴിക്കോട് കണ്ണൂർ എല്ലാ സിറ്റികളിലും പാലക്കാട് ഉൾപ്പെടെയുള്ള എല്ലാ സിറ്റികളിലും ഇപ്പോൾ യൂസഫലിയുടെ നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ട് അവരുടെ സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളും അതുപോലെ സംവിധാനങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതിലൂടെയൊക്കെ ചെറിയ പ്രോഫിറ്റ് കിട്ടിയാൽ പോലും യൂസഫലിക്ക് ഓരോ ദിവസവും കോടികളാണ് വരുമാനമായിട്ട് മാറുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾക്ക് അതുപോലുള്ള വരുമാനം കിട്ടാനുള്ള ഒരു സാധ്യതയും കൂടെ ഇവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊരു എന്താണെന്നൊന്നും പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. പക്ഷെ നിങ്ങൾ ഗ്രാജുവലി ഇതിലേക്ക് എൻ്റർ ആയി കഴിയുമ്പോഴത്തേക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളന്ന് ഇന്നെടുത്തൊരു തീരുമാനം നല്ലതായിരുന്നു. ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്കിപ്പോൾ ഇങ്ങനെ വരുമാനം കിട്ടുന്നത് എന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ നെക്സ്റ്റ് ജനറേഷനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മകളെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടാം. അപ്പൊ അങ്ങനെ തീരുമാനങ്ങൾ ഞാൻ പറയുന്നത് എപ്പോഴും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ ആലോചിച്ച് നല്ല തീരുമാനങ്ങൾ എടുക്കുക. അങ്ങനെ പോസിറ്റീവായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ആൾക്കാർ മാത്രമാണ് ഫ്യൂച്ചറിൽ നമ്മൾ അടുത്ത ജനറേഷൻ നമ്മളെ ഓർമ്മിക്കപ്പെടുകയുള്ളൂ. അപ്പൊ ആ ഒരു സാഹചര്യം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ തയ്യാറാവുന്ന ഓരോ ആൾക്കാർക്കും ഓരോ ദിവസവും ഇപ്പൊ നാളെ രാവിലെ നിങ്ങൾ ഇതിന്റെ പ്രോഗ്രാം ഇന്ന് അസോസിയേറ്റ് ചെയ്യുന്ന ഒരാൾക്കാർക്ക് നാളെ രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഡെപ്തിലുള്ള കാര്യങ്ങൾ, ഇത് എങ്ങനെയാണ് ഇത് മാർക്കറ്റിൽ പോകുന്നു, നമ്മൾ ഏതെങ്കിലും BTCയോ സൊളാനോ ഏതെങ്കിലും ഒരു കോയിൻ എടുക്കുന്നു, നമ്മൾ അതിൽ ട്രേഡ് എടുക്കുന്നു, നമ്മൾ ബൈ ചെയ്യുന്നു, അത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ രാവിലത്തെ 6:30 മുതൽ 7:30 മണി വരെയുള്ള 1 മണിക്കൂർ സെഷനിൽ അത് മാത്രമാണ് നമ്മുടെ ചർച്ച. നിങ്ങളുടെ എന്ത് സംശയങ്ങളും ആ സമയങ്ങളിൽ നമ്മൾ ദൂരീകരിക്കാം എന്ന ഒരു വിശ്വാസം നമുക്ക് തരാൻ പറ്റും. അത് ആ ഒരു ഉറപ്പ് നമുക്ക് തരാൻ പറ്റും. ഒപ്പം തന്നെ നിങ്ങൾ ട്രേഡ് ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മിനിമം ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യണം, അതെങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാവും. അതിലേക്ക് വരാനായിട്ട് നിങ്ങൾ ഓരോരുത്തരെയും വളരെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വരുന്ന ഓരോ ആൾക്കാർക്കും ട്രേഡിംഗ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാനും കൂടുതൽ ആൾക്കാർ അഫിലിയേറ്റ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാനും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. താങ്ക് യു സാർ. വളരെ കുറച്ച് സമയം കൊണ്ട് മാക്സിമം കാര്യങ്ങൾ ഏറ്റവും മിനിമം സമയം കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഡീറ്റെയിൽ ആയിട്ടുള്ള വലിയ ഒരു 1 ഡേ സെഷൻ എടുക്കാനുള്ള സബ്ജക്റ്റ് ഉണ്ട്. വളരെ ഷോർട്ടായിട്ട് ക്രിസ്പായിട്ട് പറഞ്ഞതാണ്. രാവിലത്തെ സെഷനകത്ത് നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ ചോദിക്കാൻ പറ്റും. ഇന്നിപ്പോൾ അതിനുള്ള അവസരമില്ല. ഓക്കെ, നമ്മളിനി വളരെ പ്രധാനപ്പെട്ട 2 പേരെയും കൂടെ ജസ്റ്റ് പരിചയപ്പെടുത്തുകയാണ്. അപ്പം അവർ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് കഴിഞ്ഞ ആൾക്കാരാണ്. അതായത് ഒരു അംബാസഡർ റാങ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയ ആൾക്കാരാണ്. അപ്പം ആദ്യത്തെ ആളുടെ പേര് ശ്രീജിത്ത് ശങ്കർ എന്നാണ്. അദ്ദേഹം ബാങ്കിങ് സെക്ടറിലും സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിലും ആയിരുന്നു ഏകദേശം ഒരു 20 വർഷത്തോളമായിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് തൃശ്ശൂരാണ് അദ്ദേഹത്തിൻ്റെ വീട്. ഞാൻ അദ്ദേഹത്തെ സ്നേഹത്തോടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ഓവർ ടു ശ്രീജിത്ത് ശങ്കർ, പ്ലീസ്. Thank you, sir. Thank you so much. All of you, very good evening. So, voice audible അല്ലേ? Audible. Okay. സോ നമ്മളെ സംബന്ധിച്ച് റെഗുലർ ആയിട്ട് നടക്കുന്ന പ്രോഗ്രാമാണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പ്രസന്റേഷൻ കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ ദിൽകുമാർ സാറിന്റെ നമുക്ക് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് അച്ചീവേഴ്സ് വന്നിട്ടുണ്ട്. എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻ. മാക്ക് അഫിലിയേറ്റ് കംപ്ലീറ്റ് ചെയ്ത ആളുകൾ, അതുപോലെ തന്നെ സ്റ്റാർ ക്ലബ്ബ് പെർഫോമേഴ്സ്, എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ.
എന്നെ പരിചയപ്പെടുത്തി പേര് ശ്രീജി ശങ്കർ, സ്ഥലം വരുന്നത് തൃശ്ശൂരാണ്. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ സാർ പറഞ്ഞ പോലെ തന്നെ ഒരു ബാങ്കിങ് ഇൻഡസ്ട്രിയിലായിരുന്നു എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുന്ന് പിന്നീട് ഡയറക്ട് സെല്ലിംഗ് മേഖലയിലുണ്ടായിരുന്നു. ഇന്ന് ശരിക്കും നമുക്കറിയാം ലോകം മൊത്തം എന്താ പറയുക അടക്കി വാണുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ലോകത്തിൽ വളരെ റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു മേഖലയാണ് ഈ പറയുന്ന ക്രിപ്റ്റോ കറൻസി, അതുപോലെ ഫോറക്സ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. അപ്പോ ഈ ഒരു സാഹചര്യത്തില് ഇന്ന് ആളുകളുടെ അറിവില്ലായ്മേനെ ഭൂരിഭാഗം കമ്പനികളും ചൂഷണം ചെയ്യുന്നു, ആളുകളുടെ പൈസ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആണ് ഇന്ന് നോർമലി കണ്ടുവരുന്നത്. അപ്പൊ ഇതിവിടെയാണ് ശരിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയൊരു കാര്യം, മാക്ലേന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഇന്ന് ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റ് ആണ്, ഈ പ്രൊജക്റ്റ് ആണ് മാക്ലേൻ. കാരണം ആളുകളുടെ അറിവില്ലായ്മ എന്ന് പറയുന്ന ഒരു പ്രോബ്ലത്തിനുള്ള ഒരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ, ഒരു ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ശരിക്കും മാക്ലേന്റെ ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഓരോ വ്യക്തികളും ഇപ്പോൾ ഓരോ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞു. ഓരോ ദിവസം വന്നിട്ട് ക്രിപ്റ്റോ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും എന്താ പറയുക ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, ക്രിപ്റ്റോനെ പറ്റി ഒരു ABCD അറിയാത്ത ആളുകൾ പോലും ഇന്ന് വളരെ ഈസി ആയിട്ട് വന്നിട്ട് ഒരു 1 to 10% ഈസി ആയിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണം. അപ്പോ ഇത് നമുക്കൊന്നും ആർക്കും പറ്റാത്തൊരു കാര്യമില്ല. പല ആളുകളുടെ ചിന്താഗതി എന്താ വെച്ചാൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, എനിക്ക് ഇതിങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ആണ്. പക്ഷെ നമുക്കറിയാം ഈ ഒരു പ്രോജക്റ്റിൽ വന്നു കഴിഞ്ഞാൽ, വരുന്നതിന് മുമ്പ് ഒരുപാട് കൺഫ്യൂഷൻസും ഡൗട്ടുകളും ഉണ്ടായിരിക്കും. പക്ഷെ ഈ പ്രൊജക്ട് വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെ വളരെ ഏറ്റവും പ്രോഫിറ്റ് ഒരു സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ട് ആ സിസ്റ്റത്തിനനുസരിച്ച് മൂവ് ചെയ്തുകൊണ്ട് ഡെയിലി എങ്ങനെ മിനിമം 1 to 10% അങ്ങനെ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും, അതിനെ പറ്റിയുള്ള കറക്റ്റ് സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് എന്ത് ചെയ്യണേ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഞാൻ കണ്ടത് രണ്ട് കാര്യങ്ങളാണ് മാക്ലേനിലെ എന്നെ അട്രാക്ട് ചെയ്തത്. ഒന്നാമത്തെ ഒരു കാര്യം, ഇന്ന് സൊസൈറ്റിക്ക് നീഡ് ആയിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള പ്രൊജക്ട് നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുന്നു. വരുന്ന ഓരോ വ്യക്തികളും 100% ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകും, ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് നമ്മൾ ആളുകളിലേക്ക് കൊടുക്കുമ്പോൾ ആസ് എ ബിസിനസ് പേഴ്സൺ നമുക്ക് കിട്ടുന്ന ഒരു വരുമാനം, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഇൻകം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇന്ന് ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഒത്തിരി പേരുണ്ടായിരിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഏത് പ്രൊജക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏത് ബിസിനസ് ചെയ്യുമ്പോഴാണ് ഒരു 71% നമുക്ക് പ്രോഫിറ്റ് കിട്ടാൻ പോകുന്ന ഏത് ബിസിനസ്സാണ് നമുക്കുള്ളത്? ഇത് വേറെ ഒരു ബിസിനസ്സിനും കൊടുക്കാൻ പറ്റില്ല. ഞാൻ ചലഞ്ച് ചെയ്തുകൊണ്ട് പറയാം, എന്തുകൊണ്ട് മാക്ലേനിൽ കൊടുക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ടാഞ്ചിബിൾ പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്യണത്, നമുക്ക് മാത്രം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമ്മൾ നിൽക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ ആവശ്യക്കാർ നിൽക്കുന്നുണ്ട്, നമ്മൾ അവരിലേക്ക് എത്തിക്കുന്നു. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വലിയൊരു ബിസിനസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് ചിന്തിക്കുന്നത് കാലഘട്ടത്തിന്റെ ഒരു വലിയൊരു മാറ്റമാണ്. ഇപ്പൊ നമുക്കറിയാം ഇന്നത്തെ ഒരു ബിസിനസിന്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ട്രേഡ് വിത്ത് ടെക്നോളജിയാണ്. നമ്മൾ ചെയ്യുന്ന ഒരു ട്രേഡ് ഇന്നത്തെ ടെക്നോളജിയുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വേൾഡ് മൊത്തം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ, നമ്മൾ 24 മണിക്കൂർ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ അല്ലെ, ആ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വേൾഡ് മൊത്തം നമുക്ക് ബിസിനസ് ചെയ്യാന്ന് പറയുമ്പോൾ ചിന്തിച്ചു നോക്കിയേ, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു വലിയ ഡെവലപ്മെന്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇന്ന് തന്നെ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ ഇന്ന് കേരളത്തിനകത്തുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, കേരളത്തിന് പുറത്തുള്ള ഒത്തിരി പേരുണ്ട്, ഇന്ത്യക്ക് പുറത്തുള്ള ഒത്തിരി പേരുണ്ട് അല്ലേ. പക്ഷെ നമ്മൾ ഇന്ന് എല്ലാവരും ഒരു ലൈവായിട്ട് ഒരു പ്രോഗ്രാമിൽ വന്നിരിക്കുന്നത് അതിന് ടെക്നോളജി വളർച്ച. ഈ ടെക്നോളജിനെ നമുക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ വലിയ രീതിയിലേക്കുള്ള ഒരു വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് മാക്ലേൻ എന്ന് പറയുന്നത്. നമ്മൾ ചിന്തിക്കുക, നമ്മളെല്ലാവർക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ശരിയല്ലേ? പക്ഷെ നമ്മൾ ആലോചിക്കുന്ന ഒറ്റ കാര്യം, ഈ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ ഒരു വഴിയെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എന്തില്ല, അതിനെ പറ്റി വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി ഇല്ല അല്ലെ. എല്ലാം ഒരുപാട് ആഗ്രഹവും സ്വപ്നം ഉണ്ടായിട്ടില്ല, അത് നേടിയെടുക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു വഴിയാണ് നമുക്ക് ആവശ്യം. ഇന്ന് മാക്ലേൻ എല്ലാവർക്കും അത് കൊടുക്കുന്ന ഒരു എന്താ പറയാ ഒരു വഴി, നമ്മളുടെ ഏത് പ്രോബ്ലത്തിനും ഫിനാൻഷ്യൽ പ്രോബ്ലത്തിനുള്ള അൾട്ടിമേറ്റ് സൊല്യൂഷനാണ് ഈ മാക്ലേനിലൂടെ കൊടുക്കുന്നത്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെ തിരഞ്ഞെടുക്കുക. ഇതിൽ വന്നിട്ട് ഒരുപാട് പേര് ട്രേഡിംഗ് മാത്രം, എനിക്ക് പേഴ്സണൽ ഫീൽ ചെയ്തൊരു കാര്യമാണ്, അതായത് ഇത് ട്രേഡിംഗ് ചെയ്തുകൊണ്ട് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് വെരി ഗുഡ്. പക്ഷെ ഇതിനെ ഒരു ബിസിനസ് എന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത ഒരു വലിയ വരുമാനത്തിലേക്കും ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പൊ അതിലേക്ക് എല്ലാവരും കടന്നു വരിക. വരുന്ന ഓരോ വ്യക്തികൾക്കും ജീവിതത്തിൽ വളരെ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച്. ഓക്കെ താങ്ക് യു വെരി മച്ച്. അടുത്തൊരാളെ കൂടെ ഞാൻ പരിചയപ്പെടുത്താണ്. അതായത് അദ്ദേഹത്തിന്റെ പേര് സനോജ് വാസുദേവ് ഫ്രം തൃശ്ശൂർ. അദ്ദേഹം ബിസിനസ്സുകാരനാണ്, വളരെ വർഷങ്ങളായിട്ട് പല ബിസിനസ്സുകളും ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ആളാണ്. മാക്ലേനിന്റെ സ്റ്റാർട്ടിങ്ങിൽ ബിക്കറ്റുമായിട്ടൊക്കെ ഒരു പാർട്ട്ണർഷിപ്പ് വരുന്നതിന് മുമ്പ് മാക്ലേൻ ഈ നമ്മുടെ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം മാത്രമുള്ള ഒരു സമയത്ത് തുടങ്ങുകയും ഒത്തിരി സ്ട്രഗിൾ ചെയ്ത ആളാണ്. കാരണം ബിക്കറ്റ് പോലത്തെ ഇത്രയും ലോകത്തെ 6ാമത്തെ എക്സ്ചേഞ്ച് ഒക്കെ പാർട്ട്ണർഷിപ്പിൽ വരുന്നു എന്ന് പറഞ്ഞതല്ലാതെ വന്നിരുന്നില്ല. അപ്പൊ അത് വരുമോ, ഇത് എങ്ങനെ വർക്ക് ചെയ്യും എന്നതിനെ കുറിച്ചൊന്നും വ്യക്തത ഇല്ലായിരുന്ന സമയത്ത് ഇത് നാളെ വളരെ ശുഭപ്രതീക്ഷയോടെ ഒരു നല്ലൊരു പ്രൊജക്റ്റ് ആണ് എന്നുള്ള ആത്മവിശ്വാസത്തോടെ ജനങ്ങൾക്ക് ഗുണമുള്ളൊരു സംഭവം കൂടെയാണ് എന്ന് മനസ്സിലാക്കി അതിൽ അടിയുറച്ച് നിന്ന ആളാണ്. ഇതിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ സ്ട്രഗിൾ ചെയ്ത് പിടിച്ചു നിന്ന്
കൊണ്ടാണ് ഇന്ന് ബാക്കി എല്ലാവർക്കും നമുക്കിത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ പരിചയപ്പെടുത്താണ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു, സനോജ് വാസുദേവ് ഫ്രം തൃശ്ശൂർ. പ്ലീസ് സർ, പ്ലീസ്. ഓക്കെ. താങ്ക് യു ഗണേഷ് സാർ. ഞാൻ ഈ മാർക്കറ്റ് അൽഫയെ കുറിച്ച് എനിക്ക് കിട്ടുന്നത് എൻ്റെ മെൻറ്ററും കൂടിയായിട്ട് മിസ്റ്റർ മുരളീമോഹനാണ്. അദ്ദേഹമാണ് എനിക്ക് ഈ കോൺസെപ്റ്റ് പരിചയപ്പെടുത്തുന്നത്. ഇപ്പോഴൊന്നുമല്ല, ഒരു കൊല്ലത്തിന്റെ അടുത്തായിട്ടുണ്ടാവും. അദ്ദേഹം പറഞ്ഞു എന്നോട്, മാർക്കറ്റ് അൽഫയെ കുറിച്ച് ഒരുപക്ഷെ ഈ ലോകത്ത് അല്ലെങ്കിൽ വലിയൊരു ട്രമൻഡസ് ചേഞ്ച് ഉണ്ടാകും, ഒരു ബ്ലാസ്റ്റ് ഉണ്ടാക്കും ജനങ്ങൾക്കിടയിൽ. കാരണം ഇന്നത്തെ സാഹചര്യം അങ്ങനെയാണ്. ഇത് ജനങ്ങൾക്ക് അനിവാര്യമായിട്ട് പ്രൊഡക്റ്റായി മാറും, നീ ഒന്ന് ശ്രദ്ധിച്ചോ എന്ന് എന്നോട് പറയണ്ടായി. പക്ഷെ എനിക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് എന്താ വെച്ചെങ്കിൽ, ഇതെങ്ങനെ ജനങ്ങൾക്ക് എത്തിക്കും? ജനങ്ങൾ ഈ പഠിക്കുക എന്ന് പറയുന്നത് വലിയൊരു ആപത്ത് പിടിച്ച കാര്യമാണ് അല്ലേ? പഠിക്കുക, മെനക്കെട്ട് പഠിക്കുക എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഞാൻ നിങ്ങളോട് മാർക്കറ്റ് അൽഫയെ കുറിച്ച് എന്തുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ അനിവാര്യമാകും എന്നുള്ളത് ആദ്യം പറയാം. ഇന്ന് നമ്മൾ പബ്ലിക് ഡൊമൈനിൽ നോക്കുകയാണെങ്കിൽ ഗ്ലോബലി 2020 ക്രിപ്റ്റോ കറൻസി ATM, അതായത് ഫങ്ഷണൽ ATM ഗ്ലോബലി ഉള്ളത് 2020 10,000 ATM കൗണ്ടേഴ്സ് ഉണ്ടെന്നുള്ള, മെഷീൻസ് ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്ലോബലി. പക്ഷേ 2024 അത് 39,000 ATM മെഷീൻസ്, അതായത് ഫങ്ഷണൽ ഉള്ള മെഷീൻസ് ഉണ്ടെന്നുള്ള ലോകത്തിൽ. അപ്പൊ ഇതിന്റെ വളർച്ച ഒന്ന് ആലോചിച്ച് നോക്കി. അതിൽ 2 നമ്മുടെ ഇന്ത്യയിലാണ്, അത് ഡൽഹിയിൽ. ക്ലിയർ? ക്രിപ്റ്റോ കറൻസി മേഖല വളരെ ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തു. ഏറെക്കുറെ 10,000 ശതമാനം മടങ്ങ് വരുന്ന ഒരു ഇൻഡസ്ട്രിയെ മാറി പെർ 6 മന്തിലൊക്കെ. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ലോകം സഞ്ചരിക്കാൻ പോകുന്നതും എല്ലാ ജനങ്ങളും ഇനി ഈ മേഖലയിൽ കൂടിയാണ് ഇനി ട്രാവൽ ചെയ്യാൻ പോകുന്നത്. ക്ലിയർ? രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇന്ന് ഈ ക്രിപ്റ്റോ കറൻസി മേഖല എന്ന് പറയുന്നത്, ഈ മേഖലയിലാണ് ഇന്ന് എല്ലാവരും, അതായത് ഏറ്റവും ദരിദ്രനായിക്കോട്ടെ അല്ലെങ്കിൽ ഏറ്റവും സമ്പന്നനായിക്കോട്ടെ. സമ്പന്നൻ എന്ന് പറയുമ്പോൾ ഇന്ന് US നമ്മുടെ ട്രംപ് അല്ലെങ്കിൽ എലോൺ മസ്ക് പോലെയുള്ള ആൾക്കാരൊക്കെ ഇന്ന് ഇൻഡസ്ട്രിയാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് ഇന്ന് അവർ സാമ്പത്തിക ഫ്രീഡം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരനായ ആൾക്കാരാണ്. കാരണം ഇന്ന് ഇന്ത്യയിലെ സംബന്ധിച്ചോളം ഇതിന്റെ ഒരു ബൂമിങ് സ്റ്റേജ് ആയിട്ടില്ല എന്ന് പറയാം. ഒരു മൊമെന്റം പോലും ക്രിയേറ്റ് ആയിട്ടില്ല. കാരണം ഇനി വരാൻ പോകുന്ന യങ് ബ്ലഡ് ആണ്. യങ് ബ്ലഡ് എന്ന് പറയുന്നത് ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ പോകുന്നത്. കാരണം ടെക്നോളജി വളർന്നപ്പോൾ സാഹചര്യങ്ങൾ അവരടുത്തേക്ക് വന്നു എന്നുള്ളതാണ്. ഇൻഫർമേഷൻ വളരെ കറക്റ്റ് ആയിട്ട് വന്നു. ഇനി ഇന്ത്യയാണ് ഇനി ഭൂമി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിലാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള അവയർനെസ്സും നമ്മുടെ സമ്പത്തും നമ്മുടെ സ്വപ്നങ്ങളും എല്ലാതും ഇനി വളരാൻ പോകുന്നത് ആ മേഖലയിലാണ്. പക്ഷെ എങ്ങനെ ആ മേഖലയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യും എന്നുള്ളതാണ്. അവിടെയാണ് മാക്ലേണിന്റെ ഏറ്റവും വലിയ പ്രശസ്തി. നമ്മൾ കുറെ കോൺസെപ്റ്റിൽ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഡെയിലി ഫണ്ട് തരാം, അല്ലെങ്കിൽ നിങ്ങൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യൂ. ഇതൊക്കെ ലൂട്ടിങ്, മണി ലൂട്ടിങ് കൺസെപ്റ്റുകളാണ് അല്ലേ? പക്ഷെ ഇവിടെ റിയൽ ആയിട്ടുള്ള ഇൻഡസ്ട്രി അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള സാഹചര്യത്തിലേക്ക് നമുക്ക് കടക്കാനുള്ള ഒരു ഗേറ്റ് വേ ആണ് മാർക്കറ്റ് അൽഫ. ഒരു ഗേറ്റ് വേ അല്ല, അത് ഫൈനൽ ഗേറ്റ് വേ ആയിരിക്കും എന്ന് ഞാൻ പറയണു. അതാണ് മാക്ലേൺ. മാക്ലേണിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വേൾഡിലേക്ക് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാന്നുള്ള ഏറ്റവും ഷോർട്ടായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളും എല്ലാ കാര്യങ്ങളും ഫുൾഫിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വരുമാന മാർഗം വളരെ ഫാസ്റ്റ് ആയിരിക്കും. നിങ്ങൾ പുതിയൊരു ഇൻഡസ്ട്രി പഠിക്കും, പുതിയൊരു ടെക്നോളജി പഠിക്കും. അതിൽ കൂടെ ഒരു വരുമാന മാർഗം കൂടി നിങ്ങൾ ഈസി ആയിട്ട് നിങ്ങൾ സായത്തമാക്കും എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ഒരാൾ തേടി വരേണ്ടയും കാര്യമില്ല. ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ഫണ്ട് ഹാൻഡിൽ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഫണ്ട് നിങ്ങളുടെ കയ്യിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് റിമോട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എത്ര ഏൺ ചെയ്യണമെന്ന് നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാക്കി തരലാണ് മാക്ലേൺ എന്ന് പറയുന്ന ഇതിന്റെ പ്രശസ്തി. അന്ന് എനിക്ക് അത്രമാത്രം അറിവുണ്ടായിരുന്നില്ല. ഞാൻ ആലോചിച്ചത് ജനങ്ങൾ ഇത് പഠിക്കൂ എന്നുള്ളതാണ്. പക്ഷെ ഇത് എടുത്ത് ചെയ്ത് നോക്കിയപ്പോൾ അതിന്റെ 3 മാസം മുന്നേ ഇതിന്റെ ഫൈനൽ വെർഷൻ ലോഞ്ച് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന കണ്ണൂരിലാണ്. കണ്ണൂരിൽ നിന്ന് ഇരുന്നിട്ട് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ലോകത്തില് എത്ര രാജ്യങ്ങളിലെ ആൾക്കാർ ഇന്ന് ഇരുന്നിട്ട് ഈ പ്രസന്റേഷൻ സാറിന്റെ കേൾക്കുന്നുണ്ടാവും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതിൽ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ കാനഡ, ദുബായ്, ഓസ്ട്രേലിയ, അതുപോലെ തന്നെ ലണ്ടൻ പോലത്തെ രാജ്യങ്ങളിൽ, ഇസ്രായേൽ പോലത്തെ രാജ്യങ്ങളടക്കം ഏറ്റവും കൂടുതൽ ഇന്ന് എന്ത് പറയുന്നു,
മാക്ലേൺ എന്ന് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ സൈറ്റിന്റെ ട്രാഫിക് റേഷ്യോ തന്നെ വർദ്ധിച്ചു. അതിന്റെ അർത്ഥം വേൾഡ് ഓവർ ഇത് മൂവ് ചെയ്ത് തുടങ്ങി, ഇതിന്റെ മൊമെന്റം ക്രിയേറ്റ് ആയി. ഇനി വരുന്ന ഓഗസ്റ്റ് ലാസ്റ്റോട് കൂടിയിട്ട് ഇത് ഭയങ്കരമായിട്ട് ബൂം ചെയ്യാൻ പോകുന്നു. ഇത് ലോക ജനതയ്ക്ക് ഈച്ച് ആൻഡ് എവറി വൺ അവർക്ക് ഇത് അത്യന്താപേക്ഷികമായിട്ടുള്ള ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഗതിയായി മാറി മാക്ലേൺ എന്നുള്ളതാണ്. ഓരോരുത്തരുടെ വീട്ടിലും ഭയങ്കര ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തു മാക്ലേൺ. ഓരോ ഫാമിലിയിലും, അത് നൂറുകണക്കിന് വ്യക്തികളുടെ ഫാമിലികളിൽ ഇന്ന് അവർക്ക് മനസ്സമാധാനം ഉണ്ടാക്കി കൊടുത്തു. നാളെ ഒരു വറി എന്നുള്ള സംഭവം, സമ്പത്തിനെ കുറിച്ചൊരു വറി ഉണ്ടാവാതെ മനസ്സമാനം ഉണ്ടാക്കി കൊടുത്തു, സ്ഥിരമായിട്ട് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നു. ഇതിൽ വന്ന പഴയ ആൾക്കാരും അവർ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി. കാരണം മാർക്കറ്റിന്റെ ഫ്ലക്ച്വേഷൻ അവർക്ക് 100% ബൈ ഹാർട്ടായി. താഴ്ന്നാലും കുഴപ്പമില്ല, മോളി പോയാലും കുഴപ്പമില്ല, എവിടെയായാലും നമുക്ക് പൈസ കിട്ടും, പൈസക്ക് യാതൊരു പ്രശ്നവുമില്ല. പുതിയ വരുന്ന വ്യക്തികൾക്ക് അവർക്ക് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അവരും എക്സ്പീരിയൻസ് ചെയ്യുന്നത് പഴയ ആൾക്കാർ അവരെ എഡ്യൂക്കേറ്റ് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ബിസിനസ് വളരെ രസകരമായിട്ട് മുന്നോട്ട് പോകുന്നു. അതിൽ കൂടെ വലിയൊരു അഫിലിയേറ്റ് സൃഷ്ടിച്ചുകൊണ്ട് ലോകത്തുള്ള എല്ലാ വ്യക്തികൾക്കും നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി കൊടുത്തുകൊണ്ടും അവർക്കൊരു ചാരിറ്റി പോലെ അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാന്നുള്ള ഒരു സാഹചര്യം ഇന്ന് എത്തിയപ്പോൾ അന്നെടുത്ത തീരുമാനം 100% വർത്ത്ഫുൾ ആയിരുന്നു, കറക്റ്റ് ആയിരുന്നു. ആ തീരുമാനം ഞാൻ ഉറച്ചു നിൽക്കുമായിരുന്നു. നിന്നത് കൊണ്ട് എനിക്കിന്ന് കുറെ കുടുംബങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റി എന്നുള്ള ചാരിതാർത്ഥ്യമൊക്കെ ഉണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. പുതിയ ആൾക്കാർ ഒരു തരത്തിലും മടിച്ചു നിൽക്കേണ്ട. ഫുൾ ഗ്യാരണ്ടിയാണ്. ഫുൾ ഗ്യാരണ്ടി എന്ന് വെച്ചാൽ 1000 ടൈം ഗ്യാരണ്ടി. അങ്ങനെ പറഞ്ഞത് ഞാൻ ഓരോരുത്തരെയും കൊണ്ടുവരിക. കാരണം അത്രയും കോൺഫിഡൻസും ലവും എനിക്ക് ഈ കോൺസെപ്റ്റിനോട്ടുണ്ട്. സോ തീരുമാനം എടുക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ ഗ്രേറ്റ് മെസ്സേജ്. ഓക്കെ, തീർച്ചയായിട്ടും നമ്മളുടെ കാരണം ഒരു ഡിസിഷനാണ്. നിങ്ങളിപ്പം ഇത്രയും പേര് നമ്മളിവിടെ ഇരിക്കുന്നത് ഒരാൾ അല്ലെ അതിനകത്ത് അടിയുറച്ച് നിന്നുകൊണ്ടാണെന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ നമ്മളിന്ന് കേൾക്കുന്ന ഒരു അടിയുറച്ച് നിന്നാൽ എത്ര കുടുംബങ്ങളിൽ എത്രയോ ആൾക്കാർ രോഗികളായിട്ടും, എത്രയോ ആൾക്കാർ പുറത്തു പോയി ജോലി ചെയ്യാൻ പറ്റാതെ, എത്രയോ ആൾക്കാർ കുട്ടികളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാതെ, എത്രയോ ആൾക്കാർ ഏതെല്ലാം തരത്തിൽ സാമ്പത്തികമായിട്ട് ക്രൈസിസിൽ നിൽക്കുന്ന ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചു. നാളെ നിങ്ങളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും പേരെ വെച്ചിട്ട് സ്വന്തമായിട്ട് നിങ്ങൾ വഴി വന്നിട്ടുള്ള കുറെ ആൾക്കാരെ വെച്ചിട്ട് മീറ്റിംഗ് നടത്തുന്നത് ആലോചിച്ച് നോക്കുക. ആരെങ്കിലുമൊക്കെ എടുക്കുന്ന ലീഡർഷിപ്പാണ് തീർച്ചയായിട്ടും മറ്റുള്ള ആൾക്കാരുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റം ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇതിനകത്ത് ആരും ലൂസേഴ്സ് ഇല്ല. ഒരാളും ഇതിനകത്ത് ലൂസേഴ്സ് ഇല്ല. അങ്ങനെ ഞാൻ വളരെ അപൂർവം, ഞാനൊരു 35 വർഷത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഒത്തിരി ബിസിനസ്സുകളുമായിട്ട് ഞാൻ അടുത്ത് ഇടപെട്ടിട്ടുള്ളതിൻ്റെ വെളിച്ചത്തിൽ പറയുക, ഒരു ലൂസേഴ്സ് ഇല്ലാത്തൊരു ബിസിനസ് ഞാൻ കണ്ടിട്ടില്ല. ഒരാൾക്കും ഇതിനകത്ത് നഷ്ടം സംഭവിക്കുന്നില്ല. ഒരാളെങ്കിലും ഇതിനകത്ത് നഷ്ടം സംഭവിക്കുന്ന ഒരു അവസ്ഥയും ഇതിനകത്ത് ഉണ്ടാകുന്നില്ല. എത്ര പേരുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നുമുണ്ട്. അത് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്ന കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇതുവരെ നിങ്ങളാരും കൊണ്ടുവരാൻ വേണ്ടിയോ പുതിയ ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയോ ഒക്കെ നിങ്ങളുടെ ചോയ്സാണ്. അതിനകത്ത് ഇവിടെ ആരും, എനിക്ക് തോന്നുന്നില്ല ആരും അതിനകത്ത് ബോധേഡാണെന്ന് തോന്നുന്നില്ല. എന്നോട് ഇപ്പോൾ ഒരാൾ ഇതിനിടയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പുറത്തുനിന്ന് ഒരാളാണ്. അത് അവിടെയൊക്കെ ഓൺലൈനൊക്കെ ഞാൻ പറഞ്ഞു ഓയസ് പഠിക്കാം. ഇവിടെ കിട്ടുന്ന സംഭവങ്ങളൊന്നും കിട്ടുകയുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ നമ്മൾ ലൈഫ് ടൈം ഒരാളെ പഠിപ്പിച്ചിട്ടേ വിടുകയുള്ളൂ. വരുമാനം ഉണ്ടാക്കുന്നിടം വരെ നമ്മൾ ഉണ്ട്. ജീവിതകാലം മുഴുവൻ സപ്പോർട്ടുണ്ട്. ഇത് കൂടാതെ വേറെ ആൾക്കാരെ റെഫർ ചെയ്ത് മാസം വലിയ ഹ്യൂജ് ഇൻകം വേണേൽ ഉണ്ടാക്കാം. വീട്ടിലെ മുഴുവൻ ആൾക്കാർക്കും ഏത് സമയത്തും പറഞ്ഞു കൊടുക്കാൻ ആക്സസ് ഉണ്ട്. ഇതെല്ലാം ഉള്ള വേറെ ആരും ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. പഠിക്കാൻ ഇഷ്ടംപോലെ സോഴ്സ് ഉണ്ടാവാം. പക്ഷെ പഠിക്കുന്ന പുറത്തെ ആൾക്കാർ, ഞാനിതുവരെ കണ്ടിരിക്കുന്ന കൂടുതൽ ആൾക്കാരും പൈസ കളഞ്ഞവരേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരാൾ പോലും 1 രൂപ പോലും കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്കുള്ള ഏറ്റവും വലിയ സന്തോഷം. ഇത്രയും ഒരുപക്ഷെ പുറത്ത് നമ്മൾ പറഞ്ഞ ആരും വിശ്വസിക്കത്ത് പോലുമില്ല. ഇത്രയും ആൾക്കാർ, എത്രയോ ഫാമിലീസ്, എത്രയോ പേര് രോഗമുള്ളവർ, അസുഖമുള്ളവരൊക്കെ ഇതിനകത്ത് വന്നതിന് ശേഷം അവർക്ക് ആശുപത്രി കിടന്നു വരും ഇതിനകത്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ള കാര്യത്തിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം തീർച്ചയായിട്ടും നിങ്ങളുടെ മാത്രമല്ല, സമൂഹത്തിൽ നമുക്ക് ചിലപ്പോൾ റിസ്ക് ഉണ്ട്. ഏത് കാര്യത്തിനും റിസ്ക് ഉണ്ട്. ഞാനും ചിന്തിച്ച റിസ്ക് ഉണ്ടല്ലോ, റിസ്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് ചെയ്യാത്തതാണോ ചെയ്യുന്നതാണോ റിസ്ക്? ഇത് രണ്ടും കമ്പയർ ചെയ്യണമല്ലോ. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് ചെയ്യാത്തതായിരിക്കും കൂടുതൽ റിസ്ക് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചെയ്യുന്നതല്ല. ചെയ്യുന്ന പറഞ്ഞാൽ $100 കാര്യമുള്ളൂ. അതിന് ഓൾറെഡി അവർ അതിൻ്റെ ഇത്രയും ഒരു പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്, ഇത്രയും ട്രെയിനിങ്ങൾ വരുന്നുണ്ട്, ഇത്രയും കാര്യങ്ങൾ, ഇത്രയും അറിവ് കിട്ടുന്നുണ്ട്, ഇതൊക്കെ കിട്ടുന്നുണ്ട്. ചെയ്തില്ലെങ്കിലോ നമ്മൾ അതിനേക്കാളും ഭീകരമായ റിസ്ക്. നമ്മൾ കാളവണ്ടിയെ പോകുന്നു, വേറെ ആമ്പിള്ളേർ നല്ല നല്ല പുതിയ വണ്ടിയെ ഓടിച്ചു പോകുന്ന അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടു വരും. മൂക്കത്ത് വിരലും വെച്ച് അയ്യോ ഇത് ഞാനിപ്പോൾ ഒരാളോട് പറഞ്ഞേ ഉള്ളൂ. എന്നോട് ഇപ്പം 2012 വേറെ കൂട്ടുകാരാണ്ട് പറഞ്ഞിരുന്നതാണെന്ന്. ഞാൻ അന്നേരം അദ്ദേഹത്തിന് തിരിച്ച് ഇത്രയും മെസ്സേജ് അയച്ചുള്ളൂ. എഗൈൻ അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ മാത്രം ഓർത്തിരിക്കുക. ഇപ്പോഴെങ്കിലും ഇനി അറിഞ്ഞു, ഇനിയെങ്കിലും അത് കളയാതിരിക്കാൻ നോക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇനി 5 വർഷം കഴിഞ്ഞ് വേറെ ആരെങ്കിലും പറയുമ്പം അയ്യോ എന്നോട് വേറൊരാൾ പറഞ്ഞിരുന്നു. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു 4-5 വർഷം കഴിയുമ്പോഴത്തേനും കോമൺ മാൻ്റെ പ്രൊഡക്റ്റ് ആവും.
ഇന്നിപ്പോൾ നമുക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവില്ല. ഇന്ന് മിക്കവാറും എല്ലാ വലിയ സിറ്റികളിലും പല സൂപ്പർ മാർക്കറ്റിലും ക്രിപ്റ്റോ അക്സെപ്റ്റ് ചെയ്യും. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എറണാകുളത്ത് കാക്കനാടൊക്കെ ഉള്ള ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റ് കയറി നോക്കുക, അവിടെ എല്ലാം ക്രിപ്റ്റോ അക്സെപ്റ്റ് ചെയ്യുന്ന എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നാളെ കോമൺ മാൻ്റെ പ്രൊഡക്റ്റ് ആകുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മുഴുവൻ ബെനിഫിറ്റ് നമുക്കും ഇതിന്റെ ക്രിപ്റ്റോ ഉപയോഗിക്കാം. അത്രേ ഉള്ളൂ. ബിസിനസ് ഓപ്പർച്യൂണിറ്റി കാണുകയല്ലോ മാത്രം. ഏത് സംഭവം അങ്ങനെ തന്നെയല്ലേ. ഇപ്പം ചിറ്റലപ്പള്ളി കൊച്ചോസഫ് ഇവിടെ ഇൻവേർട്ടർ ഇറക്കി, അതിനുശേഷം ഇഷ്ടംപോലെ ആൾക്കാർ ഇറക്കി. പക്ഷെ അദ്ദേഹത്തിന് ഇവിടെ ലൈൻ പൊട്ടി കിടന്ന 2 ആഴ്ച പോലും ഇറക്കിയോണ്ടാണ് അദ്ദേഹത്തിന് അത്രയും ഭയങ്കരമായിട്ട് ഇലക്ട്രിസിറ്റിയുടെ ഫ്ലക്ച്വേഷൻ ഉണ്ടായിരുന്ന അത്രയും പുള്ളിക്ക് വളരാൻ പറ്റിയ. അതിനുശേഷം ധാരാളം ആൾക്കാർ ഇറക്കിയിട്ടുണ്ട് സ്റ്റെബിലൈസർ, അവർക്കൊന്നും അതുപോലെ വളരാൻ പറ്റിയില്ല. കാരണം മാർക്കറ്റിന്റെ റൈറ്റ് ടൈമിലായിരുന്നു എന്ന് പറയുന്നത്. ഇവിടെ ഇത് മാർക്കറ്റിന്റെ റൈറ്റ് ടൈമിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് എന്തുമാത്രം വേണമെങ്കിലും വളരാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നിങ്ങളുടെ തീരുമാനമാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. നമ്മൾ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുന്നു. നാളെ 6:30 മണിക്ക് സീരിയസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് 6:30 റെഗുലർ മീറ്റിംഗ് ഉണ്ടാവും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്.